ഗുഡ് മോർണിംഗ് എവരിവൺ. എല്ലാവർക്കും ക്രിസ്പർ ലേണിംഗ് സംഘടിപ്പിക്കുന്ന ഈ ഒരു വെബിനാർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം റിസൾട്ട് ഒക്കെ അനൗൺസ് ചെയ്തതിന് ശേഷം എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളാണ്. ഏത് റാങ്കിന് ഏത് ഐസർ കിട്ടും? അത് നമുക്ക് യൂട്യൂബിൽ തന്നെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന പല ചോദ്യങ്ങളുമാണ്. പക്ഷേ പ്രിഫറൻസ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യയിൽ 7 ഐസറുകളാണ് നിലവിലുള്ളത്. അപ്പം പ്രിഫറൻസ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ചിലപ്പം ചില ആളുകൾക്ക് ഒരു ഐസറിനോട് ഇഷ്ടമുണ്ടാവും. പക്ഷേ പിയർ പ്രഷർ കാരണം അല്ലെങ്കിൽ വേറെ ആളുകൾ പറയുന്നതൊക്കെ കാരണം ഐസർ പൂനെ ആദ്യം കൊടുക്കാം, അല്ലെങ്കിൽ ഐസർ ഭോപ്പാൽ ആദ്യം കൊടുക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. വെബിനാറിന്റെ ഉദ്ദേശം നമുക്ക് യൂട്യൂബ് വീഡിയോയിലൂടെ ഡെലിവർ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് യൂട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ റെക്കോർഡ് കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് നേരിട്ട് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആ, ഒരു ചാൻസ് ആണ് നമ്മൾ ഈ വെബിനാറിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. നമ്മളുടെ ടീമിൽ ഡിസ്കഷൻ പാനലിൽ ഐസർ പൂനെയിൽ നിന്നും ആൻ ജോസഫ് ഉണ്ട്. ആൻ ഇപ്പം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഐ മീൻ ഫസ്റ്റ് ഇയർ ഇപ്പൊ കഴിഞ്ഞ ആളാണ്. ആൻഡ് ഐസർ കൊൽക്കത്തയിൽ നിന്നും റുക്സാന താജാണ് ഇന്ന് ജോയിൻ ചെയ്യുന്നത്. റുക്സാന ഇപ്പം ഫോർത്ത് ഇയർ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ഐസർ മൊഹാലിയിൽ നിന്നും ഗൗതം തേജുറാണ് ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഗൗതം മൊഹാലിയിലെ ഫസ്റ്റ് ഇയർ ഇപ്പൊ കഴിഞ്ഞ് ഇനി സെക്കൻഡ് ഇയറിലേക്ക് കിടക്കാൻ പോകുന്ന ആളാണ്. ആൻഡ് ഐസർ ഭോപ്പാലിൽ നിന്നും അശ്വിൻ ജയചന്ദ്രനാണ് ജോയിൻ ചെയ്തത്. അശ്വിൻ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്, അതായത് ഫിഫ്ത് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഐസർ തിരുവനന്തപുരത്ത് നിന്ന് ഇസാനയാണ് ജോയിൻ ചെയ്തത്. ഇസാന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ഐസർ തിരുപ്പതിയിൽ നിന്നും നന്ദന കിഷോറാണ് ജോയിൻ ചെയ്തത്. നന്ദന കിഷോർ ഇപ്പോൾ സെക്കൻഡ് ഇയർ കഴിയുന്ന സ്റ്റുഡൻ്റ് ആണ്. ആൻഡ് ഐസർ ബർഹംപൂരിൽ നിന്നും അഫ്നാസ് ആണ് ജോയിൻ ചെയ്തത്. അഫ്നാസ് ഐസർ ബർഹംപൂരിൽ ഫസ്റ്റ് ഇയർ ഇപ്പം കഴിയുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. സോ ഇത്രയായിരിക്കും നമ്മുടെ ഡിസ്കഷൻ പാനൽ. ആൻഡ് ഞാൻ അമിത് സി എസ്, ഞാനൊരു ഐസർ ഗ്രാജുവേറ്റ് ആണ്. ഐസർ തിരുവനന്തപുരത്ത് നിന്നാണ് ഗ്രാജുവേറ്റഡ് ആയത്. 21 ഗ്രാജുവേറ്റഡ് ആയിട്ട് ഇപ്പം ഈ ക്രിസ്പർ ലേണിംഗ് എന്ന് പറയുന്ന പുതിയ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം അതിൻ്റെ ഫൗണ്ടറായിട്ട് ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ ഇതാണൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പം പാരൻസും ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പം ഈസി ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ഞാൻ ആസ് എ മോഡറേറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓരോരോ ഐസറിലെ കുറിച്ച് ആ ഐസറിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളൊരു ചെറിയൊരു ഡിസ്കഷൻ പോലെ നമുക്ക് ഓരോരുത്തർക്കും പറയാനൊരു സമയം അനുവദിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ആൻഡ് അതുപോലെ തന്നെ എല്ലാവരും അവരുടെ ഐസറിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഉള്ള Q&A സെഷനും നമുക്ക് അതിനുശേഷം കണ്ടക്ട് ചെയ്യാം. സോ ഞാൻ റാൻഡം ഓർഡറിലാണ് സ്വയം ഐസറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഐസർ ഭോപ്പാലിൽ നിന്നും തുടങ്ങാം. സോ ഭോപ്പാലിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ അശ്വിൻ ജയചന്ദ്രൻ നമുക്ക് ഈ മീറ്റിംഗിലുണ്ട്. സോ അശ്വിൻ, ഗുഡ് മോർണിംഗ്. Hello, hello. Good morning. യെസ്, വെൽക്കം. അശ്വിൻ ഒന്ന് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അശ്വിൻ സ്റ്റാർട്ട് ചെയ്യാം. Myself അശ്വിൻ ജയചന്ദ്രൻ. ഞാൻ ഇപ്പോൾ ഫിഫ്ത്ത് ഇയർ എക്കണോമിക്സ് സയൻസ് സ്റ്റുഡൻ്റ് ആണ് ഐസർ ഭോപ്പാലിൽ. നാട്ടിൽ തൃശ്ശൂരാണ് ഞാൻ. അപ്പോൾ ഹാപ്പി ടു ജോയിൻ യു ആൾ. ഓക്കെ, ഇപ്പോൾ ഞാൻ തുടങ്ങാം. നമുക്ക് ഐസറിൽ എന്താണ് ഐസർ ഭോപ്പാലിലേക്ക് ഒരു സ്റ്റുഡന്റ് എന്തിനു വരണം എന്ന് ചോദിച്ചാല് എന്താണ് ഐസർ ഭോപ്പാലിൽ ഉള്ളത്? ഐസർ ഭോപ്പാൽ എങ്ങനെ അടിപൊളിയാണോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഐസർ ഭോപ്പാൽ ആക്ച്വലി അടിപൊളിയാണ്. സംഭവം നമ്മുടെ ഇന്ത്യയുടെ ഒരു നടുഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മീൻസ് അപ്പോൾ ഒരു റീജിയണൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ ആകെ കുഴപ്പം വരുന്നത് വീട്ടിൽ പോയി വരാൻ വേണ്ടിയിട്ട് ഒരു 40 മണിക്കൂർ എടുക്കും. അത്രയേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട് പറയാനായിട്ടുള്ളത്. ബാക്കി സ്റ്റുഡൻസൊക്കെ ഈ മിഡ് റീസസിനൊക്കെ വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് ഒരു 2 ദിവസത്തെ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ നമുക്ക് വീട്ടിൽ പോകാൻ 2 ദിവസം പിടിക്കും. തിരിച്ചു വരാൻ 2 ദിവസം, 4 ദിവസം പോകും അങ്ങനെ.
ട്രെയിനിലാണെങ്കിൽ. അതുവരെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ കരിക്കുലം കോഴ്സസ് വെച്ച് തരാണെങ്കിൽ നമുക്കൊരു ആംബിയന്റ് എമൗണ്ട് ഓഫ് കോഴ്സസ് ഉണ്ട്, ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. ആഹ് ഇപ്പോ എല്ലാവർക്കും അറിയാവുന്ന പോലെ BSMS ലൈഫ് സയൻസ് കോഴ്സസ് ഉണ്ട്, എക്കണോമിക് സയൻസ് കോഴ്സസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോഴ്സസ് ഇപ്പോൾ ബിടെക്കും കൂടി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഡൈവേഴ്സ് ആണ്. അതേപോലെ തന്നെ ഫണ്ണും ആണ് പഠിക്കാനായിട്ട്. മീൻസ് നമ്മൾ എല്ലാ ഇനീഷ്യൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയേഴ്സിൽ നമ്മളെല്ലാം എല്ലാ കോഴ്സസ് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏത് സ്ട്രീമിൽ പെട്ട ആളാണെങ്കിലും ഈ കോഴ്സസ് ഒക്കെ പഠിച്ചിട്ട് വേണം ഒരു തേർഡ് ഇയർ ആകുമ്പോഴേക്കാണ് നമ്മൾ മേജർ കോഴ്സസിലേക്ക് കയറുന്നത്. ടിൽ ദെൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയേഴ്സ് നമ്മുടെ ഇഷ്ടത്തിലുള്ള കോഴ്സസ് ഓപ്പൺ എലക്ടീവ് എടുത്ത് പഠിക്കലാണ് ചെയ്യല്. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു 2 കൊല്ലം കിട്ടും. ആ 2 കൊല്ലത്തിന് ശേഷം നമ്മൾ മേജറിൽ കയറി കഴിഞ്ഞാൽ തന്നെ അറ്റ് ദ എൻഡ് നമുക്ക് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള കോഴ്സസും പ്രൊജക്ട്സും ചെയ്യാനുള്ള നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇങ്ങനെ എടുത്ത് പഠിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു ഈ ഇന്റർ ഡിസിപ്ലിനറിയാണ് ഞാൻ പറയുന്നത്. കാരണം ഈ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിലും നമ്മുടെ കോഴ്സ് വർക്കിൽ ഈ കോഴ്സസ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്കൊരു മേജർ അഡ്വാൻറ്റേജ് ഉണ്ട്. അശ്വിൻ എന്തിനായിരുന്നു ഭോപ്പാൽ പ്രിഫർ ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു? എക്കണോമിക് സയൻസ് എടുക്കാൻ യാ മീൻസ് കോഴ്സ് ഒരു ഫൺ കോഴ്സ് എനിക്ക് തോന്നിയത് ഇനീഷ്യൽ സ്റ്റേജിൽ. മീൻസ് പുതിയ കോഴ്സ് ആയിരുന്നു. 2018 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 2 ഇയേഴ്സ് ബാക്ക് ആണ് ഫസ്റ്റ് ബാച്ച് പാസ് ഔട്ട് ആയി പോയത് BSMS ആയിട്ട്. അപ്പോൾ ഇറ്റ് ഈസ് എൻ അൺഎക്സ്പ്ലോർഡ് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. യൂഷ്വലായിട്ട് കാണുന്ന ഒരു കരിക്കുലം അല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് 3 ഇയേഴ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ നമ്മൾ മേജറിൽ കയറുമ്പോൾ തന്നെ നമ്മൾ മുമ്പ് പഠിച്ചതും നമുക്ക് ഇൻട്രസ്റ്റും ആയിട്ടുള്ള കാര്യങ്ങൾ എക്കണോമിക്സ് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് പോകലാണ്. അപ്പോൾ നമുക്കൊരു ഫ്രീഡം ഉണ്ട്, നമുക്കൊരു ഫ്രീ വിൽ ഉണ്ട് കോഴ്സസ് എടുക്കാനായിട്ടുള്ളത്. എങ്ങനെയുണ്ട് ക്യാമ്പസ് ലൈഫ്, ബാക്കിയുള്ള ഫെസിലിറ്റീസ് ഒക്കെ? അതായിരിക്കും ഒരു പ്രിഫറൻസ്. ക്യാമ്പസ് ആക്ച്വലി ഇപ്പോൾ ഞാൻ ലൊക്കേഷൻ വൈസ് പറയുകയാണെങ്കിൽ ഈ ക്യാമ്പസ് കുറച്ച് ഉള്ളിലേക്കാണ്. ബട്ട് സ്റ്റിൽ ഒരു 22 കിലോമീറ്റേഴ്സ് ടു റെയിൽവേ സ്റ്റേഷനും ഒരു 7 കിലോമീറ്റേഴ്സ് ടു എയർപോർട്ട്, ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ കുറച്ച് സിറ്റി ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇതൊരു വില്ലേജ് കൈൻഡ് ഓഫ് ഏരിയ, കുറച്ച് റൂറൽ ഏരിയ ആയിട്ടാണ് വരുന്നത് ക്യാമ്പസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ 230 ഏക്കേഴ്സ് അറൗണ്ട് എന്തോ ഉണ്ട് ക്യാമ്പസ്. അപ്പോൾ ഇത്ര ഏരിയ കിട്ടണമെങ്കിൽ ഈ റൂറൽ ഏരിയക്ക് മാറിയാലേ കാര്യമുള്ളൂ. അപ്പോൾ മീൻസ് ആ വയസ്സ് നോക്കുമ്പോൾ ഏരിയ ഇഷ്ടം പോലെ ഉണ്ട്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രമിക്കുന്നുണ്ട്. ഹോസ്റ്റൽ ഏരിയാസും കുഴപ്പമില്ല, മെസ്സും കമ്പാരിറ്റീവ് കുഴപ്പമില്ല. നമുക്കൊരു മാസം ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇൻഫർമേഷൻ പറയണ ഒരു മാസം 3700 3200 അറൗണ്ട് മെസ് ഫീസൊക്കെ വരും. മെസ് വലിയ കുഴപ്പമില്ല. ബട്ട് എന്തായാലും ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ നാട്ടിലെ ഫുഡൊക്കെ മിസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാമ്പസിനുള്ളിൽ തന്നെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്. ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, ബട്ട് കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കാം. ഓക്കെ. ഇനി ഐസർ ഭോപ്പാൽ ഫസ്റ്റ് പ്രിഫറൻസ് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റിനോട് എന്താണ് അശ്വിന് പറയാനുള്ളത്? ധൈര്യമായിട്ട് പോരുന്നതാണോ, അതോ ഇത്ര കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ വന്നാൽ മതി എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? അല്ല, ഞാൻ പറയും നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ആണ്. നിങ്ങൾ ഫുൾ ഇത് ഇടാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയായാലും ഏത് ഐസർ ആയാലും it will be best. मतलब you will be explore more. I would say that. ഐസർ ഭോപ്പാൽ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, എല്ലാ ഐസേഴ്സും അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് മീൻസ് കൂടുതൽ അറിയാനും ഇതായിട്ടുള്ളൊരു ഫീൽ ഉണ്ടെങ്കിൽ നൈസ് ആയിരിക്കും. ഇപ്പം ഐസർ ഭോപ്പാൽ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ ഇവിടുത്തെ കൾച്ചറും ഇതൊക്കെ ആയിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകാനും പറ്റും. അതുപോലെ തന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലെ കോഴ്സസ് അനുസരിച്ച് പഠിക്കാനും നമുക്ക് നന്നായിട്ട് പറ്റും എല്ലാവർക്കും. സോ യെസ്. അപ്പം വളരെയധികം നന്ദി ഭോപ്പാലിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞതിൽ. ഇനി നമുക്ക് ഡിസ്കഷൻ നമ്മളുടെ പുറത്തുനിന്ന് വന്ന ആളുകൾക്കൊക്കെ എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് അവസാന സമയത്ത് ചോദിക്കാം. സോ താങ്ക്സ് ഫോർ യുവർ ടൈം. ഞാൻ അടുത്ത ആളിലേക്ക് പോവുകയാണ്. സോ നമുക്ക് അടുത്തത് ഐസർ തിരുവനന്തപുരത്ത് നിന്നും ഹിസാന ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹിസാനയോട് നമുക്ക് തിരുവനന്തപുരത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയാം. ഹലോ. യെസ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഞാൻ ഹിസാന, ഐസർ ട്രിവാൻഡ്രം BSMS 24 ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്.
അപ്പോൾ നമ്മുടെ ഐസെറ്റ് ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ തന്നെ മലയാളീസിന്റെ ഒരു മെയിൻ സെന്ററാണ്. എല്ലാവരും ഹൈ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ ഐസെറ്റ് ട്രിവാൻഡ്രം. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ പ്രകൃതിയുമായിട്ട് വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടേത്. പിന്നെ ഐസെറ്റ് ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ സ്ഥലം ബേസ് പറയുവാണെങ്കിൽ നമ്മുടെ വിതുരയാണ് കേട്ടോ വരുന്നത്. വിതുര എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്തു നിന്നും ഏകദേശം ഒരു 2 hours ഒക്കെ ഡിസ്റ്റൻസ് വരുന്ന ഒരു സ്ഥലമാണ് വിതുര. പക്ഷെ ഒരു ഉള്ളേരിയാണ്. സിറ്റിയായിട്ട് അത്ര ഒരു അറ്റാച്ച്ഡ് ആയിട്ടൊരു സ്ഥലമല്ല. സിറ്റിയിലോട്ട് പോകണമെങ്കിൽ നമുക്കൊരു 20 minutes ഒക്കെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ. എന്നാലും നമുക്ക് ഈസി റിച്ചബിൾ തന്നെയാണ്. ട്രിവാൻഡ്രം ഇപ്പം നമ്മുടെ ഐസെറ്റ് ട്രിവാൻഡ്രത്തിൽ നിന്നാണെങ്കിലും KSRTC സർവീസ് ഉണ്ടാവാറുണ്ട്. ഒരു 1 hour 2 hour ഗ്യാപ്പിലൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് തമ്പാനൂർ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് നമ്മുടെ ട്രിവാൻഡ്രത്തിൽ നിന്നാണെങ്കിലും ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെയാണ് നമ്മൾ ക്യാമ്പസിന്റെ ബസ് പറയാറ്. ട്രാവൽ ബേസ് ചെയ്യുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. 2 hours ആണ് ഡിസ്റ്റൻസ് വരുന്നത് അവിടെ ട്രിവാൻഡ്രത്ത് നിന്ന്. പിന്നെ വിതുര ആണ് മെയിൻ സിറ്റി വരുന്നത്. മെയിൻ സിറ്റിയിലോട്ട് ഏകദേശം 20 minutes. നമ്മളെപ്പോഴും എന്തെങ്കിലും ആവശ്യമൊക്കെ വരുന്ന സമയത്ത് നമ്മളധികം ടൗണിലോട്ട് പോകുന്നത് ഈ വിതുര സിറ്റീസിലേക്കും. അപ്പോൾ അവിടുത്തെ 20 minutes ഒക്കെ ആണ്. പക്ഷെ ഞാൻ അധികം പോകാറില്ല കേട്ടോ. അത് നമുക്ക് എല്ലാ കാര്യങ്ങളും ട്രിവാൻഡ്രത്തെ ക്യാമ്പസിൽ തന്നെ ഉണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സ് ആണെങ്കിലും എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. അക്കാഡമിക്സിനെ കുറിച്ച് പറയാം കേട്ടോ. ആദ്യം തന്നെ അക്കാഡമിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഐസറിൽ 4 blocks ആണ് വരുന്നത് അക്കാഡമിക് ഏരിയയിൽ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്താണ്. ഇപ്പോൾ ഒരു 1 month ആയിട്ടുള്ളൂ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാതും നല്ല അടിപൊളിയാണ്. എല്ലാത്തിൻ്റെ ഇതാണെങ്കിലും നല്ല ലാബ്സും അതുപോലെ തന്നെ നമ്മുടെ സാറുമാരെ ക്യാബിൻസ് ഒക്കെ ഉണ്ടാവും അതിൽ. പിന്നെ നിങ്ങൾ മെയിൻലി നിങ്ങൾ ഈ 3rd year മാത്സ് എടുക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു ബിൽഡിങ്സിലൊക്കെ ക്ലാസ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ലെക്ചർ ഹാൾ കോംപ്ലക്സ് ആണ് മെയിൻലി നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിനുള്ളത്. അതിനാണ് ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും ക്ലാസ് എടുക്കുന്നത്. പക്ഷെ നമുക്ക് മെയിൻലി അവിടെ ആയിരിക്കും ഉണ്ടാവുക. എല്ലാ സമയത്തും ക്ലാസ് എടുക്കുന്ന സ്ഥലമാണ്. അടിപൊളി സംഭവമാണ്. നമ്മുടെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ തന്നെ നല്ല ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ ഫുൾ സെൻട്രലൈസ്ഡ് AC എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പ്രൊജക്ട് കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ടാണ് നമ്മുടെ ക്ലാസ് ഒക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഫാക്കൽറ്റീസിലോട്ട് കയറാം. ഫാക്കൽറ്റീസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ എല്ലാ പ്രൊഫസേഴ്സും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും മലയാളീസ് ഒന്നുമില്ല. ഒരു 2-3 മലയാളീസാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ബാക്കി എല്ലാവരും ആണെങ്കിലും നമുക്ക് ഈസി റിച്ചബിളാണ്. നമുക്ക് അവർക്കൊരു മെയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സപ്പോർട്ട് ഒക്കെ തരുന്ന നല്ല ഫാക്കൽറ്റീസാണ്. പിന്നെ ഫാക്കൽറ്റീസിന്റെ കാര്യത്തിൽ നമുക്ക് TS ഉണ്ടാവുക. TS എനിക്ക് മെയിൻലി ഇവിടെ വന്നിട്ട് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയത് TSന്റെ സപ്പോർട്ടാണ്. TS എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസിന്റെ അസിസ്റ്റൻസ് അവർ നമുക്ക് ഒരുപാട് സപ്പോർട്ട് തരും. ചില സമയം നമുക്ക് പ്രൊഫസേഴ്സ് പറയുന്ന തിയറീസ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് ഈസിലി അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് ഈ TS. ഇപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ ഇപ്പോൾ ഏകദേശം 300 above സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇവനെ ഒരു 10 ഗ്രൂപ്പ് ആക്കും. ഈ 10 ഗ്രൂപ്പ് ആക്കിയിട്ട് ഓരോ ഗ്രൂപ്പ്സിലും ഓരോ TS. അപ്പോൾ ഒരു TAക്ക് ഏകദേശം ഒരു 30 സ്റ്റുഡൻസ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻഡിവിജ്വൽ സപ്പോർട്ടും. അപ്പോൾ മറ്റേതാണ് സമയത്ത് ടോട്ടലി ഒരു ക്ലാസ്സിലല്ലേ. അപ്പോൾ അന്നേരം അത്രയും കൂട്ട നമുക്ക് സാറുമായിട്ട് അങ്ങനെ അങ്ങനെ കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഇതാണ് സമയത്ത് നമുക്ക് നല്ലോണം. പിന്നെ നമുക്ക് പഠിച്ചത് കംപ്ലീറ്റ്ലി ഈ TS ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എപ്പോഴും അവരങ്ങനെ വിളിക്കും. എപ്പോഴും അവൈലബിൾ ആണ് അവർ. ഞാൻ വാട്സപ്പിൽ അതാണ് മെയിൻലി എനിക്ക് പറയാറ്. എപ്പോഴും ഞാൻ വിളിക്കും. അപ്പോൾ അവർ വന്ന് നമുക്ക് ക്ലാസ് എടുത്ത് തരും. ഏത് സ്ഥലത്ത് വേണമെങ്കിലും വന്ന് ക്ലാസ് എടുത്ത് തരും. ഏത് സമയത്തും വരും. അപ്പോൾ അത് ഭയങ്കര ഒരു മെയിൻലി എനിക്ക് ബെനിഫിറ്റ് ആയിട്ട് പറയാനുള്ളത് ഈ TSൻ്റെയാണ്. പിന്നെ നമുക്ക് ക്ലാസ് ബേസ് പറയുകയാണെങ്കിൽ നമുക്കൊരു 9 മണി മുതൽ ക്ലാസ് ഉണ്ടാവും. 9 മണി മുതൽ 5:30 വരെ ഒരു ഒറ്റയായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ 9 to 12 നമുക്ക് തിയറി ക്ലാസ്സും അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ 1 വരെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ സ്പെഷ്യൽ ക്ലാസ്സസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അത് നമുക്ക് ചിലപ്പോൾ 8 മണിക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ലാബ് അല്ലെങ്കിൽ ട്യൂട്ടോറിയൽ അങ്ങനെയാണ് ഉണ്ടാവുക. ട്യൂട്ടോറിയൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, 10 ഗ്രൂപ്പ്, അതിനെ നമ്മൾ ട്യൂട്ടോറിയൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ ഈ അക്കാഡമിക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഹോസ്റ്റലിൽ നിന്നും ഏകദേശം ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ളതുണ്ട്. പിന്നെ നിങ്ങൾ ചെക്ക് അത്ര ബുദ്ധിമുട്ടൊന്നല്ല. പക്ഷേ നമ്മുടെ ഷട്ടിൽ സർവീസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഷട്ടിൽ സർവീസ് എല്ലാ സമയത്തും അവൈലബിൾ ആണ്. ലൈക്ക് രാവിലെ ആണെങ്കിലും ക്ലാസ് തുടങ്ങുന്ന സമയത്ത്, ലഞ്ച് ബ്രേക്കിന്, ഡിന്നർ, അങ്ങനെ എല്ലാ സമയത്തും ഷട്ടിൽ സർവീസ് ഉണ്ടാവും. അപ്പോൾ അതുണ്ടാവുകൊണ്ട് നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നില്ല. പിന്നെ നമ്മളെ ഹോസ്റ്റലിലോട്ടൊക്കെ വരുവാണെങ്കിൽ ഹോസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ആനമുടി ബ്ലോക്കാണ്. എല്ലാവർക്കും DSMS സ്റ്റുഡൻസിനും അതുപോലെ MSc സ്റ്റുഡൻസിനും അലോട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ആനമുടി ബ്ലോക്കാണ്. നിങ്ങൾ കാണുന്ന വലിയൊരു ബിൽഡിംഗ് റിസർവോയറിന് സൈഡിലായിട്ട് ഒരു അന്തരീം ഇതാണ്. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് നിങ്ങൾക്ക് A and B ബ്ലോക്ക് ആയിരിക്കും അലോട്ട് ചെയ്യുന്നുണ്ടാവുക. അത് ട്രിപ്പിൾ ഒക്യുപ്പൻസി ആണ്. ആദ്യമൊക്കെ ഇവിടെ ഡബിൾ ഒക്യുപ്പൻസി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ട്രിപ്പിൾ ഒക്യുപ്പൻസി ആണ്. പക്ഷേ നിങ്ങൾക്ക് അത്ര കൺജസ്റ്റഡ് അല്ല. ഞാൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് തന്നെയാണ്. എല്ലാം ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഡബിൾ റൂം ആവുന്ന സമയത്ത് ലൈക്ക് 2 പേരാണ് സമയത്ത് റൂമിന്റെ സൈസ് കുറയും കേട്ടോ. നിങ്ങൾ സെക്കൻഡ് ഇയർ മുതൽ 2 പേരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് റൂം കുറയും. ഇപ്പോൾ ഈ ട്രിപ്പിൾ ഒക്യുപ്പൻസി ആയതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നു. എനിക്ക് ട്രിപ്പിൾ ഒക്യുപ്പൻസി നോക്കാനാണ് കുറച്ചുകൂടി താല്പര്യം. പിന്നെ ഹോസ്റ്റൽ വൈസിൽ ഇപ്പോൾ ഓരോ ഫ്ലോറിലും എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. വാഷിംഗ് മെഷീൻ ഉണ്ട്, അതുപോലെ ഫിൽറ്റർ കാര്യങ്ങൾ, ബാത്റൂമിലെ കാര്യങ്ങളും എല്ലാം ഭയങ്കര ക്ലീൻ ആയിട്ട് തന്നെ കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ്. പിന്നെ നമ്മുടെ മാറ്റർമാരാണ് മെയിൻലി പറയുന്നത്. അവർ ഭയങ്കര കമ്പനിയാണ് നമ്മളോട്. ലൈക്ക് കൂടുതൽ പേര് മലയാളീസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാവരും അധികം മലയാളീസ് തന്നെയാണ്.
അവിടെ ഉള്ളത്. അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. അതായത് നമ്മളൊക്കെ എന്തായാലും ലൈക്ക് ഫുഡിന്റെ കാര്യം അതൊക്കെ നമ്മളോട് ചോദിക്കും. ലൈക്ക് നല്ലൊരു പാരന്റൽ സപ്പോർട്ട് തരുന്ന പോലെയാണ് അവർ എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ നമ്മൾ അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ചീഫ് വാർഡൻ ഉണ്ടാവും. ചീഫ് വാർഡൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രൊഫസർ ആരെങ്കിലും ആയിരിക്കും. അവരും ഇതുപോലെ നമുക്ക് ഇടക്കിടക്ക് വിസിറ്റ് ചെയ്യാൻ വരും. അപ്പൊ അവരോട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാം. അവർ ഭയങ്കര സപ്പോർട്ടീവ് തന്നെയാണ്. പിന്നെ നമ്മുടെ മെസ്സിന്റെ കാര്യം. മെസ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഈസിലി റീച്ചബിൾ ആട്ടോ. നമ്മൾ ഈ ആനമുടി ഏത് ബ്ലോക്കിൽ നിന്നാണെങ്കിലും കണക്ഷൻസ് ഉണ്ട് നമുക്ക്. വണ്ടിക്ക് കണക്കിനാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണ്. 3 CDH ആണുള്ളത്. CDH എന്ന് പറയുമ്പോൾ സെൻട്രൽ ഡൈനിങ് ഹാള്. അതിൽ 1, 2 നമുക്ക് മിക്കവാറും ഫുഡ് ഉണ്ടാവുക. അതേ ഈ ഹോസ്റ്റലുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്തായിരിക്കും മിക്കവാറും ഫുഡ് ഉണ്ടാവുക. അത് ഫുഡ് ബേസ് പറയുകയാണെങ്കിൽ ഭയങ്കര ക്വാളിറ്റി ഉള്ള ഫുഡാണ്. ഇതുവരെ ഞാൻ ഒരു ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതുവരെ ആയിട്ട് കംപ്ലയിൻസോ എന്തെങ്കിലും ഓരോ ഹോസ്പിറ്റൽ കേസ് ഒന്നും കേട്ടിട്ടില്ല. അടിപൊളി ഫുഡാണ്. പിന്നെ നിങ്ങൾക്കറിയാം മെസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം എനിക്ക് തോന്നുന്നു 17K എടുത്ത് വരും. മെസ് ഫീ എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് സെമ്മിന് ഒരു സെമസ്റ്ററിലേക്ക് ഒരു സെമ്മിലുണ്ട്. ഫസ്റ്റ് സെമ്മ് 3 months ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് 12K ആയിരുന്നു. സെക്കൻഡ് സെമ്മ് 4 months ഉണ്ടായതുകൊണ്ട് തന്നെ ഏകദേശം 17K വരും. അപ്പോൾ പക്ഷെ അത് നല്ല എനിക്ക് തോന്നുന്നു അതാണ് നല്ലത്. പ്രീപെയ്ഡ് ആയിട്ടുള്ളതാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. രാവിലെയും ആണെങ്കിലും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഉച്ചക്കാണെങ്കിലും രാത്രിയിലും നമുക്ക്. പിന്നെ നോർത്ത് ഇന്ത്യൻസും അതുപോലെ സൗത്ത് ഇന്ത്യനും 2 ടൈപ്പ് ഓഫ് ഫുഡ്സും ഉണ്ടാവും. പിന്നെ അവിടുത്തെ ആൾക്കാരാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അവന് അവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നമ്മൾ ഭയങ്കര നമ്മൾ നന്നായിട്ട് നമ്മൾ സംസാരിക്കും. ലൈക്ക് ഒരു ഫ്രണ്ട്ലി ഒരു ഇതിലാണ് അവരാണെങ്കിലും. പിന്നെ എന്തുവാണ് നമ്മുടെ സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ പറയാം. സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് വോളിബോൾ കോർട്ട് ഉണ്ട്. അതുപോലെ കൊക്കോ, ബാസ്കറ്റ് ബോൾ, പിന്നെന്തുവാ ടേബിൾ ടെന്നീസ് ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും ഓരോ കോഴ്സ് ഉണ്ട്. പിന്നെ ഫുട്ബോളിൻ്റെ ഉണ്ട്. ഫുട്ബോളിന് ഒരു മെയിൻ ഗ്രൗണ്ട് നമുക്ക് കത്തിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അത് കുറച്ച് ദൂരെ ആണെങ്കിലും പക്ഷെ നമ്മൾ കളിക്കാൻ കൊണ്ട് പോകും അങ്ങോട്ട്. പിന്നെ എന്തുവാന്ന് വെച്ചാൽ ഇൻഡോർ ഗെയിംസ് കുറേ ഉണ്ട് കേട്ടോ. ബാഡ്മിന്റൺ, അതുപോലെ ടേബിൾ ടെന്നീസ്, കാരംസ് അങ്ങനെയൊക്കെ ആയിട്ട് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇതൊക്കെ വരുന്നത്. പിന്നെ ജിമ്മും ഉണ്ട്. എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്കൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം മുതൽ തുടങ്ങിയ ഒരു സംഭവമാണ് PE 1 എന്ന് പറഞ്ഞിട്ടൊരു ഒരു സബ്ജക്റ്റ് ഉണ്ട്. അത് നമ്മൾ കമ്പൽസറി ആയിട്ട് പാസ്സാവണം. അതിലാവുമ്പോഴത്തേക്കും എന്തുവാ ഇത് സ്പോർട്സ് എടുക്കും. നമ്മൾ ഏതെങ്കിലും ഒരു സ്പോർട്ട് എടുക്കണം. അത് നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം. പക്ഷെ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നമ്മളതിൽ സെലക്ഷൻ ഉണ്ടാവും. ബാഡ്മിന്റനെ കാണുന്ന സമയത്ത് ആ സമയത്ത് ഞങ്ങൾക്കൊന്നും കിട്ടിയായിരുന്നില്ല. ഇതിലേക്ക് സെലക്ഷൻ വന്നിട്ട് അങ്ങനെ ഇത്ര പേർക്ക് സീറ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്നാലും ലാസ്റ്റ് ആകുമ്പോൾ ഈ 320 സ്റ്റുഡൻസിനും ഏതെങ്കിലും ഒരു സ്പോർട്സ് കിട്ടും. എനിക്ക് വോളിബോൾ ആയിരുന്നു. അങ്ങനെ എന്നിട്ട് നമുക്ക് വീക്കിലി ഓരോ ദിവസം അതിന് ക്ലാസ് ഉണ്ടാവും. വീക്കിലി ഒരു ദിവസം ഒരു 2 hours സെഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ ഒരു 2 hours സെഷൻ വേറെ ഈ സൺഡേ ലൈക്ക് വീക്കെൻഡ്സിൽ നമുക്ക് ഒരു ദിവസം ഇതുപോലെ ഈ എന്താ പറയുക എക്സസൈസൊക്കെ ആയിട്ട് ജോക്കിങ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. ഇത് രണ്ടും നമുക്ക് കമ്പൽസറി ആട്ടോ. ഇത് നമ്മൾ അറ്റൻഡൻസ് ഇതിന് ഉണ്ടാവും. അപ്പോൾ അറ്റൻഡൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ പാസ്സായോ ഇല്ലേന്ന് ഉണ്ടാവുക. അത് നമുക്ക് ലാസ്റ്റ് നമ്മുടെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് റിപ്പോർട്ട് കാർഡിൽ ഉണ്ടാവും ഈ ഒരു സബ്ജക്റ്റ്. പിന്നെ അതുപോലെ ഒരു PE 1B എന്ന് പറഞ്ഞിട്ട് വേറൊരു സബ്ജക്റ്റ് ഉണ്ട്. ഇതൊന്നും എനിക്ക് വേറെ ICSൽ ഉണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ കഴിഞ്ഞ വർഷമാണ് ഇതൊക്കെ വന്നത് കേട്ടോ. അപ്പൊ അതാകുമ്പോഴത്തേക്കും നമ്മൾ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി ഇപ്പൊ ഇവിടെ ആ സമയത്ത് വലിയ ഇവന്റ്സ് ഒക്കെ ഉണ്ടാവില്ല. അൻവേഷ, ഐഷ്യ, പിന്നെ അതുപോലെ മെസ് കമ്മിറ്റി വളണ്ടിയാവ അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അതിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ പാസ്സാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പൊ ഇതും ഒരു കമ്പൽസറി കോഴ്സ് തന്നെയാണ്. അങ്ങനെയാണ് അത് വരുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ സ്പോർട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ നല്ല കോച്ചുമാരുണ്ടാവും കേട്ടോ. നല്ല രീതിക്ക് നമ്മളെ കോച്ച് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്കൊരു IASM അറിയാലോ, ഇന്ററൈസർ സ്പോർട്സ് മീറ്റ് അതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ സ്പോർട്സിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ ഹെൽത്തിന്റെ ഫെസിലിറ്റീസ് പറയുകയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് സെന്റർ ഉണ്ട്. കുറച്ച് ക്യാമ്പസിന് ഹോസ്റ്റലിന് കുറച്ച് ദൂരെ ആണെങ്കിലും പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഉണ്ട്. അവിടെ 2 ഡോക്ടേഴ്സ് ആണുള്ളത്. അതായത് ഷിഫ്റ്റാണ്. ഒരു ദിവസം ഒരു ഡോക്ടർ ആണെങ്കിൽ ആ രീതിക്ക് നേഴ്സുമാരും എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ഒരു ഗൈനക്കോളജിസ്റ്റ് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു മന്ത്ലിയാണ് വിസിറ്റ് ചെയ്യാറെന്ന് തോന്നുന്നു ഉണ്ടാവാറുണ്ട്. പിന്നെ സൈക്കോളജിസ്റ്റ് നമ്മളെ ക്യാമ്പസിലുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യം 2 ഫസ്റ്റ് എയ്ഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് ഹോസ്റ്റലിൽ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ആംബുലൻസ് ഒരു ആംബുലൻസ് ആണ് ഐസറിലുള്ളത്. നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മെത്തൻസിനെ അറിയിച്ചാൽ അവർ കൊണ്ടുപോകാറുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സും ഇതുപോലെ ഈ ഹെൽത്ത് സെന്ററിനും ഡയറക്റ്റ് മുന്നിലായിരുന്നു. അത് കുറച്ച് ദൂരെയാണ്. അതെനിക്ക് ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം വെച്ചാൽ ഷോപ്പിംഗ് കോംപ്ലക്സ് കുറച്ച് ദൂരെയാണ്. ഹോസ്റ്റലിന് ഈസിലി റീച്ചബിൾ അല്ല. അത്യാവശ്യം നന്നായി നടക്കുക 20-25 മിനിറ്റ് ഒക്കെ നടക്കേണ്ടി വരും. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഷോപ്സ് ഒന്നുമില്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ഒരു ചെറിയൊരു സ്റ്റോർ ഉണ്ട്. ആ സ്റ്റോറിലാകുമ്പോഴത്തേക്കും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. പിന്നെ ബ്യൂട്ടി പാർലർ ഉണ്ട്. പിന്നെ ഒരു ടൈലറിംഗ് ഷോപ്പ് ഉണ്ട്. അതാണ് അവിടെ ഉള്ളത്. പിന്നെ നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാനുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഐക്കഫെ ഉണ്ടോ, ജേക്കഫെ ഉണ്ട്. അത് 2 സ്റ്റുഡൻസ് രണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മെസ് കമ്പിക്കിനെ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഫുഡ്, ഇതേറെ ഒരു പ്രശ്നമില്ലാത്ത അടിപൊളി ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഐക്കഫെ, ജേക്കഫെ. പിന്നെ നമുക്ക് ടേസ്റ്റി കേക്കുകളുണ്ട്, റെഡ് കഫേ അങ്ങനെ പറഞ്ഞ് വേറെ പുറത്ത് കുറേയുണ്ട്. അവിടെ സമയത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള ലൈക്ക് ഷവർമ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടും. അത് ഇതുവരെ പ്രൊമോഷൻ ഒന്നും കേട്ടിട്ടില്ല. നല്ല രീതിക്ക് തന്നെ എല്ലാ സമയത്തും റൺ ചെയ്യുന്ന സംഭവങ്ങളാണ്. പിന്നെ നമ്മൾ ഇവിടെ മെയിൻ ഇവന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ ഇഷിയ, അന്വേഷ എന്ന് പറയുമ്പോൾ സയൻസ് എക്സിബിഷൻ ആണ്.
ഇവിടെ ഐസറിൽ വരുമ്പോഴത്തേക്കും ട്രിവാൻഡ്രത്ത് നമ്മൾ പറയുമ്പോഴത്തേക്കും ഏറ്റവും വലിയ ഇവന്റ്സിൽ പെട്ടതാണ് ഈ അന്വേഷ സയൻസ്. കുറേ കുട്ടികൾ വരും, നമ്മളെ പുറത്തുനിന്നുള്ള കോളേജസിൽ നിന്ന് സാറുമാർ കുറേ പേര് വരും. അതൊരു വലിയൊരു ഇവന്റാണ്. ഏകദേശം ഒരു 3 ദിവസമൊക്കെ നമുക്ക് ഫ്രീ ആയിരിക്കും അന്ന്. കുറേ പേര് വരും, കുറേ പേര് വളണ്ടിയറായി നിൽക്കും. നല്ല രസമുള്ളൊരു പരിപാടിയാണ്. നിങ്ങൾ എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിൽ നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഏകദേശം ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിലേ ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇഷ്യ എന്ന് പറയുമ്പോഴത്തേക്കും കൾച്ചറൽ ഫെസ്റ്റ് ആണ്. അതിൽ ഇതുപോലെ അടിപൊളിയാണ്. കുറേ ഡാൻസ് പരിപാടികൾ, പുറത്തുനിന്നും കുറേ ആൾക്കാർ വരും. അതും ഒരു വലിയൊരു ഇവന്റ് ആണ് കേട്ടോ. പുറത്തുനിന്ന് കുറേ സ്പോൺസേഴ്സ് വരും. അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഇഷ്യ എന്ന് പറഞ്ഞൊരു വെല്ലുവിളി. ഇതാണ് മെയിൻലി ഇവന്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സീനിയേഴ്സിനെ കുറിച്ച് പറയുന്നത് സീനിയേഴ്സ് ഒക്കെ നല്ല സപ്പോർട്ടീവാണ്. ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. പിന്നെ റാഗിംഗ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എൻ്റെ അറിവിൽ ഞാൻ വേറെ ആരും റാഗ് ചെയ്തതായിട്ടും കേട്ടിട്ടില്ല. നമ്മളും അങ്ങനെ ആയിട്ടുമില്ല. അപ്പൊ ഞങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്കും. അപ്പൊ പിന്നെ സീനിയേഴ്സിനോട് നമ്മളെപ്പോഴും ഈസിലി റീച്ചബിൾ ആട്ടോ. അവരോട് എന്ത് ചോദിച്ചാലും ലൈക്ക് അവരൊരു സിസ്റ്റേഴ്സിനെ പോലെ കാണാറുണ്ട്. ഇതുവരെ ഞാൻ അപ്രോച്ച് ചെയ്തവരെല്ലാവരും. അങ്ങനെ സീനിയേഴ്സ് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 1 ഇയർ ഇവിടെ പഠിച്ചല്ലോ. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. അത്യാവശ്യം നല്ല സ്കോർ തന്നെ ഫസ്റ്റ് ഇയറിൽ വാങ്ങാൻ പറ്റി, കുഴപ്പമില്ലാത്ത രീതിയിൽ. ഇപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഈ അക്കാഡമിക്സിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും സെക്കൻഡ് ഇയറിലാട്ടോ പ്രീ മേജർ വരിക. അത് നിങ്ങൾക്ക് അറിയാൻ അറിയില്ല. ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ്, സെക്കൻഡ് ഇയറിൽ പ്രീ മേജർ. സെക്കൻഡ് ഇയർ പ്രീ മേജർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 3 സബ്ജക്ട്സ് എടുക്കാം. പിന്നെ അതിനുശേഷം തേർഡ് ഇയറിലാണ് നമുക്ക് മേജർ എടുക്കാൻ പറ്റുക. പിന്നെ ഇതിൽ ഞാൻ ഒരു കാര്യം വിട്ടുപോയത്, നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമുക്കുള്ള കോഴ്സസിനെ കുറിച്ച് പറയാം. ലൈക്ക് 10 സബ്ജക്ട്സ് ആണ് ഉണ്ടാവുക. അതിൽ 6 എണ്ണം തിയറി, 4 ലാബ്. അതിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് അത് നിങ്ങൾക്ക് അറിയണം. പിന്നെ IDC പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. IDC എന്ന് പറയുമ്പോഴത്തേക്കും ഇന്റർ ഡിസിപ്ലിനറി കോഴ്സാണ്. അതിലെന്താണെന്ന് വെച്ചാൽ ലൈക്ക് ഈ ഫിസിക്സിനെയും മാത്സിനെയും ഹെൽപ്പ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ടൂൾസ് ഉണ്ടാവില്ല. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. ഇന്റഗ്രേഷൻ അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ് അതിൽ വരാറുള്ളത്. പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല രീതിക്ക് സാറുമാരൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു സബ്ജക്ട് ഉണ്ടാവും. പിന്നെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ആ ഒരു കോഴ്സിൽ. ലൈക്ക് പിന്നെ ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ നമുക്ക് കുറേ പഠിപ്പിക്കും അങ്ങനെ. പിന്നെ IDC ലാബ് ഉണ്ടാവും. IDC ലാബ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമുക്ക് ഫുൾ കോഡിങ്, ഈ ലൈക്ക് C++ ഒക്കെ പോലെയുള്ള കോഡിങ് സബ്ജക്ട്സാണ് പഠിപ്പിക്കുക. പിന്നെ ഒരു മെയിൻ തിങ് ഐസറിൽ ട്രിവാൻഡ്രത്ത് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു സംഭവമാണ് ഇംഗ്ലീഷ് പ്രൈമർ, അതുപോലെ മാത്സ് പ്രൈമർ എന്ന് പറഞ്ഞിട്ട് 2 സെഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ മാത്സ് പ്രൈമർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുറേ സ്റ്റുഡൻസ് ഈ PCB പഠിച്ച് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പം അന്നേരം അവർക്ക് മാത്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ ആവുന്ന സമയത്ത് കുറേ സബ്ജക്ട്സ് ഉണ്ടല്ലോ, ഫിസിക്സ്, മാത്സ്, IDC ഒക്കെ പഠിക്കണമല്ലോ. അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആവാതിരിക്കാൻ അവർക്ക് നല്ല ഒരു ബേസ് കൊടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു നല്ല രീതിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്സ് പ്രൈമർ പറഞ്ഞിട്ട് വേറെ. അതെല്ലാവരും അറ്റൻഡ് ചെയ്യണമെന്നില്ല. ആവശ്യമുള്ള കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്ത് അറ്റൻഡ് ചെയ്യുക. അത് ക്രെഡിറ്റ് കോഴ്സാണ്. നമുക്ക് അത് അറ്റൻഡ് ചെയ്താൽ മതി, ക്രെഡിറ്റ്സ് കിട്ടും. പിന്നെ അതുപോലെ ഇംഗ്ലീഷ് പ്രൈമർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കൊക്കെയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇംഗ്ലീഷിലാകുമ്പോഴത്തേക്കും. ആദ്യം തന്നെ എല്ലാവരും ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതുവരെ ഇത് ഫസ്റ്റ് ടൈമിൽ മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ ഈ പ്രൈമർ ക്ലാസ്സിൽ. അത് നമുക്ക് വീക്കിലി ഉണ്ടാവാറുണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഒരു കാര്യമാണ്. എനിക്കറിയില്ല വേറെ ഐസത്തിലുണ്ടോ എന്നുള്ളത്. അതും അങ്ങനെ ടോട്ടലി ഞാൻ പറയുകയാണെങ്കിൽ ഐസർ അടിപൊളിയാണ്. ട്രിവാൻഡ്രത്ത് വരികയാണെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആകും. നിങ്ങൾ എല്ലാം നോക്കിക്കൊണ്ട് ലൈക്ക് എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ട് ബാക്കി സിസ്റ്റം കമ്പയർ ചെയ്തുകൊണ്ട് പ്രിഫറൻസോട്ടൊക്കെ കൊടുത്ത് അത്ര എനിക്ക് പറയാനാണ്. ഓക്കെ. അപ്പം ഈസാനെ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം ചൂസ് ചെയ്തത് എന്നുള്ളതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഞാൻ തിരുവനന്തപുരം ചൂസ് ചെയ്യാൻ കാരണം മെയിൻലി അത് കേരളത്തിലാണ്. അതൊരു മെയിൻ ആണ്. എൻ്റെ വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്. പുറത്തോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് ലാംഗ്വേജ് ബാരിയർ ആദ്യം നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ പുറത്ത് പോയി കഴിഞ്ഞാൽ ലൈക്ക് ഞാനൊരു ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച ആൾ തന്നെ ആയതുകൊണ്ട് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന്, പക്ഷെ അത് വെറും പൊട്ടത്തരായിരുന്നു. ലൈക്ക് ഒരു 1 മന്ത് ഒക്കെ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ എല്ലാവരോടും കമ്പനി ആകും. ലൈക്ക് പുറത്തുനിന്ന കുട്ടികളാണെങ്കിലും നമ്മൾ സംസാരിച്ച് തുടങ്ങും. പിന്നെ നമ്മളെ പാർട്ട്നേഴ്സൊക്കെ വേറെ നാട്ടിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ട്രിവാൻഡ്രത്ത് വന്നാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ചിലപ്പോൾ റൂംമേറ്റ്സ് ഒക്കെ പല സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ ചൂസ് ചെയ്തുകൊണ്ട് ട്രിവാൻഡ്രത്ത് ചൂസ് ചെയ്തിട്ട് ഞാൻ പറയില്ല. അതൊന്നും കമ്മ്യൂണിക്കേഷൻ വരെ നമുക്ക് 1 മന്ത് കൊണ്ടൊക്കെ പെട്ടെന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഞാൻ അതാണ് ചൂസ് ചെയ്തത്. പക്ഷെ എനിക്ക് ഒരു പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അടിപൊളിയാണ് നമ്മൾ ഐസർ. ഓക്കെ. താങ്ക് യു സോ മച്ച്. സോ ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. ഐസർ ബർഹംപൂരിൽ നിന്നും അഫ്നാസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അഫ്നാസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. യെസ്, അഫ്നാസ് വേറൊരു പേരിലാണ് വന്നിട്ടുള്ളത്. പ്ലീസ് ഡോണ്ട് മൈൻഡ് ഇറ്റ്. അഫ്നാസ് ഐസർ ബർഹംപൂരിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയോ? മൈസെൽഫ് അഫ്നാസ്. ഞാൻ ഐസർ ബർഹംപൂരിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ സെക്കൻഡ് ഇയറിലേക്ക് പ്രൊമോട്ടായി. ഐസർ ബർഹംപൂരിനെ പറ്റി പറയാനാണെങ്കിൽ സ്വന്തമായിട്ട് പ്രൈവറ്റ് ബീച്ചിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഐസറാണ് ഐസർ ബർഹംപൂർ. പ്രൈവറ്റ് ബീച്ച് ഉണ്ട് നമുക്ക്.
എന്ന് പറയാനാണെങ്കിൽ നമ്മളൊരു ന്യൂ ഐസർ ആയതുകൊണ്ടുള്ള ചില കാര്യങ്ങളുണ്ട്. കൺസ്ട്രക്ഷൻ വർക്കിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇപ്പോൾ ചെറിയ ചെറിയ ഫെസിലിറ്റീസ് അണ്ടർ കൺസ്ട്രക്ഷനേ ഉള്ളൂ. നമുക്കിപ്പോൾ 2 ക്യാമ്പസ് വരുന്നുണ്ട്. ഒരെണ്ണം ലോഡി ക്യാമ്പിൽ പെർമനൻറ്റ് ക്യാമ്പസും പിന്നെ ബെറംപൂർ ട്രാൻസിറ്റ് ക്യാമ്പസും ഉണ്ട്. ട്രാൻസിറ്റ് ക്യാമ്പസിൽ ഇപ്പോൾ ലാബാണ് വർക്ക് ചെയ്യുന്നത്. ആ ലാബൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ ഈ സെമ്മോടുകൂടെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അക്കാഡമിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ചലഞ്ചിങ് ആണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് തൊട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ സിറ്റിയിൽ നിന്നൊക്കെ കുറച്ച് ദൂരോട്ടാണ്. നമ്മൾ കുറച്ച് ഐസൊലേറ്റഡ് ഏരിയ ആണ്, കോസ്റ്റൽ ഏരിയ. പുറത്തോട്ട് പോകാനാണെങ്കിൽ ഷട്ടിൽ ബസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യ സമയം ഉണ്ടാവും ഷട്ടിൽ ബസ് സിറ്റി ആക്സസ് ചെയ്യാൻ. പിന്നെ അത്യാവശ്യം നല്ലൊരു ഐസറാണ്. നമ്മുടെ മല്ലൂസ് അവിടെ മെജോറിറ്റി അവിടെ അതാ മലയാളം കമ്മ്യൂണിറ്റി ഒക്കെ എങ്ങനെയാ പോകുന്നേ? മലയാളികളൊക്കെ ഉണ്ടോ? അത്യാവശ്യം സ്ട്രോങ് ആയിട്ടൊരു കമ്മ്യൂണിറ്റിയാണ്. തേർഡ് മേജർ കമ്മ്യൂണിറ്റിയാണ്. പിന്നെ നമ്മൾ ഇയറിൽ കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഈ ഇയറിൽ കൂടുതൽ കുട്ടികൾ വരുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പൊതുവെ ഈ ഐസറുകളിൽ പ്രിഫറൻസിൽ വരുന്ന സമയത്ത് ബർഹംപൂര് ലാസ്റ്റിൽ ഫില്ലാവുന്നതായിട്ട് എല്ലാ വർഷവും കാണാറുണ്ട്. അങ്ങനെ ഒരു പല ആൾക്കാർക്കും ഇപ്പം എന്താ പറയാ, ബർഹംപൂരാണോ എടുക്കാൻ നല്ലത് അതോ വേറെ ഏതെങ്കിലും കോഴ്സ് എടുക്കാനാണോ നല്ലതെന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്താ അതിന്റെ ഒരു അവിടെ പഠിച്ച ഒരാളെന്നുള്ള രീതിയിൽ റിയാലിറ്റി? ഞാനിവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ എനിക്കും ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അത്ര കുഴപ്പമുള്ള കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് ഒരു ന്യൂ ഐസറായതിൻ്റെ ചെറിയ ഡ്രോബാക്സ് ഉണ്ട്. പക്ഷേ ഇവിടെ ഉള്ള ഫെസിലിറ്റീസൊക്കെ ബ്രാൻഡ് ന്യൂ ആണ്. ഏറ്റവും നല്ല ഹോസ്റ്റൽസാണ് നമുക്കുള്ളത്. പിന്നെ ലെക്ചർ ഹാൾസ് ആയാലും അക്കാഡമിക് ബ്ലോക്ക് ആയാലും എല്ലാം ടോപ്പ് നോച്ച് സാധനങ്ങളാണ് നമുക്കുള്ളത്. പിന്നെ നമുക്ക് സിന്തറ്റിക് ട്രാക്ക് ഉണ്ട്, ഫുട്ബോൾ ട്രാക്ക് ഉണ്ട്, ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്. എല്ലാം പുതിയത്. ഒരു ഇൻഡോർ സ്റ്റേഡിയം അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. ഈ ഒരു ഇയറോടുകൂടി അത് കംപ്ലീറ്റ് ആവും. അതും കൂടെ സ്പോർട്സൊക്കെ നൈസ് ആവും. പിന്നെ അതായത് ഈ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആയിട്ടുള്ള ചെറിയ കുറച്ച് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ബിൽഡിങ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്നുള്ളൊരു പ്രോബ്ലം മാത്രമാണ്. ഓൾമോസ്റ്റ് അക്കാഡമിക് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ 2016 ഞാൻ തിരുവനന്തപുരത്ത് ജോയിൻ ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരു 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 ടെമ്പററി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ഉണ്ടായിരുന്നു. പെർമനന്റ് ക്യാമ്പസിലേക്ക് വളരെ കുറച്ച്, ഞങ്ങൾ 2 ബാച്ചസ് മാത്രമേ മാറ്റിയിട്ടുള്ളായിരുന്നു. ഹോസ്റ്റൽസ് എല്ലാം അണ്ടർ കൺസ്ട്രക്ഷനിലായിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം അത് സമയം എടുത്തിട്ട് തന്നെയാണ് ഇന്ന് കാണുന്ന തിരുവനന്തപുരം ആയത്. എനിക്ക് തോന്നുന്നു 2020 കൂടിയൊക്കെ ആയത്. അപ്പൊ ആ ഒരു അണ്ടർ കൺസ്ട്രക്ഷനിലാണ് എന്നുള്ളൊരു പ്രശ്നം മാറ്റി നിർത്തിയാല് ഐസർ ബർഹംപൂർ ബാക്കി എങ്ങനെയാണ് അവിടെ? അതൊരു അടിപൊളിയാണ്. academic അടിപൊളി. നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട്. ആ ഒരു പ്രശ്നമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ അത്യാവശ്യം ഐസർ ബർഹംപൂരിലേക്ക് വരുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ഇതിനി കുറെ ആൾക്കാർ കാണും. അപ്പൊ അവരോടൊക്കെ എന്താ ഷെയർ ചെയ്യാനുള്ളത്? നിങ്ങൾക്ക് റിസർച്ചിൽ ഇൻട്രസ്റ്റ് ഉണ്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലെഗസി ബിൽഡ് ചെയ്യുന്നതിൽ പാർട്ടാവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐസർ ബർഹംപൂർ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ. സോ എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ് അല്ലേ? അതെ. ഓക്കെ. സോ യെസ്, താങ്ക് യു. അപ്പൊ ഇനി ആർക്കെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് Q&A സെഷനിൽ അഫ്നാസിനോട് ചോദിക്കും. സോ നമുക്ക് നെക്സ്റ്റ് ആളിലേക്ക് പോവാം. എഗെയിൻ കൊൽക്കത്തയിൽ നിന്ന് നമുക്ക് നേരത്തെ റുക്സാന ജോയിൻ ചെയ്തു. മൈക്കിന്റെ ഇഷ്യൂ കാരണം സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റിയില്ല. സോ റുക്സാന, ഐ തിങ്ക് ഇപ്പൊ ക്ലിയർ ആണെന്നാണ്. യെസ്, നമുക്ക് കേൾക്കാൻ പറ്റും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ ഇപ്പൊ? ഇവിടെ ഇപ്പൊ നല്ല മഴയാണ്. സോ അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, ലൈക്ക് ഇന്റർനെറ്റ്. ഓക്കെ. സോ ഞാൻ റുക്സാന. ഞാനിപ്പോ സാറ് പറഞ്ഞ പോലെ ഒരു 4th ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഒരു കെമിസ്ട്രി മേജറാണ് ഐസർ കൊൽക്കത്തയില്. ആൻഡ് യെസ്, ഫസ്റ്റ് എന്തുകൊണ്ടാണ് ഐസർ കൊൽക്കത്ത ചൂസ് ചെയ്തതെന്ന് പറയാം. ഐസർ കൊൽക്കത്ത ഒബ്വിയസ്ലി എല്ലാവരും ഇടുന്ന പോലെ ഒരു സാധാ കൺവെൻഷണൽ രീതിയിലാണ് ഞാൻ എൻ്റെ ഒരു ഇത് കൊടുത്തത്. ആദ്യം നമ്മൾ ഐസർ പൂനെ കൊടുക്കും, പിന്നെ കൊൽക്കത്ത കൊടുക്കും, പിന്നെ മൊഹാലി, അങ്ങനെയുള്ളൊരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ഇട്ടത്. സോ അങ്ങനെ എനിക്ക് ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. മാക്സിമം ലൈക്ക് എല്ലാപ്പോഴും ഞാൻ ഇങ്ങനെ
ഫ്ലോട്ട് ചെയ്തിട്ടു. ഫ്ലോട്ടും ഫ്രീസും ഓപ്ഷൻ ഉണ്ട്. സോ എല്ലാതും ഞാൻ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടു. അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഓട്ടോ പീസ് ആയപ്പോഴാണ് ഞാൻ ഐസ കൊൽക്കത്തയ്ക്ക് വന്നേ. ആ ഓട്ടോ പീസ് ആയതാ ഞാൻ ചൂസ്. ഞാൻ എന്തെങ്കിലും കിട്ടട്ടെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അങ്ങനെ ഒരു ഇതുപോലെ വന്നതാ. സോ ഐസൽ കൊൽക്കത്ത പേരിൽ കൊൽക്കത്ത ഉണ്ടെങ്കിലും കൊൽക്കത്തയിലെ അല്ല. കൊൽക്കത്തയിൽ നിന്ന് ഒരു 3 മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഐ മീൻ എയർപോർട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെങ്കിലും 3 മണിക്കൂറോളം, എയർപോർട്ടിൽ നിന്നാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ എടുക്കും. റെയിൽവേ സ്റ്റേഷൻ ത്രൂ ട്രെയിൻ വരികയാണെങ്കിൽ ഒരു 3 അവർ എടുത്തിട്ടാണ് ക്യാമ്പസ് കുറച്ച് ഉള്ളിലോട്ടാണ്. ബാക്കിയുള്ള ക്യാമ്പസ് പോലെ തന്നെ കുറച്ച് ഉള്ളിലോട്ടുള്ള ക്യാമ്പസാ. പക്ഷെ ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് കുറെ ഫർദർ മുന്നോട്ട് പോകുന്തോറും ഇവിടെ കുറച്ചും കൂടി ഈ ഒരു ഏരിയ ഡെവലപ്പായി വരും. വൺ ഓഫ് ദ മെയിൻ റീസൺ ഫോർ ദാറ്റ് ഈസ് എയിംസ് കല്യാണി ഉണ്ട്. സോ എയിംസ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അത് ഞങ്ങളെ നേരെ ഓപ്പോസിറ്റാണ്. അതേപോലെ തന്നെ അതുകൊണ്ട് ഈ ഒരു ഒരു സോൾജേഴ്സ് മോസ്റ്റ്ലി ക്യാമ്പസിന് പുറത്തിറങ്ങിയാലേ ഐസർ കൊൽക്കത്തയിൽ നിന്ന് മാത്രമല്ല എയിംസ് എന്നുള്ള മല്ലൂസും അതിന് തൊട്ടടുത്തു നിന്നുള്ള മല്ലൂസും പിന്നെ ഇവിടെ പട്ടാളത്തിന്റെ ഒരു ക്യാമ്പ് ചെറിയ ഉണ്ട്, ഒരു BSF ക്യാമ്പ് ഉണ്ട്, അവിടെ നിന്നുള്ള മല്ലൂസ്. അങ്ങനെ ഓവറോൾ കുറച്ച് ഉള്ളിക്കാണെങ്കിലും എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ബിക്കോസ് ഓഫ് ഈ ഒരു കോളേജസും ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഏരിയയിലുള്ളതുകൊണ്ട്. സോ ലൊക്കേഷൻ വൈസ് ഈ ഒരു പ്രശ്നമുള്ളൂ. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് പുറത്തിറങ്ങണം, ലൈക്ക് ആക്ച്വൽ കൊൽക്കത്തയ്ക്ക് പോകണം, അല്ലെങ്കിൽ നാട്ടിൽ പോകാൻ എയർപോർട്ടിൽ പോകണം, അല്ലെങ്കിൽ നാട്ടിൽ പോകാനുള്ള മെയിൻ ഹൗറ റെയിൽ ഇന്റർ സ്റ്റേറ്റ് ട്രാവലിംഗ് ഒക്കെ യൂസ് ചെയ്യുക. അവിടേക്ക് പോകുമ്പോൾ കുറച്ച് സമയം എടുക്കും. കുറച്ച് ട്രാവലിംഗ് എക്സ്പെൻസ് അറ്റ് ദ ടൈം വരുമ്പോൾ ഭയങ്കര കുറവാണ്. ഇപ്പൊ എനിക്ക് ഇവിടുന്ന് കൊൽക്കത്തയ്ക്ക് ആകെ 15 രൂപയെ വരുള്ളൂ ഫോർ ദാറ്റ് 3 hour ട്രാവൽ. പിന്നെ നിങ്ങൾ ചിലർക്കറിയായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും ആദ്യം മെട്രോ വന്ന സ്ഥലം കൊൽക്കത്തയാണ്. സോ ഇവിടെ ഫുൾ ലൈക്ക് മെട്രോ നല്ല അവൈലബിൾ ആണ്, ട്രെയിനും എല്ലാം ചെലവ് കുറഞ്ഞ് ജീവിക്കാൻ പറ്റിയ വേറെ സ്ഥലമല്ല, ഭയങ്കര ചെലവ് കുറവാണ്. അങ്ങനെ ക്യാമ്പസിലും അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ക്യാമ്പസിനെ കുറിച്ച് പറയാം. സോ ക്യാമ്പസ് എന്ന് പറയുന്നത് ഫീ എനിക്കറിയില്ല, ഓരോ ബാച്ച് തോറും കുറച്ചായിട്ട് ഫീ എക്സ്ട്രാ കൂട്ടി വരണ്ടെന്ന് എനിക്ക് തോന്നണേ. എനിവേ ഇതിൽ പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഫീൽ മെസ് ഇൻക്ലൂഡ് ആവില്ല, ബാക്കിയെല്ലാം കവറപ്പ് ചെയ്യും. സോ മെസ് എന്ന് പറയുന്ന ഫീൽ മെസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഫീ പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അതെന്ന് പറഞ്ഞാൽ മെസ്സിൽ കഴിക്കുന്ന ഭക്ഷണം സ്റ്റുഡൻസിന് മാത്രം എമൗണ്ട് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ മെസ്സിൽ എങ്ങനെ പിന്നെ സിസ്റ്റം എന്ന് ചോദിച്ചാൽ മെസ്സിൽ നമുക്ക് ഇതിപ്പോൾ എൻ്റെ ID കാർഡാണ്. ഈ ID കാർഡിൽ ഒരു QR കോഡ് ഇല്ലേ? സോ ദിസ് QR കോഡ് ഈസ് യൂസ് ടു സ്കാൻ എ മെനു ഇൻ മെസ്. അപ്പോൾ ഇതൊന്ന് ആക്ച്വലി പറഞ്ഞാൽ ചെറിയൊരു ATM കാർഡ് പോലെ എങ്ങനെ പറയാം, ഈ കാർഡിലോട്ട് എനിക്ക് റീചാർജ് ചെയ്യാൻ പറ്റും മിനിമം 500 rupees. സോ മിനിമം ഞാനിപ്പോൾ 500 അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാം, 2000 3000 നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ മിനിമം 500 വെച്ച് നിങ്ങൾക്ക് ഇതാക്കാം. മെസ്സിൽ പോവും, നിങ്ങളത് സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് അന്ന് ആ മെസ്സിൽ മെനു വരും. സോ മെസ്സിൽ എവറി ഡേ 3 times ചിക്കൻ, ഫിഷ്, എല്ലാം അവൈലബിളാ. നിങ്ങൾക്ക് വേണ്ട എല്ലാം, പനീർ, ഇത് നിങ്ങൾ വെജാണോ നോൺ വെജാണോ സൗത്ത്, അത് ഒരുപാട് ഡിഷസ് അവൈലബിൾ ആണ്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് എന്താ വേണ്ടത് അത് മാത്രം എടുക്കാം. ചോറും മതി, ചോറ് ഹാഫ് റൈസ് വേണോ, ഫുൾ റൈസ് വേണോ, അത് ചിക്കൻ മാത്രം മതി, മുട്ട മതിയോ, പനീർ മാത്രം മതിയോ, അത് ഈ ഉപ്പേരി മാത്രം മതി, ഇത് മാത്രം വേണം, എന്താ നിങ്ങൾക്ക് വേണ്ട അത് മാത്രം ചൂസ് ചെയ്യുക. അതിന് മാത്രമുള്ള ബില്ലടിക്കുക, അവിടെ പോയി നിൽക്കുക, ആ സാധനം മാത്രം അവർ ഇതാക്കി. സോ ആ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ മെസ്സ് ഭയങ്കര ഇഷ്ടം. ചിലപ്പോൾ ഞാനൊക്കെയെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എനിക്കാത്ത ഒരാളാണ്. സോ ഒരു പ്രീപെയ്ഡ് ആയിട്ടുള്ള മെസ്സാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റിന്റെ ഫീ വെറുതെ കളയുന്ന ഒരാളെ. പിന്നെ എനിക്ക് ഞാൻ കുറച്ച് ഫിക്കി ഈറ്റർ ആയതുകൊണ്ട് എല്ലാതും കഴിക്കണം എന്നില്ല. സോ കഴിക്കുന്ന സമയത്തും കഴിക്കാൻ താല്പര്യമുള്ളതിനും മാത്രം ഈ ഒരു സിസ്റ്റം വെച്ചിട്ട് നമുക്ക് ദിവസം പോയി ഫുഡ് കഴിക്കാം. സോ മെസ് കംപ്ലീറ്റ്ലി മോണിറ്റേർഡ് ബൈ സ്റ്റുഡൻസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ കംപ്ലയിൻസ് എല്ലാവരും എൻ്റെ അറിവിൽ ഞാൻ ഇവിടെ IICM ഒക്കെ അന്വേഷണം നടന്നിട്ടുണ്ടായിരുന്നു. സോ മോസ്റ്റ് ഓഫ് ദി ഐസേഴ്സ് പറഞ്ഞു ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഇവിടെ ഉണ്ടാകുമ്പോൾ അപ്രിഷിയേറ്റ് ചെയ്യില്ല. ഇപ്പൊ പുറത്ത് പോകുമ്പോഴാണ് ആൾക്കാർ പറയും, ഇന്റേൺഷിപ്പിനൊക്കെ ഫ്രണ്ട്സ് പറയും ഇവിടുത്തെ മെസ്സ് സ്വർഗ, ലൈക്ക് ഇഷ്ടമുള്ളതെല്ലാം അവൈലബിൾ ആ, ഇഷ്ടമുള്ളത് കഴിച്ചാൽ മതി, അങ്ങനെ. സോ മെസ്സ് അങ്ങനെയാണ്.
അക്കാഡമിക്സ് എന്ന് പറയുമ്പോൾ ഐസക് കൊൽക്കത്ത അഗെയിൻ നല്ല ടോപ്പിലാണ്. റിസർച്ച് കെമിസ്ട്രി ആണ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അത് പ്രൊഫസേഴ്സിന്റെ കാര്യമായാലും പിന്നെ ഇവിടുന്ന് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പ്രൊഫസേഴ്സിന്റെ ഒക്കെ റെക്കമെൻഡേഷൻ ആണ് പിന്നീട് നമ്മളൊരു PhD ഒക്കെ ചെയ്യുമ്പോൾ എത്തും. സോ ആ ഒരു കാര്യത്തിൽ പ്രൊഫസേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അവർ നിങ്ങളെ നല്ല ഹെൽപ്പ് ഔട്ട് ചെയ്യും. പിന്നെ റിസർച്ച് ഔട്ട്പുട്ടിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒന്നിനൊന്നിന് മെച്ചാണ്. ഇന്ത്യയിൽ തന്നെ ടോപ്പായിട്ടാണ് വരുന്നത് ഐസക് കൊൽക്കത്ത. കെമിസ്ട്രിയിലാണെങ്കിൽ IIScയും IIT ബോംബെയും കഴിഞ്ഞിട്ട് തേർഡ് പൊസിഷൻ ഐസക് കൊൽക്കത്തയ്ക്കാണ്. സെയിം തിങ് കോഴ്സ് ഫോർ ഏറ്റവും ടോപ്പിലാണ് എർത്ത് സയൻസസ് പറഞ്ഞൊരു ടോപ്പിക്. എർത്ത് സയൻസസ് പറഞ്ഞാൽ നമ്മൾ +1 +2 പൊതുവെ കേരള സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ എർത്ത് സയൻസസ് പറഞ്ഞ ടോപ്പിക് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സോ അത് വൺ ഓഫ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പായിട്ടാണ് വരുന്നത്. പിന്നെ ഫിസിക്സ് ഓഫ്കോഴ്സ് ഇവിടെ കുറേ പേര് ഫിസിക്സിന് വേണ്ടിയാണ് കൂടുതൽ. ഞാൻ ആദ്യം ഫസ്റ്റ് ഇയർ ജൂനിയേഴ്സിനോട് ചോദിക്കുമ്പോൾ എല്ലാവരും പറയും ഞാൻ ഫിസിക്സ് എടുക്കാൻ വന്നാണ്. അങ്ങനെ തോന്നിയവർ പിന്നെ വേറെ ഡിപ്പാർട്ട്മെന്റ് എടുത്തിട്ടുമുണ്ട്. സോ ഞാൻ പറയുക വെച്ചാൽ ഫസ്റ്റ് ഇയർ വരെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, എന്നിട്ട് ബാക്കിയുള്ള പോവാം. സോ ഓവറോൾ അക്കാഡമിക്സ് നല്ലതാ. നൗ എങ്ങനെയാണ് ഇവർ ഈ സിസ്റ്റം കൊണ്ടുപോകുന്നത്? സോ ഫസ്റ്റ് ഇയർ നമ്മൾ എല്ലാതും പഠിക്കും, എവറിഥിങ് എല്ലാ സബ്ജക്റ്റും പഠിക്കും. സെക്കൻഡ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് എല്ലാത്തിനും ജസ്റ്റ് 3 എണ്ണം മാത്രം ചൂസ് ചെയ്യാം. സോ എൻ്റെ കേസിൽ ഞാൻ ചൂസ് ചെയ്തത് എർത്ത് സയൻസ്, കെമിസ്ട്രി, ബയോളജി. ഇത് 3 എനിക്ക് ഇതാക്കാൻ പറ്റിയത്. സോ സെക്കൻഡ് ഇയർ വീണ്ടും ഇവിടെ ഇടിമിന്നലായിട്ട് കറണ്ടുപോയി. അത് മൈൻഡ് ചെയ്യണ്ട, നല്ല മഴയുണ്ട്, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഇയർ ഈ 3 ടോപ്പിക്കായി. പിന്നെ തേർഡ് ഇയർ ആകുമ്പോൾ നമ്മളെ മേജർ ചൂസ് ചെയ്യും. സോ അവരൊരു പാത്ത് കൂടെ കൊണ്ടാണ്. ഫസ്റ്റ് ഇയർ എല്ലാം പഠിക്കുന്നു, സെക്കൻഡ് ഇയർ നമ്മൾ അത് വീണ്ടും ചുരുക്കുന്നു, തേർഡ് ഇയർ ആകുമ്പോൾ വീണ്ടും ചുരുക്കി അതായത് നമ്മൾ നമ്മുടെ ഡയറക്ഷനിലോട്ട് ഇങ്ങനെ കൂർപ്പിച്ച് വരാന്നുള്ള രീതിയിലാണ്. സോ പിന്നെ ഒരു ഫോർത്ത് ഇയർ ആകുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യും നമ്മൾ ഏത് ലാബിൽ വർക്ക് ചെയ്യണം, നമ്മൾ ഏത് ഫീൽഡിലാണ് നമ്മുടെ റിസർച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന തീരുമാനിക്കും. ഫിഫ്ത്ത് ഇയർ ആകുമ്പോൾ തീസിസ് ചെയ്യും. സോ എനിക്ക് ഈ ഒരു സിസ്റ്റം ഭയങ്കര ഇഷ്ടമാണ്, നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റിയത്. പിന്നെ നെക്സ്റ്റ് എന്താ വരെ ഞാൻ നോക്കട്ടെ ടോപ്പിക്. സോ ഇന്റേൺഷിപ്പ് ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ഫസ്റ്റ് ഒരു ഏറ്റവും നല്ല ഉപകാരം വെച്ചാൽ പൊതുവെ വേറെ എവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയാലും അവിടുത്തെ സ്റ്റുഡൻസ് അറിയാം. പക്ഷെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു സ്റ്റുഡന്റ് വരണമെങ്കിൽ വരെ അവരോട് അക്കോമഡേഷൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ഐസക് കൊൽക്കത്ത. ഫ്രീ അക്കോമഡേഷൻ, ജസ്റ്റ് ഫുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഫുഡ് ഞങ്ങളെ നാട്ടിൽ കൂടുതലായിരിക്കും, ബിക്കോസ് നിങ്ങൾക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ഫീ ഉണ്ടാവില്ല. സോ അങ്ങനെ അല്ലാത്തവർക്ക് ഫുഡ് കുറച്ച് കൂടുതല. പക്ഷെ അക്കോമഡേഷന് ഒരു ഫീസ് അവർ ചോദിക്കാറില്ല, ഇവിടെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും പുറത്തുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും. സോ അത് നല്ല ഉപകാരമുള്ള കാര്യമാണ്. പിന്നെ ഇവിടെ നല്ല ഫ്രീഡം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ബാക്കി ലൈസൻസിലൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പക്ഷെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഫ്രീഡം ഉണ്ടാവുക. നിങ്ങൾക്ക് ലൈബ്രറി ആണെങ്കിലും കമ്പ്യൂട്ടർ സെന്റർ ആണെങ്കിലും 24 hours അവൈലബിൾ ആണ്. നിങ്ങൾക്കൊന്ന് പുറത്ത് പോകണമെങ്കിൽ ഫുഡ് കഴിക്കണമെങ്കിലും എല്ലാത്തിനും അലൗഡഡ് ആണ്. ഇവിടുത്തെ സ്റ്റുഡൻ്റ് ആയാൽ മാത്രം മതി. സെക്യൂരിറ്റി ഉണ്ട് അഫ്കോഴ്സ്, പക്ഷെ അതിനനുസരിച്ച് നിങ്ങളൊരു അഡൾട്ടായിട്ട് തന്നെ ക്യാമ്പസ് കാണുന്നുണ്ട്. സോ നിങ്ങൾക്ക് രാത്രി മൊത്തം ഇരുന്ന് പഠിക്കണമെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലും എല്ലാം ക്യാമ്പസിൽ എല്ലാ സ്ഥലങ്ങളും അവൈലബിൾ ആയിട്ട് ഓൾ ദ ടൈം. പിന്നെ അടുത്തൊരു കാര്യം ഞാൻ പറയാൻ വിചാരിക്കും, വാട്ട് കൈൻഡ് ഓഫ് എ സ്റ്റുഡൻറ് വിൽ ലൈക്ക് ഐസർ? സി ഇവിടുത്തെ മല്ലു കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഞാൻ പറയാം. വൺ ഓഫ് ദി ബെസ്റ്റ് മല്ലു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര ലൈക്ക് ഒരു ലിറ്ററലി ഒരു ഫാമിലി പോലത്തെ ഒരു ബോണ്ടിങ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഇവിടെ വന്നാൽ. ഇപ്പോൾ ഏകദേശം ക്യാമ്പസിൽ 86 മല്ലൂസ് ഉണ്ട്. കണക്ക് വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തർ പോകുമ്പോഴും വരുമ്പോഴും ഇങ്ങനെ നോക്കി വെച്ചു. മലയാളികൾ ആരും കണ്ടാൽ നേരെ പിടിച്ച് വലിച്ച് കൊണ്ടുവരും, സംസാരിക്കും, അവരായിട്ട് ബോണ്ടുണ്ടാകും. പിന്നെ നമ്മളൊരു സെയിം എനർജി എടുക്കുമ്പോൾ ഇതുവരെ പരിചയപ്പെട്ട ആൾക്കാരും അതേപോലെ തന്നെയാണ്. സോ ഇവിടുത്തെ മല്ലു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആ. ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിറ്റിയും നമ്മളിങ്ങനെ ഭയങ്കര പറയും, എന്താ നിങ്ങൾ മല്ലൂസ് ഇങ്ങനെ, നിങ്ങളെ തന്നെ ഇഷ്ടമുള്ളൂ അങ്ങനെ പറയും. സോ അത്ര സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. സീനിയേഴ്സ് ആണെങ്കിൽ ജസ്റ്റ് നോട്ട് വിത്ത് BSMS, ഇവിടെയുള്ള PhD ആയിട്ടുള്ള ആൾക്കാർ വരെ ഭയങ്കര അവർ നമ്മളെ ലിറ്ററലി ഗൈഡ് ചെയ്യും, എന്താ ചെയ്യണ്ടേ, എങ്ങനെ ചെയ്യണ്ടേ, ഏത് ലാബ് ചൂസ് ചെയ്യണം. സോ ഒരു നല്ലൊരു മല്ലു ഫാമിലി. ആൻഡ് ഓണം ഈസ് ദ ബെസ്റ്റ് ഇവന്റ് ഹിയർ. വേറെ ഇവിടെ പറഞ്ഞാൽ ഐസക് കൊൽക്കത്ത
കൊൽക്കത്തയിലാണ്, ഇത്ര ദൂരമുള്ള സ്ഥലമാണ്. സോ ഇവിടെ ജസ്റ്റ് ഓണം മാത്രമല്ല, ഓണം, പൊങ്കൽ, ഇവിടുത്തെ തന്നെ ബംഗാളി ഇവന്റ്സ്, ഒറീസ, അങ്ങനെ കുറെ ഇവന്റ്സ് ഉണ്ട്. ബട്ട് ഓണം സ്റ്റാൻഡ്സ് ഔട്ട്, വൺ ഓഫ് ദി ബെസ്റ്റ് ഇവന്റ് ആയിട്ട്. സോ അത് എനിക്ക് തോന്നുന്നു അവനൊക്കെ റീസൺ ഇത്രയും ബോണ്ടഡ് ആയ ഒരു മല്ലു ക്യാമ്പിലേക്ക്. സോ നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടില്ല. നിങ്ങൾ ഇൻട്രോവേർട്ടഡ് ആണെങ്കിൽ ഭയങ്കര സംസാരിക്കാത്ത ഒരാൾ മല്ലൂസിനോട് സംസാരിക്കാത്ത ഒരാളെങ്കിലും ഇടങ്ങാറാവുള്ളൂ. കുറച്ച് നിങ്ങൾക്ക് മല്ലൂസിനോട് സംസാരിക്കാൻ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങളെ പിടിച്ച് ലൈക്ക് നിങ്ങൾ ഇവിടുത്തെ മെയിനാ. പിന്നെ എനിക്ക് ഭയങ്കര കുറവാണ്. സോ ആ ഒരു കാര്യത്തിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ ഹൗ പീപ്പിൾ ആർ ഹിയർ. പിന്നെ ഫാക്കൾട്ടി അപ്പോർച്യൂണിറ്റി ഞാൻ പറഞ്ഞു. മെസ്സ് പറഞ്ഞു. ഹോസ്റ്റൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ഒന്ന് ബുദ്ധിമുട്ടും, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറും, കാരണം അപ്പോൾ ഷെയറിങ് ഉണ്ടാവും, അതും റാൻഡം പീപ്പിൾ ആയിട്ട്. പിന്നെ ഐസോഫിക്കൽറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് നോൺ മല്ലൂസിനെ കിട്ടാനുള്ള പ്രോബിലിറ്റീസ് കൂടും. ഒരു ബാച്ച് ഈ 15 പേരൊക്കെയാണ് മാക്സിമം ഉണ്ടാവാറ്. മീൻസ് ഒരു ബാച്ചിൽ 30 പേരുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. മോസ്റ്റ് ഓഫ് ദി അതർ 15 to 20 പീപ്പിൾ ആണ് വരാറ്. സോ അതിൽ നിങ്ങൾക്ക് മല്ലൂസിനെ റൂംമേറ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. സോ നോൺ മല്ലൂസ് വരും. അത് നല്ലതാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ ഡിസ്കവർ ചെയ്യാം അതർ ലാംഗ്വേജസും കൾച്ചേഴ്സും, നല്ലത്. സോ ആ ഒരു 2 ഇയേഴ്സ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താലും തീരെ പറ്റും. നിങ്ങൾ തേർഡ് ഇയർ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം വലിയൊരു റൂം കിട്ടും. അപ്പം നിങ്ങൾക്കൊപ്പരം ഷെയർ ചെയ്യാനുള്ള ആളെ ചൂസ് ചെയ്യുകയും ചെയ്യാം. സോ ഇപ്പം ഞാൻ ചൂസ് ചെയ്ത് എൻ്റെ റൂംമേറ്റ് ബാസിലെ ഒരു മല്ലു ആണ്. സോ നല്ല റൂം ഫെസിലിറ്റി, നല്ല നിങ്ങൾക്ക് ഹോട്ട് വാട്ടർ കുളിക്കാൻ, പിന്നെ എല്ലാം അവൈലബിൾ. കംപ്ലീറ്റ് ചെയ്ത് അപ്പം തന്നെ പിറ്റേ ദിവസം വന്ന് അവരെല്ലാം പ്രിപ്പയർ ചെയ്യും. സോ ഹോസ്റ്റൽ ഓൾസോ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ദ സ്റ്റുഡൻസ്. ഇവിടെ പ്രൊഫസേഴ്സ് ഉണ്ടാവും. ഇൻ ദിസ് കേസ് നോട്ട് ലൈക്ക് മെസ്സസ് എൻറ്റയർലി സ്റ്റുഡൻസ്. ഹോസ്റ്റലും സ്റ്റുഡൻറ് എല്ലാവരുടെയും സ്റ്റുഡൻസിൻ്റെ ഒരു മെയിൻ്റെനൻസ് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രോബ്ലംസ് വരുമ്പോൾ സോ എല്ലാം അത്യാവശ്യം ആ ഒരു കാര്യത്തിൽ അത്യാവശ്യം മെയിൻറ്റെയിൻ ഉണ്ടാകും. പിന്നെ ഞങ്ങൾക്ക് ഈ അടുത്താണ് ഒരു പുതിയ ഡയറക്ടർ കിട്ടിയത്. സോ ആ പുതിയ ഡയറക്ടർ വന്നതിന് ശേഷം ക്യാമ്പസ് വീണ്ടും ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ ഓവറോൾ ഐസോഫിക്കൽറ്റി ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഓക്കെ, താങ്ക് യു. താങ്ക് യു റുക്സാന. അപ്പം കൊൽക്കത്തയെ കുറിച്ച് ഇത്രയധികം ഡീറ്റെയിൽ ഷെയർ ചെയ്തതിൽ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് Q&A സെഷനിൽ കണക്ട് ചെയ്യാം. ഓക്കെ. സോ ഇനി അടുത്തത് നമുക്ക് ഐസർ മൊഹാലിയിലേക്ക് പോവാം. ഗൗതം ജോയിൻ ചെയ്തിട്ടുണ്ട് ഐസർ മൊഹാലിയിൽ നിന്ന്. സോ ഗൗതം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോ എൻ്റെ പേര് ഗൗതം തേജുരൻ. ഞാൻ ഐസർ മൊഹാലിയിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്, BSMS കോഴ്സ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പം കൊല്ലത്തു നിന്നാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ഡൗട്ടാണ് എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പം ഐസർ മൊഹാലി ചൂസ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാവരുടെയും കൂടെ എൻ്റെ പ്രിഫറൻസ് ഓർഡർ സ്റ്റിൽ എൻ്റെ വൺ ഓഫ് ദി മെയിൻ പ്രിഫറൻസിൽ വരുന്ന ഐസർ മൊഹാലി എന്ന് പറയുന്നത്. പൂനെ, കൊൽക്കത്ത, മൊഹാലി ഇങ്ങനെ തന്നെയായിരുന്നു എൻ്റെ ഓർഡർ. സോ ആൻഡ് എനിക്ക് പേഴ്സണലി അല്ലാതെ ഈ മൊഹാലി എന്ന് പറയുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ദോ എൻ്റെ പ്രിഫറൻസ് ഓർഡർ അങ്ങനെയാണെങ്കിലും എനിക്ക് പേഴ്സണലി ഈ മൊഹാലി എന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കമ്പയർ ചെയ്തുകൊണ്ട് പറയില്ല, ബട്ട് സ്റ്റിൽ ഇപ്പം ഐസർ മൊഹാലിയുടെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വേൾഡോട് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കും. ലൈക്ക് നമ്മുടെ പുറത്ത് നമുക്ക് കോളേജിൽ നിന്ന് പെട്ടെന്ന് റീച്ചബിൾ ആണ്. ജസ്റ്റ് 20 minutes അപ്പുറത്ത് നമ്മുടെ ചണ്ഡീഗഡ് തന്നെ. ലൈക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ തന്നെ ഒരു ട്രാഫിക് സിഗ്നൽ അല്ല, നമ്മൾ സിറ്റി എന്നാണ്. പക്ഷെ കോളേജിനകത്ത് നമ്മൾ അത് അറിയത്തതേ ഇല്ല. ഫുള്ള് നമുക്ക് എപ്പോഴും നമുക്ക് നല്ല നേച്ചറായിട്ട് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. പിന്നെ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ജസ്റ്റ് കംപ്ലീറ്റ്ലി സിറ്റിയാണ്, ലൈക്ക് പോഷ് ഏരിയ ആണ്, ലൈക്ക് നല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും എയർപോർട്ട് ആണെങ്കിലും പിന്നെ അമൃത്സർ പോകാനാണെങ്കിലും അപ്പോൾ നമുക്ക് എല്ലായിടത്തും എന്താ പറയുക ആ ഒരു സിറ്റി ഫുള്ള് കംപ്ലീറ്റ്ലി അടിപൊളിയാണ്. പിന്നെ പുറത്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ്ലി മരങ്ങളും എല്ലാം നൈസാണ്. കംപ്ലീറ്റ്ലി ഒരു അടിപൊളി പ്ലേസ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ഡേറ്റഡ് ആയിരിക്കും. പിന്നെ എനിക്ക് ഇതേവിടെ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലേസ് ഇഷ്ടമാണ്. പിന്നെ ട്രിവാൻഡ്രം അപ്പോഴത്തിൽ നല്ലത്. പക്ഷേ സ്റ്റിൽ എനിക്ക് രണ്ടും വേണം എന്നുള്ളൊരു ക്രൈറ്റീരിയൻ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഈ ഐസർ മൊഹാലി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ പറയുക, പിന്നെ ഏത് ഐസറാണ് ഈ എന്താ പറയുന്നത് കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്നുള്ള അങ്ങനൊരു ക്വസ്റ്റ്യൻ ഇല്ല. ആക്ച്വലി അങ്ങനൊരു ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ അങ്ങനൊരു ക്വസ്റ്റ്യന് യാതൊരു പ്രസക്തിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഇസ് യുവർ ഇൻട്രസ്റ്റ്. നമുക്ക് എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം എനിക്ക് ഡോക്ടർ ആവണം, ഓക്കെ, PhD അല്ല, അല്ലാതെ ഇപ്പോൾ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ ഞാനവിടെ പിന്നെ IIT പോയിട്ടോ അല്ലെങ്കിൽ ഐസറിൽ വന്നിട്ടോ കാര്യമില്ല. ലൈക്ക് അതേ കൂട്ട് തന്നെ
എനിക്കിപ്പം വേണ്ടുന്ന ഒരു ഫീൽഡ് എന്താണ് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പർട്ടിക്കുലർ ഫീൽഡ് ഏതാണ് സബ്ജക്റ്റിലെ ഒരു പർട്ടിക്കുലർ ഫീൽഡ് ഏതാണ് അടിപൊളിയെങ്കിൽ അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള ഇതൊന്ന് മനസ്സിലാക്കി അപ്പോൾ അതിന് അടിപൊളിയായിട്ടുള്ള ഒരു ഐസർ ചൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ല അതിൽ നമുക്ക് ഏത് ഐസറാണ് ബെറ്റർ എന്ന് പറഞ്ഞ് നോക്കിപ്പോയാൽ ചിലപ്പോൾ അവിടെ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് ചിലപ്പോൾ കാണണമെന്നില്ല. നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് ചിലപ്പോൾ അവിടെ കാണണമെന്നില്ല. സോ ഇറ്റ്സ് ബെറ്റർ ടു ഫസ്റ്റ് സെർച്ച് ഫോർ വിച്ച് ഐസർ ഇസ് ബെറ്റർ. ലൈക്ക് ഏത് ഐസറാണോ നമുക്ക് 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 ഇഷ്ടമുള്ള ഒരു ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് ഐസറാണോ ഉള്ളത് അവിടുത്തെ ഫാക്കൽറ്റീസ് ഉണ്ടെന്ന് നോക്കുക. അവിടുത്തെ ഫാക്കൽറ്റീസ് എന്തുമാത്രം അടിപൊളിയാണ് അവരുടെ റിസർച്ച് പേപ്പറുകളൊക്കെ നോക്കുക. ലൈക്ക് അവർ എന്തുമാത്രം അടിപൊളിയാണെന്നൊക്കെ നോക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ തന്നെ ഒരു അനാലിസിസ് ഒക്കെ ആക്കുക. ലൈക്ക് ആ ഒരു എന്താ പറയുക ഐസർ ഇത്രയും നല്ലതാണ് കമ്പയർഡ് ടു ഡിഫറെൻറ്റ് ഐസർ എന്നുള്ള രീതി. ലൈക്ക് നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ അന്ന് വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ആ ഒരു പർട്ടിക്കുലർ ഐസറിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ആ ഒരു സബ്ജക്റ്റിൽ അടിപൊളിയാവാൻ പറ്റും. പിന്നെ ആ ഒരു സബ്ജക്റ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇഎസും പിന്നെ ഹ്യൂമാനിറ്റീസും സോഷ്യൽ സയൻസും എല്ലാ ഐസറിലും ഉള്ളതെന്ന് തോന്നുന്നു പൊതുവെ. അപ്പോൾ നമുക്ക് ഇവിടെ ഫിസിക്സിനാണെന്നുണ്ടെങ്കിൽ തിയറിറ്റിക്കലും കമ്പ്യൂട്ടേഷനിലും പിന്നെ എക്സ്പെരിമെന്റിലും എല്ലാ രീതിയിലുള്ള ഫിസിക്സും ഉണ്ട്. പിന്നെ മാത്സിൽ പക്ഷേ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് പ്യുവർ മാത്തമാറ്റിക്സ് ആണ് അപ്ലൈഡിനെക്കാട്ടി. പിന്നെ ബയോളജി ആണെങ്കിൽ ഇമ്മ്യൂണോളജി, ന്യൂറോ സയൻസ് ഇതെല്ലാം പിന്നെ കെമിസ്ട്രി നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഫീൽഡുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ നമുക്കിവിടെ ഫസ്റ്റ് ഇയറിൽ വരുമ്പോഴത്തേക്ക് എല്ലാ സബ്ജക്റ്റുകളും കംപ്ലീറ്റ്ലി നമ്മൾ പഠിക്കേണ്ടി വരും. പിന്നെ സെക്കൻഡ് ഇയറിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രീ മേജേഴ്സ് ചൂസ് ചെയ്യാം. അപ്പം ഈ 2 പ്രീ മേജേഴ്സ് ഉണ്ടാവും. അത് നമുക്ക് നമ്മുടെ തൊട്ട് സീനിയേഴ്സ് തൊട്ടാണ് ഈ ഒരു പ്രീ മേജർ എന്നുള്ള ഒരു സംഭവം വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വരുമ്പോഴും പ്രീ മേജേഴ്സ് കാണാം. അപ്പോൾ നമുക്ക് 2 സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യാം. നമ്മുടെ ഈ ഒരു CPA ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിന് ഒരു പ്രയോറിറ്റി ഓർഡർ കൊടുക്കാം. ഫസ്റ്റ് ഇയർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഇത് വരും. ഓപ്ഷൻസ് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം തരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ CPA വെച്ചിട്ട് ആ ഒരു കട്ട് ഓഫ് വെച്ചിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ പ്രിഫറൻസ് ഓർഡറിൽ ഏതാണോ കിട്ടുക എന്നുള്ളത് നമുക്ക് പിന്നെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അത് നമുക്ക് ആ ഒരു കോളേജ് ആ ഒരു സബ്ജക്റ്റുകൾ കിട്ടുമ്പോഴുണ്ട്. അത് 2 സബ്ജക്റ്റുകൾ കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തേർഡ് ഇയർ ആകുമ്പോഴത്തേക്കും മേജർ ചൂസ് ചെയ്യാൻ പറ്റും. അത് പിന്നെയും നമ്മുടെ ഈ സബ്ജക്റ്റിലെ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിലെ നമ്മുടെ പെർഫോമൻസ് കൂടി ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ എന്താ പറയുക നമുക്ക് മേജർ എടുക്കാൻ പറ്റുന്ന ആ ഒരു പരിപാടി വരിക. പിന്നെ നമുക്ക് നോർമലി എല്ലാ ഐസറിനെയും കൂട്ടി ഇവിടെ BSMS കോഴ്സ് ഉണ്ടായിരിക്കും. ഇൻ്റഗ്രേറ്റഡ് PhD പ്രോഗ്രാം, പിന്നെ PhD പ്രോഗ്രാം ഇതൊക്കെയാണ് നമുക്ക് നോർമലി ICSൽ വരിക. പിന്നെ ഇപ്പോൾ സബ്ജക്റ്റുകളും അക്കാഡമിക്സും ഒക്കെ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഞാനിപ്പോൾ അല്ലാതെ ഇപ്പോൾ ക്യാമ്പസ് ലൈഫിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമ്പസ് ലൈഫ് സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കംപ്ലീറ്റ് ഫ്രീഡം ആണ്. നമുക്ക് ഒരു രീതിയിലും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ പുറത്തിറങ്ങി എത്ര മണിക്ക് ഓക്കെ കോളേജിനകത്തെ കാര്യമാണ് പറയുന്നത്. കോളേജിന് പുറത്താണെങ്കിൽ 10 മണിക്ക് ശേഷം ഇറങ്ങി തിരിച്ച് കയറുമ്പോൾ ഗേറ്റ് പാസ് ഇല്ലാന്നുണ്ടെങ്കിൽ പാടായിരിക്കും. ഗേറ്റ് പാസ് എടുത്തിട്ട് പോകുന്നേ ഉള്ളൂ. സോ വലിയ പാടില്ല ഗേറ്റ് പാസ് എടുക്കാനായിട്ട്. സോ എന്താ നമുക്കിപ്പോൾ കോളേജിനകത്ത് എപ്പോൾ വേണമെങ്കിലും 24/7 നമുക്ക് ഒരു കാര്യമില്ല. ജസ്റ്റ് പുറത്ത് ഫ്രണ്ട്സായിട്ട് ചില്ല് ചെയ്യാനാണെങ്കിലും ഒരു പ്രശ്നമില്ല. ആരും ഒന്നും റെസ്ട്രിക്ട് ചെയ്യത്തില്ല. സെക്യൂരിറ്റീസ് കണ്ടാലും ഒന്നും പ്രശ്നമില്ല. പിന്നെ അങ്ങനെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഫ്രീഡം ഉണ്ട്. പിന്നെ എന്താ പറയാ അത് അത് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അവിടെ പോയപ്പോൾ. പക്ഷേ ഇപ്പം അവിടെ ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ആൻഡ് ഐ ആം റിയലി ഹാപ്പി അബൌട്ട് ദാറ്റ്. പിന്നെ മൊത്തത്തിൽ പിന്നെ അല്ലാതെ നമുക്കിപ്പോൾ ഓരോ പ്രൊഫസേഴ്സിൻ്റെ അടുത്തുള്ള അപ്രോച്ചബിലിറ്റിയും ഇതൊക്കെ നമുക്ക് ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രൊഫസറിനെ കാണണം, ഇങ്ങനൊരു ഡൗട്ട് ചോദിക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ മെയിൽ ആദ്യമേ ജസ്റ്റ് സൈറ്റിൽ പോയിട്ട് അവരുടെ മെയിൽ ഐ ഡി ചെക്ക് ചെയ്തിട്ട് നമുക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയും അവരുടെ ഓഫീസ് ഇതാണ്. നമുക്ക് ജസ്റ്റ് പോയി സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 2 അക്കാഡമിക് ബ്ലോക്ക് ഉണ്ട്. അവിടെ പോയി നോക്കിയാൽ മതി. സോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ഈസിലി അക്സസിബിൾ ആയിരിക്കും. നമുക്ക് അവരായിട്ട് തന്നെ ഡയറക്റ്റ്ലി ചോദിച്ച് മനസ്സിലാക്കാം. അഥവാ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് TAs നമുക്കിപ്പോൾ സ്പെസിഫിക്കലി സബ്ജക്റ്റുകൾക്ക് കാണാം. അപ്പോൾ നമുക്ക് അവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത് ഇപ്പോൾ ലാബുകളാണെങ്കിലും ഇപ്പോൾ എല്ലാ ഐസേഴ്സിൻ്റെ ലാബുകളൊക്കെ അടിപൊളി നല്ല ടോപ്പ് നോച്ച് ലാബുകളായിരിക്കും എല്ലാം. നമുക്ക് റിസർച്ചിന് മാത്രം കിട്ടുന്ന ഫണ്ട് എന്ന് പറയാൻ തന്നെ നമുക്ക് എന്തെങ്കിലും വിചാരിക്കുന്നതിനെക്കാട്ടി അപ്പുറത്താണ്. ലൈക്ക് ഇറ്റ്സ് പറയാൻ പറ്റത്തില്ല. നല്ല എമൗണ്ട് കിട്ടാറുണ്ട് നമുക്ക് ഈ സെൻട്രൽ ഗവൺമെൻറ് കയ്യിൽ നമുക്കിപ്പോൾ റിസർച്ചിനായി. സോ അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ കാര്യം. പിന്നെ കൾച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ പഞ്ചാബിൽ നിൽക്കുന്ന ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ പഞ്ചാബി ആ ഒരു കൾച്ചർ അല്ല വരിക. നമുക്കത് എപ്പോഴും ലൈക്ക് എന്താ പറയുക ഇപ്പം കോളേജിൽ കയറുന്നതെന്ന് പറയുമ്പോൾ എല്ലായിടത്തു നിന്നുള്ള ആൾക്കാരല്ലേ കയറുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എല്ലാ രീതിയിലുള്ള കൾച്ചേഴ്സും അവിടെ കാണും. ലൈക്ക് ബംഗാളി ആണെങ്കിൽ ബംഗാളി, പിന്നെ എന്താ പറയുന്നത് മഹാരാഷ്ട്ര, ഒഡീസ, മണിപ്പൂർ, സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും. സോ
നമുക്ക് ഒരു ബ്ലെൻഡഡ് കൾച്ചറാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലൈക്ക് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റെ ഒരു തോട്ടാണ്. അപ്പം അങ്ങനെ പറയല്ല, ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കേരളത്തില് നമ്മള് സൗത്ത് ഇന്ത്യയില് കൂടുതൽ ഫോക്കസ് ആവും. നമ്മള് മൊത്തത്തിൽ നമ്മുടെ എക്സ്പോഷർ കൂട്ടുക. നമ്മളൊരു കോളേജിലെന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇതാവുന്ന ഒരു ടൈമല്ലേ. നമ്മൾ കോളേജിൽ കയറുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ബിൽഡപ്പ് ആവുന്ന ഒരു ടൈമാണ്. സോ ഇറ്റ്സ് ബെറ്റർ ഇഫ് നമ്മൾ കൂടുതൽ എക്സ്പോഷർ കൂട്ടാനും നമ്മുടെ ബിൽഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ സേൽസിനോട് ഒതുങ്ങിക്കൂടാതെ നമ്മൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നമ്മുടെ തോട്ട്സ് കുറച്ചുകൂടെ വൈഡൻ, നമ്മുടെ പേഴ്സ്പെക്റ്റീവ് വൈഡൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു നമ്മൾ പുറത്തുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും, നമ്മുടെ എക്സ്പോഷർ കൂട്ടാൻ പറ്റും, അവരുടെ കൾച്ചേഴ്സിനെ പറ്റി പഠിക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോ എന്താ പറയുന്നത്, അവരുടെ വിട്ട് കംപ്ലീറ്റ്ലി നമ്മളെ അവോയ്ഡ് ചെയ്യണമെന്നില്ല. നമ്മളിപ്പം അവരായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ നല്ല ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നെ ഇപ്പം മലയാളീസ് എന്നല്ല, ബാക്കിയുള്ള സ്റ്റേറ്റുകാരാണെങ്കിലും എല്ലാവരും നല്ല രീതിയിലുള്ള ഫ്രണ്ട്ലി തന്നെയാണ് നമ്മളിലേക്ക്. നമ്മളിപ്പോൾ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല, പക്ഷേ നമ്മളൊരാളോട് കാണുമ്പോൾ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ ചെന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു തോട്ട് മാറും, നമ്മുടെ ആ ഒരു തോട്ട് മാറും. പിന്നെ നമുക്ക് നല്ലൊരു ബോണ്ട് ഉണ്ടായി, നമ്മൾ നല്ല കോൺഫിഡൻ്റ് അവരുമായിട്ട്. ഇപ്പോൾ ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ പ്രൈവറ്റ് ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബംഗാളീസിൻ്റെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ആൾക്കാരാണ് ആക്ച്വലി കുറേ പേര്. മോർ ദാൻ എന്താ പറയുക, നമ്മൾ ചിന്തിക്കുന്നതിനെക്കാട്ടി നല്ല ആൾക്കാരാണ് ഈ വേറെ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ. സോ അവർക്കും ഒരു തോട്ടുണ്ട് കേട്ടോ നമ്മളെ പറ്റിയിട്ട്. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരാണ്, അതുകൊണ്ടാണ് അവർക്ക് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഉള്ളൊരു പ്രശ്നം ഉണ്ടാവുക. സോ അവരൊക്കെ ഈ ഒരു തോട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നിന്നാൽ മതി. അപ്പോൾ നമുക്കുള്ളൊരു എന്താ പറയുക, ഒരു ഇന്റേർണലി ഉള്ള ഒരു പ്രശ്നം ഒന്ന് മാറും. പിന്നെ ഹോസ്റ്റലിനെ പറ്റിയിട്ടും മെസ് ക്വാളിറ്റിനൊക്കെ പറ്റി പറയുകയാണെങ്കിൽ, ഹോസ്റ്റൽ ഞാനിപ്പം പോയപ്പോഴേ പുതിയ 2 ഹോസ്റ്റലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കവിടെ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ ഒരു പ്രശ്നമുള്ളത് വൈഫൈ കണക്ഷൻ. പക്ഷെ അതിപ്പോൾ വൈഫൈ ഇൻസ്റ്റലേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ബ്രേക്കിന്റെ സമയമാണ് ഇപ്പോൾ. ഇവിടെ നമുക്കിവിടെ വൈഫൈ ഇൻസ്റ്റലേഷൻ നടക്കുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഇതോടെ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ കോളേജ് നമ്മുടെ ഹോസ്റ്റൽ അടിപൊളിയാണ്. നമുക്ക് വാഷ്റൂം വരികയാണെങ്കിലും എല്ലാം നമുക്ക് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊളിഷൻ, എന്താ പറയാ, നമുക്ക് രാവിലെ ഇപ്പോൾ ധൃതി പിടിച്ച് ഓടുമ്പോഴത്തേക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ആവശ്യത്തിനധികം വാഷ്റൂമും ഒക്കെ ഉണ്ട്. പിന്നെ ആ റൂം ആണെങ്കിലും നമുക്ക് 2 വാർഡ്രോബും പിന്നെ 2 ബെഡ്, 2 സെപ്പറേറ്റ് ബെഡും, 2 പിന്നെ എന്താ പറയാ സ്റ്റഡി ടേബിളും ഒക്കെ ആയിട്ട്, പിന്നെ നല്ലൊരു ബാൽക്കണി ഒക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് ആ ഹോസ്റ്റൽ ഉണ്ടായിട്ടുള്ളത്. പിന്നെ പഴയ ഹോസ്റ്റലാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് അറിയത്തില്ല. പക്ഷേ സ്റ്റിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഇറ്റ്സ് ലൈക്ക് ഓക്കെ. ലൈക്ക് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഹോസ്റ്റൽ തന്നെയാണ് കേട്ടോ എല്ലാം. പിന്നെ മെസ് ക്വാളിറ്റിയുടെ കാര്യം, മെസ്സിൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഫുഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ അടിപൊളി ഫുഡൊന്നും അല്ല, പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. ലൈക്ക് എന്താ പറയുക, നമുക്ക് ഒരിക്കലും ഒരു മെസ്സ് ലൈക്ക് ലോങ് ടൈം ഡ്യൂറേഷനിലേക്ക് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു തോട്ട് അവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഒരു റെസ്റ്റോറൻറ്റ് കൊള്ളാമെന്ന് പറഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റ് കൊള്ളാൻ കാര്യം എന്ന് പറഞ്ഞാൽ 1-2 കാര്യത്തിൽ. ഒന്ന്, അവിടെ എടുക്കുന്ന ആ ഒരു കുക്ക് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സംഭവങ്ങളുടെ ക്വാളിറ്റിയും, രണ്ടാമത്തെ ഷെഫിന്റെ കഴിവും. സോ നമുക്കിവിടെ ഷെഫ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. നമുക്ക് പറയാൻ പറ്റത്തില്ല ഷെഫ് കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ കാണുമായിരിക്കും എന്ന്. സോ ഈ ഷെഫിന് മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആ ഫുഡിന്റെ ആ ക്വാളിറ്റിക്ക് ഡിഫറൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ റൈറ്റ് നോ നമുക്കിപ്പോൾ അവിടെ ഉള്ള ഒരു തമിഴിയൻ ആൻറ്റിയൊക്കെ ഒരു തമിഴ് ആൻറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരിയൊക്കെ നൈസായിട്ട് കുക്ക് ചെയ്യും. നൈസായിട്ട് പറഞ്ഞാൽ ചെറിയ പ്രശ്നമുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. നമുക്ക് നമുക്ക് ഓക്കെ ആയിട്ട് പോകാൻ പറ്റും. അടിപൊളി ഫുഡല്ല, എന്നാലും ഓക്കേസ് ആണ് കേട്ടോ. ഞാൻ പൊക്കി പറയുന്നില്ല, ഞാൻ കാര്യം ഉള്ളത് തൊട്ട് പറയാം. ഓക്കെ. പിന്നെ അക്കാഡമിക്കലിയും ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നമുക്കിപ്പം എല്ലാ സബ്ജക്റ്റുകളും ഉണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഫാക്കൽറ്റിയുടെ അടുത്ത് നമുക്ക് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നോർമലി എല്ലാ ഐസിഎസിലും ഇതുകൂട്ടി നല്ല എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഈ ലെക്ചറൽ കോംപ്ലക്സുകളാണെങ്കിലും ഒക്കെ, പിന്നെ ലൈബ്രറി ആണെങ്കിൽ നമുക്ക് 24/7 ഉണ്ടെന്ന് പറയുന്നില്ല. നമുക്ക് രാവിലെ 6 മണി വരെ നമുക്ക് ഈസിയും കിട്ടത്തുള്ളൂ. രാവിലെ 6 മണി വരെ ഉപയോഗിക്കാം. എത്ര, പക്ഷേ 6 മണി 8 മണി വരെ ആണെന്ന് തോന്നുന്നു. നമുക്ക് ദൈവട്ട് 6 ഇപ്പോൾ ആ ഒരു ടൈമിലാണ് നമുക്ക് അവര് ജസ്റ്റ് ലൈബ്രറി എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യുന്ന സമയമാണ്. സോ ആ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതല്ലാതെ രാവിലെ 6 മണി രാവിലെ 8 മണി വരെ, ആ 2 മണി. പിന്നെ അത് കഴിഞ്ഞിട്ടെല്ലാം നമുക്ക് ലൈബ്രറി എപ്പോഴും യൂസ് ചെയ്യാം. പിന്നെ പിന്നെന്താ പറയുക, നമുക്ക് എപ്പോഴും പിന്നെ നമുക്കവിടെ അനിമൽ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അനിമൽ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള അനിമൽസിനൊക്കെ അതിപ്പം കൊൽക്കത്തയിലൊക്കെ ഉണ്ട്, ഐസറിൽ. പിന്നെ നമുക്ക് സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള അനിമലിനെ അത് നമുക്ക് കൂടുതലായിട്ടുള്ള അതിൻ്റെയൊക്കെ പഠിക്കാനൊക്കെ ആയിട്ടുള്ള ലബോറട്ടറിയാണ്. ഓക്കെ, അനിമൽ ഫെസിലിറ്റിയൊക്കെ. പിന്നെ എന്താ പറയുക,
പിന്നെ ഈ ഐസർ മൊഹാലിയുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് റെക്ടാങ്കുലർ ബ്ലോക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഐസർ മൊഹാലി ഫ്രണ്ടിൽ വരുവാണെങ്കിൽ തൊട്ട് ചേർന്ന് അപ്പുറത്തായിട്ട് ISB ഉണ്ട്, അതായത് ഇന്ത്യൻ സ്കൂൾ ഓഫ് ബിസിനസ്. പിന്നെ അതിൻ്റെ സൈഡിലൂടെ പോയി ജസ്റ്റ് എന്താ പറയുന്നത് ഒരു കുറച്ച് അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് INST എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. INST എന്ന് പറയുമ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പോൾ എൻ്റെ ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവിടെ ചുമ്മാ പ്രോജക്റ്റ് ചെയ്യുന്നു, ലൈക്ക് പാരലലി അവർ പഠിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അവിടെയും പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് തരം ജസ്റ്റ് ഈസിലി ആക്സസിബിൾ ആണ്. നമ്മുടെ ജസ്റ്റ് തൊട്ട് ചേർന്ന് നടക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി ആയതുകൊണ്ട് നമുക്ക് നാനോ സയൻസിനൊക്കെ അടിപൊളിയായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. സോ നമുക്ക് പിന്നെ ഇന്റേൺഷിപ്പിനാണെങ്കിലും ഒക്കെ നമുക്ക് അവിടെ അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. പിന്നെ ഇന്റേൺഷിപ്പിൻ്റെ കാര്യം നമ്മുടെ മൊഹാലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം നല്ല രീതിയിൽ ഇന്റേൺഷിപ്പ് ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതായത് നമുക്ക് സമ്മറിലാണെങ്കിലും വിന്ററിലാണെങ്കിലും ഒക്കെ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് നമ്മൾ സാറുമാരായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഉള്ള കാര്യം പറയുകയാണെങ്കിൽ ചില സബ്ജക്റ്റുകളൊക്കെ ഇപ്പം തന്നെ ന്യൂറോ സയൻസ് ആണെങ്കിലും ആസ്ട്രോഫിസിക്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഇന്റേൺഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നമുക്ക് ഭയങ്കര പാടാണ്. കാരണം അതുകൊണ്ട് തന്നെ അവർ തന്നെ പറയും ഫസ്റ്റ് ഇയറിൽ എടുക്കാൻ പാടായിരിക്കും എന്ന് പറഞ്ഞ് അവർ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർ പറയുന്നതിൻ്റെ കാര്യമുണ്ട്, നമ്മൾ വിചാരിക്കുന്ന തൊട്ട് ജസ്റ്റ് സിംപ്ലി മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമല്ല, ജസ്റ്റ് നേരെ ലാബിലോട്ട് ചെല്ലാൻ പറ്റുന്ന കാര്യമല്ല. അതിന് കുറേ പ്രയർ ആയിട്ടുള്ള നോളജ് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അവർ ഇന്റേൺഷിപ്പ് തരത്തില്ല. അങ്ങനെയൊക്കെയുള്ള കേസസ് വരാറുണ്ട് കേട്ടോ, ഉള്ളത് പറഞ്ഞാൽ. പിന്നെ നമുക്ക് പിന്നെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് റീഡിംഗ് പ്രൊജക്ട് ചോദിക്കാം. അപ്പം നമുക്ക് അവർ റീഡിംഗ് പ്രൊജക്ട് തരും. അപ്പം നമ്മൾ അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് ഇന്റേൺഷിപ്പിലേക്ക് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇപ്പം ബയോളജി കാര്യം പറയുകയാണെങ്കിൽ ന്യൂറോ സയൻസ്, ഇമ്മ്യൂണോളജി ഒക്കെ നമുക്ക് നല്ല നല്ല ഇതുണ്ട് കേട്ടോ ഇവിടെ മൊഹാലിയിൽ. പിന്നെ ഇവിടെ ലൊക്കേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് ഇവിടെ ഉള്ളത്. നമുക്കിപ്പം പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ ഒരു ഡിസിപ്ലിൻസ് ഉണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ 52 മണിക്കൂർ എടുക്കും. അപ്പോൾ എനിക്ക് ഒന്ന് ഏറ്റവും മേളിൽ നിൽക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ 52 മണിക്കൂർ എടുക്കും. അതൊരു പ്രശ്നമാണ്. പക്ഷേ വലിയ പ്രശ്നമില്ല. എന്താ പറയുക, ഇപ്പം ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിലൊക്കെ നമുക്ക് അപ്പം നമ്മൾ കൂടുതൽ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ വളമൊക്കെ വെച്ച് വരുമ്പോഴേക്കും നമ്മൾ കൂടുതൽ അത് സീൻ ആക്കത്തില്ല. പിന്നെ ഫ്ലൈറ്റിലൊക്കെ ആണെങ്കിൽ ഇത്തിരി ചാർജ് കൂടുതലാണ്. അപ്പോൾ പക്ഷെ ഇതിലൂടെ നേരത്തെ എടുക്കുവാണെങ്കിൽ ഇപ്പം കുറച്ച് നാളായിട്ട് 6K ഒക്കെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല റേറ്റ് പറഞ്ഞൊക്കെ കിട്ടാറുണ്ട് ഈ ഇടയ്ക്ക് ചില സമയങ്ങളിൽ നമ്മൾ നേരത്തെ എടുക്കുവാണെങ്കിൽ. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഈ ലൊക്കേഷൻ്റെ കാര്യമൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ലൊക്കേഷൻ്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിമാചലാണെങ്കിലും പിന്നെ ഹിമാചല്, കുളു മണാലി ലൈക്ക് സെയിമാണ്. പക്ഷെ സ്റ്റിൽ പിന്നെ എന്താ പറയുക, പ്ലേസസ് ഒക്കെ കുറേ പ്ലേസ് ഉണ്ട്. ഡൽഹി ആണെങ്കിലും പിന്നെ ചേർന്ന് കിടക്കുന്ന ഏതാ, നമുക്ക് കുറേ പ്ലേസിലെല്ലാം പെട്ടെന്ന് ഈസി ആക്സസിബിൾ. അല്ലെങ്കിൽ നമ്മുടെ നേരെ ബസ്സിൽ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന കുറേ പ്ലേസ് ഉണ്ട്. പിന്നെ ട്രെയിനിലാണെങ്കിൽ എല്ലാം കുറച്ച് സമയം ലൈക്ക് ലിമിറ്റഡ് എമൗണ്ട് ഒക്കെ ഉണ്ട്. പീക്ക് ടൈം പോയി കഴിഞ്ഞാൽ ബസ്സിലാണെങ്കിലും ട്രെയിനിലായെങ്കിലും നമുക്ക് 8 മണിക്കൂറിന് താഴെ എല്ലാ സ്ഥലങ്ങളും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ് നമുക്കിവിടെ പഞ്ചാബിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക അടിപൊളിയായിട്ടൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് ലൊക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജും എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്. പിന്നെ പിന്നെ ഈ മൊഹാലി ഇപ്പം നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ചൂസ് ചെയ്യേണ്ടതും ആ ഒരു സബ്ജക്റ്റിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡുള്ളതെന്ന് സെർച്ച് ചെയ്യുക. അതിനെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചിട്ട് മാത്രമേ നിങ്ങൾ മൊഹാലി ചൂസ് ചെയ്യാവുള്ളൂ. കാരണം ഫൈനലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾ ചെയ്യാൻ പോകുന്ന മേജറാണ്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് നിങ്ങൾ എന്തുവാ ആ ഒരു ക്യാമ്പസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് മാത്രം വരിക എന്നുള്ളതല്ല. നിങ്ങൾ ആ ഒരു മേജർ നിങ്ങളുടെ ലൈഫ് അതായി തീരുവാണ്. സോ അത് ചൂസ് ചെയ്യുമ്പം വൈസായിട്ട് ചൂസ് ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഓക്കെ. യാ. സോ താങ്ക് യു ഗൗതം. അപ്പം മൊഹാലിനെ കുറിച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തില്ല. അപ്പം ഇനി Q&A എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് കണക്ട് ചെയ്യാം. അപ്പോൾ അടുത്തത് നമുക്ക് ഐസർ തിരുപ്പതിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് നന്ദന കിഷോർ നമ്മുടെ ലൈനിലുണ്ട്. സോ നന്ദന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓഡിബിൾ അല്ല? ഓ യെസ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് നന്ദന കിഷോർ. ഞാൻ ഐസർ തിരുപ്പതിയിൽ ഇപ്പോൾ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഐസർ തിരുപ്പതി എന്ന് പറയുമ്പോൾ കുറച്ച് പുതിയതായി വന്നതാണ്. 2015 വന്നത്.
അപ്പോൾ ട്രാൻസിറ്റ് ക്യാമ്പസിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ വർഷം മൊത്തത്തിൽ പെർമനന്റ് ക്യാമ്പസിൽ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അക്കാഡമിക്സ് പറയുകയാണെങ്കിൽ ടോട്ടൽ 5 വർഷത്തിൽ ഫസ്റ്റ് 3 സെമ്മ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് ആയിരിക്കും എടുക്കേണ്ടത്. അപ്പോൾ മാത്സ്, ഫിസിക്സ്, ബയോളജി, പിന്നെ കെമിസ്ട്രി, പിന്നെ നമ്മൾ എക്സസൈസും ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ലാബ് ഉണ്ടാവും ഈ സെമ്മുകളിൽ. അത് കഴിഞ്ഞിട്ട് 4th സെമ്മിൽ നമ്മളൊരു ട്രാൻസിഷൻ പീരീഡാണ്. ഇപ്പോൾ അഡ്വാൻസ് കോഴ്സിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പ്രീ മേജർ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് വേറെ ഏതാ മേജറാണെന്ന് വെച്ചാൽ എടുക്കാം. ഈ മേജർ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ CGPA റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഇവിടെ. ഏത് വേണേലും ചൂസ് ചെയ്യാം. അപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് ടു 8 അല്ല, ഒരു സെക്കൻഡ്. അതായത് മേജർ ചൂസ് ചെയ്യാൻ CGPA റെസ്ട്രിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് സീറ്റ്സ് അപ്പൊ ലിമിറ്റഡ് അല്ലേ? അല്ല ഓ- എങ്ങനെയും ചൂസ് ചെയ്യാം. ലിമിറ്റഡ് അല്ല. അപ്പൊ നമ്മളുടെ ഒരു ബാച്ചിലുള്ള എല്ലാവരും ഫിസിക്സ് ചൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ അത്ര ഫിസിക്സ് സീറ്റ് ഉണ്ടാവോ? ഇപ്പൊ ഇതുവരെ അങ്ങനെയാണ്. എല്ലാം ചൂസ് ചെയ്യാം. അങ്ങനെ. ഓക്കെ. അപ്പം എനിക്ക് തോന്നുന്നത് മേ ബി ഇനി ടൈം കഴിയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കൂടി വന്നാല് മേ ബി ഒരു ക്യാപ് കട്ട് വെക്കാം. ആളുകളുടെ എണ്ണം കൂടിയ ചിലപ്പം ഇതുവരെ അങ്ങനെയാണ്. ഓ. അങ്ങനെ 5th to 8th സെമ്മിൽ നമ്മൾ അഡ്വാൻസ് കോഴ്സസും ലാബ് അങ്ങനെയൊക്കെയാണ്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ളത് വെച്ചാൽ ECS, എർത്ത് ആൻഡ് ക്ലൈമറ്റ് സയൻസ്, HSS ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. പിന്നെ ക്യാമ്പസ് പറയുമ്പോൾ ഒരു 45 മിനിറ്റ്സ് ദൂരാണ് മേജർ സിറ്റിയിൽ നിന്ന്. അപ്പം മേജറായിട്ട് എന്തെങ്കിലുമൊക്കെ ഷോപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത്രയും ദൂരം ട്രാവൽ ചെയ്യണം. കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അടുത്ത് ഈ കടകളൊക്കെ ഉണ്ട്. അങ്ങനെ. പിന്നെ IITയും ഐസറും തമ്മിലൊരു 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഈ IIT ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത ഒരുപാട് ഇവന്റ്സ് ഒക്കെ നടത്താറുണ്ട്, ക്ലബ്ബുകളും ഇങ്ങനെയൊക്കെ. പിന്നെ ഹോസ്റ്റലിൽ 2 പേരാണ് ഉണ്ടാവുക ഒരുമിച്ച്. മെസ്സ് എന്ന് പറയുമ്പോൾ നോർത്ത് മെസ്സും സൗത്ത് മെസ്സും ഉണ്ട്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ ഒരു മെസ്സും കൂടെ വരും, കാരണം നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുന്നതുകൊണ്ട്. പിന്നെ ഇതിൽ നമ്മൾ എങ്ങനെയാ വെച്ചാൽ പേ ആൻഡ് ഈറ്റ് സിസ്റ്റം ആണ്. അപ്പോൾ നമ്മൾ അപ്പോൾ ഇപ്പോൾ നേരത്തെ ഐസർ കൊൽക്കത്തയിൽ പറഞ്ഞ പോലെ മെനു സെലക്ട് ചെയ്തിട്ട് നമ്മൾ അപ്പോൾ പേ ചെയ്ത് അങ്ങനെ. ഇപ്പോൾ നേരത്തെ ആയിട്ട് മെസ് ഫീ അടയ്ക്കൊന്നും വേണ്ട അങ്ങനെ. പിന്നെ പിന്നെ ഒരു കഫറ്റീരിയയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ UG ലാബും UG ലെക്ചറോളും നമ്മുടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ വലിയ ലെക്ചറർ കോംപ്ലക്സ് കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങളുടെ ഐസറിൻ്റെ ഉള്ളിൽ ട്രാവൽ ചെയ്യാൻ വേറെ ഇതൊന്നുമില്ല, നടക്കുകയല്ല ചെയ്യാറ്. പിന്നെ ലെക്ചറർ കോംപ്ലക്സിൽ 6 ലെക്ചറുകൾ, പിന്നെ കുറച്ച് ക്ലാസ് റൂംസ് അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ എക്സാംസും ക്ലാസ്സസും ഒക്കെ അവിടെ ആയിരിക്കും നടക്കുക. പിന്നെ ഒരു കൊളോസിയം ഓഡിറ്റോറിയം ഉണ്ട്. പിന്നെ ലൈബ്രറി ഇപ്പോൾ ഞങ്ങൾക്ക് 2 ചെറിയ ലൈബ്രറി ആയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നെക്സ്റ്റ് ഇയർ അത് വലിയ ലൈബ്രറി തുറക്കും, കാരണം ഇപ്പോൾ കൺസ്ട്രക്ഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ. അപ്പോൾ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ എന്തായാലും അത് തുറക്കുന്നുണ്ടാവും. പിന്നെ ഒരു വെൽനസ് ക്ലിനിക് ഉണ്ട്. സ്പോർട്സ് കോംപ്ലക്സിന് എല്ലാ കൈൻഡ് ഓഫ് സ്പോർട്സും ഉണ്ട്. പിന്നെ ജിം ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഐസർ തിരുപ്പതിയിൽ ഇതെല്ലാം ഭയങ്കര പുത്തൻ പുതിയതായിരിക്കും. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ സെമ്മിലാണ് ഞങ്ങളുടെ ഇതൊക്കെ ഇനാഗുറേറ്റ് ചെയ്ത സ്പോർട്സ് കോംപ്ലക്സ് ഒക്കെ അങ്ങനെയൊക്കെ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയാന്ന് വെച്ചാൽ എപ്പോഴും ഒരു വാം കണ്ടീഷനാണ്. ചൂടൊക്കെ ഉണ്ടാവും. സമ്മറിൽ ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ നമുക്ക് ഇങ്ങനെ AC ക്ലാസ് റൂംസ് ലെക്ചറുകളൊക്കെ ഓപ്പൺ ചെയ്തു തരും ആ സമയത്ത് കുറച്ചും കൂടെ നേരം. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ മഴയൊക്കെ വരുമ്പോൾ കുറച്ച് നല്ല കാറ്റ് മഴയൊക്കെ ഭയങ്കരമായിട്ടുണ്ടാവും. അപ്പോൾ അതുണ്ട്. അധികം മരങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടായിരിക്കും കാറ്റൊക്കെ വരിക. അങ്ങനെയൊക്കെ കുറച്ച് എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്. പിന്നെ ഇതല്ലാതെ എക്സ്ട്രാ സ്റ്റഡീസ് അല്ലാതെ എന്ന് വെച്ചാൽ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. ഇപ്പോൾ സബ്ജക്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഫിസിക്സ്, മാത്സ് അങ്ങനെ. ഇപ്പോൾ സിനർജി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കെമിസ്ട്രി ക്ലബ്ബാണ്. അതേപോലെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സിനാപ്സ് എന്ന് പറഞ്ഞ ന്യൂറോ സയൻസിന്റെ ക്ലബ്ബുണ്ട്. സെലസ്റ്റിക് ആസ്ട്രോഫിസിക്സിന്റെ അതൊക്കെ. അപ്പം ഇങ്ങനെ സ്കൈ വാച്ചിങ് സെഷനൊക്കെ നടത്താറുണ്ട് സെലസ്റ്റിക്കിന്. അങ്ങനെ എല്ലാ ക്ലബ്ബും ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ ബേർഡിങ് ക്ലബ്ബുണ്ട്, ഫോട്ടോഗ്രാഫിയുടെ എല്ലാം ഉണ്ട്. പിന്നെ IICM, IISM നല്ല പാർട്ടിസിപ്പേഷനാണ് ഐസർ തിരുപ്പതി.
പിന്നെ ഞങ്ങളുടെ ഒരു കൾച്ചറൽ സയൻസ് ഫെസ്റ്റ് ആണ് ദിവാൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3 ഡേയ്സ് ഒക്കെ ഉള്ള കോമ്പറ്റീഷൻസും ഗെയിംസും അങ്ങനെയൊക്കെയാണ് നടത്തുന്നത്. പിന്നെ എന്താ എല്ലാ ഫെസ്റ്റിവൽസും ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എല്ലായിടത്തും. പിന്നെ സയൻസ് ഡേ നടത്താറുണ്ട് ഇങ്ങനെയൊക്കെ. പിന്നെ ഫാക്കൽറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഫാക്കൽറ്റി മെമ്പർ ഉണ്ടായിരിക്കും. നമുക്ക് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ എല്ലായിടത്തും പറഞ്ഞ പോലെ ട്യൂട്ടോറിയൽ സെഷൻസ് ഉണ്ടാവും നമുക്ക് ഈ ആദ്യത്തെ 3 സെമ്മിൽ. അപ്പോൾ നമുക്ക് TAs അസൈൻ ചെയ്താൽ അവർ PhD സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ അവരോട് നമുക്ക് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം, പ്രൊഫസേഴ്സിനെ അപ്രോച്ച് ചെയ്യാം, അങ്ങനെയൊക്കെ. യെസ്, താങ്ക് യു നന്ദന. സോ ഇനി നമുക്ക് ഒരാളും കൂടെയാണ് കണക്ട് ചെയ്യാനുള്ളത്. ഐസർ പൂനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഹാന് നമ്മുടെ ലൈനിലുണ്ട്. ഹാൻ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഓഡിബിൾ അല്ലേ? യെസ്. എൻ്റെ പേര് ഹാൻ. ഞാൻ ഐസർ പൂനെയിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ഇനി സെക്കൻഡ് ഇയറിലോട്ട്. എൻ്റെ സ്ഥലം വയനാടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഐസർ പൂനെ സെലക്ട് ചെയ്യാനുള്ള കാരണം മെയിൻലി 2 കാരണമുണ്ട്. ഒന്ന്, ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിയപ്പോൾ അവിടെ എനിക്ക് ഫിസിക്സ് മേജർ ചെയ്യാനാണ് താല്പര്യം. അപ്പോൾ ഞാനത് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രൊഫസേഴ്സിൻ്റെ അവരുടെ ഇതൊക്കെ ഒന്ന് നോക്കിയപ്പം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, എനിക്ക് കേരളം വിടണമെന്ന് ചെറുതായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ പൂനെ ആണെന്ന് എനിക്ക് തോന്നി. സോ ഞാൻ പൂനെ ചൂസ് ചെയ്തു. ആൻഡ് NIRF റാങ്കിങ്ങിൽ എമംഗ് ഐസേഴ്സ് പൂനെയാണ് ടോപ്പ് വരുന്നത്. മോസ്റ്റ്ലി ബിക്കോസ് അതിൻ്റെ ലൊക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഓൾറെഡി ബാക്കിയുള്ള ഇപ്പം ബെരാംപൂരും തിരുപ്പതിയും ഇറ്റ്സ് നോട്ട് ബാഡ്, ഓൾ ഐസേഴ്സ് ആർ ഗുഡ്. പക്ഷേ അത് അവരുടെ ഒരു ഇത് വരുന്നത് എന്താ വെച്ചാൽ കുറച്ചും കൂടി പുതിയ ഐസേഴ്സ് ആണ്. അതിൻ്റേതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള നല്ലതും ഉണ്ട്. പക്ഷേ ഇപ്പം അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് NIRF റാങ്കിങ്ങിൽ താഴേക്ക് പോകുന്നതായിട്ട് വരുന്നിട്ടുള്ളത്. പൂനെൻ്റെ കാര്യം, പൂനെൻ്റെ ഐസർ പൂനെൻ്റെ ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് സിറ്റീൻ്റെ സെൻറ്ററിലാണ്. അപ്പം എല്ലാ ഫെസിലിറ്റീസും അവിടെ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ഐസർ പൂനെനെ കുറിച്ച് വേറൊരു കാര്യം, ഏരിയ കുറച്ച് കുറവാണ് കമ്പയർഡ് ടു അതർ ഐസേഴ്സ്. 100 ഏക്കറേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് എ റിയലി റിയലി ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. ഒരു 5 വർഷം നമ്മളവിടെ നിൽക്കേണ്ടി വരുമല്ലോ. BSMS കോഴ്സ് 5 വർഷം അവിടെ നിൽക്കേണ്ടി വരുമല്ലോ. പക്ഷേ ഇതുവരെ സീനിയേഴ്സ് ആരും തന്നെ മടുത്തു എന്നുള്ളൊരു കാര്യം പറഞ്ഞു കേട്ടിട്ടില്ല. ചെറിയ സ്ഥലമാണെങ്കിലും ഇറ്റ്സ് എ റിയലി ബ്യൂട്ടിഫുൾ ക്യാമ്പസ്. പിന്നെ അക്കാഡമിക്സിൻ്റെ കാര്യം വരുമ്പം ബാക്കിയുള്ള ഐസറുകൾ പോലെ തന്നെ ആദ്യത്തെ ഇയർ എല്ലാം കമ്പൽസറി ആയിട്ട് പഠിക്കണം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, പിന്നെ HSS ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ ഇപ്പം പ്രോഗ്രാമിംഗ് പഠിക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഇംഗ്ലീഷ് കോഴ്സ് ഫസ്റ്റ് സെമ്മിൽ വരുന്നുണ്ട്. ഫസ്റ്റ് ഇംഗ്ലീഷ് കോഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് എ പാസ് ഓർ ഫെയിൽ കോഴ്സ്. ക്രെഡിറ്റ് ഇല്ല, അതേപോലെ CGPAനെയും ബാധിക്കില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒന്ന് വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് കമ്പൽസറി. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടെസ്റ്റ് നടത്തും, അത് ഫെയിൽ ആവുകയാണെങ്കിൽ ഇംഗ്ലീഷ് കോഴ്സ് എടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ കോഴ്സസ് ഇറ്റ്സ് നോട്ട് ഹെക്ടിക്. കോഴ്സസ് ഈസിയാണ്. ഇഫ് മാത്സ് +1 +2 മാത്സ് പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ ഈസി ആയിട്ട് ഫസ്റ്റ് ഇയർ കടന്നു പോകും, വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഹെവിയാണ്, കുറച്ച് അധികം കവർ ചെയ്യുന്നുണ്ട്. സംഭവം ഈസിയാണ്, പക്ഷെ കുറച്ച് അധികം പഠിക്കാനുണ്ട്. ഒരു ഡെയിലി ഒരു 1-2 മണിക്കൂർ അതിനു വേണ്ടി വെച്ചാൽ തന്നെ കംപ്ലീറ്റ് ആവും, വലിയ കുഴപ്പമില്ലാണ്ട് പോകും. ആൻഡ് സെക്കൻഡ് ഇയർ മുതലാണ് എലക്റ്റീവ്സ് സ്റ്റാർട്ട് ആവുക. തേർഡ് സെമ്മിൽ 2 എലക്റ്റീവ്സ് ആണ് എടുക്കാൻ പറ്റുക. ഫോർത്ത് സെമ്മിലേക്ക് എനിക്ക് തോന്നുന്നു 4 എലക്റ്റീവ്സ് ആണ്. പിന്നെ നമുക്ക് ഈ എലക്റ്റീവ്സ് അനുസരിച്ച് ഇപ്പം ഒരു മേജർ ചെയ്യണമെങ്കിൽ ഇത്ര ക്രെഡിറ്റ് ക്ലിയർ ചെയ്യണം. ഒരു 8 എലക്റ്റീവ്സ് ഉണ്ടാവും, 8 എടുത്ത് അതിൻ്റെ ക്രെഡിറ്റ് ക്ലിയർ ചെയ്താലാണ് നമുക്കൊരു മേജർ എടുക്കാൻ പറ്റുക. ആൻഡ് പ്രൊഫസേഴ്സ് ആർ റിയലി ഗുഡ്, ലൈക്ക് വേൾഡ് ക്ലാസ് പ്രൊഫസേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. CERN ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫിസിക്സിൻ്റെ പ്രൊഫസേഴ്സ് ഉണ്ട്. മെയിൻലി ഞാൻ അതും കണ്ടിട്ടാണ് ഐസർ പൂനെയിൽ ജോയിൻ ചെയ്തത്. പിന്നെ ആൻഡ് സൈഡ് TS വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള TS ഉണ്ട്. ഇപ്പം എന്തെങ്കിലും
പ്രൊഫസേഴ്സ് ക്ലാസ്സിൽ എടുക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് പോയി ക്ലിയർ ചെയ്യാനായിട്ട് എല്ലാ ടൈമും TAs അവൈലബിൾ ആണ്. ലൈബ്രറി ഫെസിലിറ്റീസ് ആർ റിയലി ഗുഡ്. നമുക്ക് 24 മണിക്കൂറും ഓപ്പൺ ആയിട്ടുള്ള അനെക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് അവിടെ പോയിരുന്ന് പഠിക്കാം. റെഫറൻസസിനാണെങ്കിൽ ഈ ലൈബ്രറി ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് അത് ആക്സസ് ചെയ്യാം. പിന്നെ ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ് ഫ്രീഡം ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോയിരുന്ന് പഠിക്കാം, എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ആൻഡ് ഹോസ്റ്റൽ ഫെസിലിറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ ഹോസ്റ്റൽ ഐ വോണ്ട് സേ ഇറ്റ്സ് റിയലി ഗുഡ്, പക്ഷെ കുഴപ്പമില്ല. ഒരു റൂമിൽ 2 പേരാണ് ഉണ്ടാവുക. ബാക്കി ഇറ്റ്സ് ഓക്കേഷ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇറ്റ്സ് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് പ്രശ്നങ്ങൾ മീൻസ് എന്താ പറയുക, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കുഴപ്പമില്ല, പക്ഷെ ക്ലീൻലിനെസ് ഇച്ചിരി പ്രശ്നമുണ്ട്. അത് ഞങ്ങളിപ്പം സ്റ്റുഡൻറ് കൗൺസിലിനെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ നടപടികൾ അവർ എടുക്കുമെന്ന് വിചാരിക്കുന്നു. അതർവൈസ് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഹോസ്റ്റലും കുഴപ്പമൊന്നുമില്ലാത്ത ഫെസിലിറ്റീസാണ്. മെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ പ്രീപെയ്ഡ് അല്ല. നമുക്ക് കൊൽക്കത്തയിലൊക്കെ ഉള്ള പോലെ ഒരു മെനു ഉണ്ടാവും. നമ്മളവിടെ പോയി പേ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ക്യാമ്പസ് ലൈഫ് ഈസ് സോ ഗുഡ്. വീട്ടുകാർ മറന്നു പോകും ചെറുതായിട്ട്, വീട്ടിലേക്ക് വരാനുള്ള കാര്യമേ മറന്നു. ഇറ്റ്സ് റിയലി ഗുഡ്. ആൻഡ് സ്പോർട്സ് ഫെസിലിറ്റീസ് ആണെങ്കിലും പിന്നെ ജിം ഫെസിലിറ്റീസ്, ക്ലബ് ആക്ടിവിറ്റീസ്, ഇതൊക്കെ വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പം എല്ലാ ആഴ്ചയിലും എന്തെങ്കിലുമൊക്കെ ഒരു ക്ലബ് ആക്ടിവിറ്റി ഉണ്ടാവും. നമുക്ക് വെറുതെ ഇരിക്കുക എന്ന പരിപാടി പൂനെയിൽ നടക്കില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും. ഇപ്പം മാത്സ് ക്ലബ് ഉണ്ട്, സയൻസ് ക്ലബ് ഉണ്ട്, ആകാശ് ഗംഗ എന്ന് പറഞ്ഞ ആസ്ട്രോഫിസിക്സിൻ്റെ ഒരു ക്ലബ് ഉണ്ട്. പിന്നെ ഐസർ പൂനെ ഒരു സ്പീഡ് ക്യൂബിംഗ് ഹബ്ബാണ്. റുബിക്സ് ക്യൂബിൻ്റെ ഒരു പൂനെ എന്ന് പറയുന്നത് ക്യൂബിങ്ങിൻ്റെ ഒരു ഹബ്ബാണ്. അപ്പോൾ അതിനായിട്ട് റുബിക്സ് ക്യൂബിൻ്റെ ഒരു ക്ലബ് ഉണ്ട്, ക്യൂബിംഗ് ക്ലബ് ഉണ്ട്. പിന്നെ വേറെ കലൈഡോസ്കോപ്പ് എന്ന് പറഞ്ഞ വേറൊരു ക്ലബ് ഉണ്ട്. ഇപ്പം മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഞങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ഒരു മൂവി സ്ക്രീൻ ചെയ്യും രാത്രി. നമുക്ക് അവിടെ പോയിരുന്ന് മൂവീസ് കാണാം. അത് കഴിഞ്ഞിട്ട് ഡിസ്കഷൻസ് ഉണ്ടാവും, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് ക്രീഡാ ജങ്ക് എന്ന് പറഞ്ഞ ഐസർ പൂനെൻ്റെ ഇൻട്രാ ഐസർ പൂനെ സ്പോർട്സ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും ഏതിനകത്ത് വേണമെങ്കിലും കയറി ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അടിപൊളിയാണ്. ഇറ്റ്സ് എ റിയലി ഫൺ ഇവൻ. ഇറ്റ്സ് കോമ്പറ്റീറ്റീവ് ആൻഡ് ഫൺ അറ്റ് ദ സെയിം ടൈം. പിന്നെ വി ഹാവ് എ ക്രിക്കറ്റ് ഗ്രൗണ്ട്. സ്പോർട്സ് ഫെസിലിറ്റീസ് ക്രിക്കറ്റ് ഉണ്ട്, വോളിബോൾ ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്. നെയിം ഇറ്റ് യു ഹാവ് ഇറ്റ് ഓൾമോസ്റ്റ്. നമുക്ക് കളിക്കാൻ ഇഷ്ടമുള്ള എല്ലാ സ്പോർട്സ് ഫെസിലിറ്റീസും ഉണ്ട്. ആൻഡ് വേറെ ഒരു ഇത് പറയുന്നത് ഐസർ പൂനെ മോസ്റ്റ്ലി ഇപ്പം വരുന്നത് സ്റ്റുഡൻസ് മിക്കവരും ബയോളജി ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ഫിസിക്സ് ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും അവിടെ ഉള്ളത്. ഞാനിപ്പം എൻ്റെ ബാച്ചിൽ തന്നെ ഓൾമോസ്റ്റ് 50% ആൾക്കാർ ഫിസിക്സ് താല്പര്യപ്പെട്ട് വന്നവരാണ്. ആൻഡ് അത് കാണാനുമുണ്ട്. കാരണം അവിടുത്തെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ബയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് റിയലി ഗുഡ്. അവിടുത്തെ ലാബ് ഫെസിലിറ്റീസും വളരെ നല്ല ലാബ് ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് വേറെ പറയാനുള്ളത് മല്ലു കമ്മ്യൂണിറ്റി ഞങ്ങളുടെ ബാച്ച് 24 പേരാണ് മലയാളീസ് ഉള്ളത്. 24 പേരാണ് മലയാളീസ് ഉള്ളത്. അപ്പോൾ വളരെ നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഒരു നല്ലൊരു എന്താ പറയുക, ഒരു ഗ്യാങ് ആയിട്ട് തന്നെയാണ് ഏകദേശം എല്ലാവരും തന്നെ ഉള്ളത്. പിന്നെ സീനിയേഴ്സ് ആണെങ്കിലും മലയാളി സീനിയേഴ്സ് ആണെങ്കിലും വളരെ സപ്പോർട്ടീവാണ്. നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പം കോഴ്സിൻ്റെ ഡൗട്ടുകളാണെങ്കിലോ അല്ലെങ്കിൽ അവിടെ എന്താ പറയുക, അവിടെ അഡ്ജസ്റ്റ് ആവാത്ത കാര്യങ്ങളാണ്, എന്തുവാണെങ്കിലും പോയി ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന നല്ല കുറേ സീനിയേഴ്സ് ഉണ്ട്. ആൻഡ് ഫെസ്റ്റിവൽസ് ആണെങ്കിൽ ഇപ്പം ഓണം വളരെ എലാബറേറ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. ഞങ്ങൾ അടിപൊളിയായിട്ടാണ് സെലിബ്രേറ്റ് 2 ദിവസത്തെ പരിപാടി ഉണ്ടാവും. പിന്നെ അത് ഓണം പോലെ തന്നെ ബാക്കി എല്ലാ ഫെസ്റ്റിവൽസും നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ്
വേറെ പറയാനുള്ളത് യാ സീനിയേഴ്സിൻ്റെ കാര്യം. ഓൾ ദ സീനിയേഴ്സ് ആർ റിയലി ഗുഡ്, വെരി നൈസ് പീപ്പിൾ. അവരെ ഞങ്ങൾ ഫസ്റ്റ് ചെന്നപ്പം ബാക്കിയുള്ള ഈ ആദ്യം എന്താ പറയുക, ഒരു സീനിയർ ജൂനിയർ റിലേഷൻഷിപ്പ് കുറച്ച് പ്രശ്നമാവുമോ എന്നുള്ളൊരു പേടിയുണ്ടാകും. പക്ഷേ എന്താ പറയുക, ഞങ്ങളവിടെ ചെന്ന് സർ അല്ലെങ്കിൽ ചേട്ടാ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്രസ്സ് ചെയ്യുമ്പോൾ അവർ പറയുന്നത് അങ്ങനെയൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി ഇതാണെന്ന് പറയും. എന്ന് വെച്ചാൽ റാഗിങ് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സീനിയേഴ്സാണുള്ളത്. ആൻഡ് നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് പോയി സംസാരിക്കാൻ പറ്റുന്ന സീനിയേഴ്സാണ്. ആൻഡ് ഓൾസോ വെൽനെസ്, നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ വെൽനെസ് വളരെ എന്താ പറയുക, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം മെൻ്റൽ ഹെൽത്ത് വളരെ പ്രയോറിറ്റൈസ് ചെയ്യുന്നൊരു ക്യാമ്പസാണ്. നമുക്കവിടെ എന്തെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കവിടെ പോയി സംസാരിക്കാനായിട്ട് ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, ഇതൊക്കെയുണ്ട്. കൗൺസിലിങ്ങിന് ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഹെൽത്ത് കെയർ ക്ലിനിക്ക് ഉണ്ട് നമുക്കവിടെ താഴെ. ആൻഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്ക് ഹെൽത്ത് കെയറിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഇതിൻ്റെ കൂടെ ഫീസിന് കൂടെ കൊടുക്കുന്നതാണ്. അല്ലാണ്ട് എക്സ്ട്രാ മെഡിസിനോ അവിടുത്തെ ചെക്കപ്പിനോ ഇതിനൊന്നും വേറെ ഫീ വരുന്നില്ല. നമുക്ക് അവിടെ പോകുന്നു, ഡോക്ടറിനോടുള്ള ഇഷ്യൂ പറയുന്നു, നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് അവർ ക്ലിയർ ചെയ്ത് തരും. ആൻഡ് ഐസക് പൂനെന്ന് പിന്നെ പുറത്തേക്ക് നമുക്കിപ്പം ഫുഡ് 2 ഇതാണ് വരുന്നത്, 2 മെസ്സാണുള്ളത്. അപ്പം മേലത്തെ മെസ്സ് എന്ന് പറയുന്നത് മേലത്തെ മെസ്സ് 2 മെസ്സാണ്, SS-ഉം പിന്നെ ഒരു ശിവസാഗർ എന്ന് പറയുന്നത്. SS ശിവസാഗറും പിന്നെ താഴെ വേറൊരു മെസ്സും കൂടി വരുന്നുണ്ട്. മേലെ ദ ഓൺലി തിങ് ദാറ്റ് ഐ ക്രിട്ടിക് അബൌട്ട് ദം ഈസ് ദ സ്വീറ്റ് സാമ്പാർ. അതർ ദാൻ ദാറ്റ് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളി ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡാണ്. ആൻഡ് നമുക്ക് രാത്രി ഇരുന്ന് പഠിക്കുന്നവർക്കാണെങ്കിൽ ഒരു നൈറ്റ് ക്യാൻറ്റീൻ ഉണ്ട്. ആൻഡ് വേറെ ഒരു എക്സ്ട്രാ ഒരു മെസ്സും കൂടി ഉണ്ട്. ഇപ്പം രാവിലെ ഫുഡൊന്നും കഴിക്കാണ്ട് വേഗം ഇറങ്ങി ഓടുകയാണ് ക്ലാസ്സിലേക്കെങ്കിൽ ലെക്ചർ ഹാളിൻ്റെ അടുത്തായിട്ട് വേറൊരു ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്. നമുക്ക് അവിടെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവിടെ പോയിരുന്ന് കഴിക്കാം. അങ്ങനത്തെ ഉടായ്പകളെല്ലാം അവർക്കറിയാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും അവിടെ ഉണ്ട്. ആൻഡ് നമുക്ക് പിന്നെ പുറത്തേക്കുള്ള ഇപ്പം ഫുൾ ഫ്രീഡം ഉണ്ട്. നമുക്ക് പുറത്തേക്ക് പോവാം. നമ്മുടെ ID കാർഡ് കയ്യിലുണ്ടായാൽ മതി. ഐസക് പൂനെൻ്റെ ക്യാമ്പസിന് പുറത്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു കയറുന്ന സമയത്ത് അവിടുത്തെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് ID കാർഡ് കാണിച്ചാൽ കയറി പോരാൻ പറ്റും. ആൻഡ് ആ പുറത്ത് അസൈഡ് ഇറ്റ്സ് എ സിറ്റി, നമുക്ക് എല്ലാ ഫെസിലിറ്റീസും പുറത്ത് തന്നെയുണ്ട്. മാളുകളുണ്ട്, പിന്നെ മാളുകളുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി മേടിക്കാം. ആൻഡ് ട്രാവലിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ട്രാവലിങ് പിന്നെ മേജറായിട്ടുള്ള സംഭവങ്ങൾ, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പം ഈസിലി ആക്സസിബിൾ ആണ്. അവിടുന്ന് തന്നെ ഇഷ്ടംപോലെ ക്യാബും സംഭവങ്ങളൊക്കെ ഉണ്ട് പുറത്തുനിന്ന് തന്നെ. ആൻഡ് ഇൻ 1 ഇയർ ഐസക് പൂനെൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു മെട്രോ വർക്ക് നടക്കുന്നുണ്ട്, ഇൻ പ്രോഗ്രസ് ആണ്. അപ്പോൾ ഒരു 1 ഇയർ കൊണ്ട് അതും റെഡിയാകും. അപ്പം വളരെ ഈസി ആയിട്ട് പൂനെ സിറ്റി മുഴുവൻ ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി വരുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, താങ്ക് യു ഹാൻ, താങ്ക് യു ഓൾ ഓഫ് യു. 7 ആളുകൾക്ക് 7 ഡിഫറെൻറ്റ് ഐസേഴ്സ് റെപ്രസെൻ്റ് ചെയ്ത എല്ലാവർക്കും തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. ആൻഡ് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കിടക്കാം. ഐ തിങ്ക് ഗസ്റ്റായിട്ട് വന്ന് നമ്മൾ ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ഐസറിൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഹാൻഡ് റേസ് ചെയ്തുകൊണ്ട് അൺമ്യൂട്ട് ആക്കിയിട്ട് ചോദിക്കാവുന്നതാണ്. സോ ആർക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ആ യെസ്, കേൾക്കാം. ആന്റണി ബെന്നി എന്നാണോ പേര്? ഓക്കെ, പ്ലീസ് ചോദിച്ചോളൂ. അപ്പോൾ സാർ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ പാരൻ്റ് ആണ്. ഓക്കെ സാർ, ചോദിച്ചു. നമ്മൾ ഈ പ്രിഫറൻസ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി എല്ലാവരും ഈ പൂനെ സ്റ്റാർട്ടിങ് താഴോട്ട് അങ്ങനെയുള്ള ഈ മൊഹാലി അല്ലെങ്കിൽ ബരംപൂർ, തിരുപ്പതി ഇങ്ങനെയുള്ളത് ശരിക്കും എങ്ങനെ എനിക്ക് ഏറ്റവും അത് ശരിക്കും കൺസിസ്റ്റ് ആണ് ഇൻഫാക്ട്. അപ്പോൾ എങ്ങനെ തരാം?
അതെ. നമ്മൾ ഈ വെബിനാർ വെച്ചതിന്റെ കോർ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യം അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പം പലപ്പോഴും ഞാന് പല വീഡിയോസിലായിട്ടോ അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിറ്റീന്റെ പുറമേയുള്ള സ്റ്റുഡൻറ്സ് എന്നോട് ചോദിച്ചതായിട്ടും കേട്ടിട്ടുണ്ട്. എനിക്ക് ഒരു പ്രിഫറൻസ് ഓർഡർ പറഞ്ഞു തരുമോ? നല്ലൊരു പ്രിഫറൻസ് ഓർഡർ പറഞ്ഞു തരുമോ എന്നുള്ളത് കുട്ടികള് ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ശരിക്കും നമ്മള് ഒരു ഹോട്ടലിൽ കേറിയാല് ഭക്ഷണം കഴിക്കുന്ന ഒരു നല്ലൊരു മെനു പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ് ആക്ച്വലി അത്. ഐസർ പൂനെയാണ് റാങ്കിങ്ങിൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എല്ലാവരും കൊടുക്കാറ് ഐസർ പൂനെയാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഐസർ പൂനെ കൊടുക്കണം എന്നില്ല. മനസ്സിലായില്ലേ? അപ്പം ഹിസാനയായിരുന്നു ഐസർ തിരുവനന്തപുരത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഹിസാന പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. ഹിസാന തിരുവനന്തപുരം പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്ന മനസ്സിലുള്ള ഒരു തിങ് എന്ന് പറയുന്നത് കേരളത്തിൽ നിൽക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അത് പ്രയോറിറ്റി ആയി വരുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഹാൻ അവസാനമായിട്ട് സംസാരിച്ച ഹാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും കേരളം വിടുക എന്നുള്ളതായിരുന്നു ഒരു എന്താ പറയാ പ്രയോറിറ്റി എന്നാ പറഞ്ഞത്. അപ്പം പ്രയോറിറ്റി ഡിപ്പെൻഡ്സ് ഓൺ അസ് ല്ലേ? അപ്പം നമുക്കത് ഒരിക്കലും ഒരാൾക്ക് വേണ്ടി ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ലിസ്റ്റ് അങ്ങ് പബ്ലിഷ് ചെയ്താൽ പോരായിരുന്നോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വെബിനാർ കണ്ടക്ട് ചെയ്ത് നമ്മളെല്ലാ ഐസറിൽ നിന്നുള്ള സ്റ്റുഡൻസിനെ നമ്മളൊരു കോമൺ പ്ലേസിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തത്. സോ ദ തിങ് ഈസ് നിങ്ങൾക്ക് എന്താണ് പ്രയോറിറ്റി അല്ലെങ്കിൽ സ്റ്റുഡന്റിന് എന്താണ് ആഗ്രഹം അതിനെ ബേസ് ചെയ്തിട്ട് ഐസറുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. പൂനെയാണ് ഒബിയസ്ലി റാങ്കിങ്ങിൽ ഫസ്റ്റ് വരുന്നത്. പ്രയോറിറ്റിയിൽ ഏറ്റവും വലിയ പ്രിഫറൻസ് എല്ലാവരും തന്നെ പ്രിഫർ ചെയ്യുന്ന ക്യാമ്പസ് എന്ന് പറയുന്നത് പൂനെയാണ്. അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞു. ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഐസറാണ് പൂനെ എന്ന് പറയുന്നത്. തിരുപ്പതിയും അതുപോലെ തന്നെ ബെർഹംപൂരും പ്രിഫറൻസിന്റെ താഴത്തേക്ക് പോവാനുള്ള കാരണം അതൊട്ടും മോശമായതുകൊണ്ടല്ല, ഇൻഫ്രാസ്ട്രക്ചർ വൈസ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. അപ്പം എന്താണ് നമ്മളുടെ പ്രയോറിറ്റി എന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ പ്രിഫറൻസാ ചോദിക്കുന്നത്. പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. അപ്പം എന്താണ് ആ കുട്ടിയുടെ ആവശ്യം അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മളുടെ മെന്റർഷിപ്പ് ഗ്രൂപ്പിൽ തന്നെ നമ്മളെ റിപ്പറിന്റെ ഭാഗമായിട്ട് ഒരു മെന്റർ ഉണ്ടായിരുന്നു, ശരണ്യ. ശരണ്യ എന്ന് പറഞ്ഞ ഇപ്പൊ ഭോപ്പാലിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്ലസ് ടുവില് ശരണ്യക്ക് ഇഷ്ടം ഭോപ്പാലിൽ പഠിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് ഡ്രീം എന്താന്ന് ചോദിച്ചാൽ ഐസറിൽ പഠിക്കുക എന്നുള്ളതല്ല പ്ലസ് ടുവിലേ പറയാറുണ്ടായിരുന്നത്. ഐസർ ഭോപ്പാലിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഒബിയസ്ലി ശരണ്യനെ സംബന്ധിച്ചിടത്തോളം ഐസർ ഭോപ്പാലാണ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുക. ഐ ഹോപ്പ് ഐ ആൻസേർഡ് യുവർ ക്വസ്റ്റ്യൻ. അപ്പം എന്താ പറയുക, നമ്മളുടെ ഇഷ്ടമാണ് നമ്മുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതിലേക്ക് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും കോമ്പറ്റീഷൻ ആ ഐസറിൽ കൂടുതലാവും. അതുകൊണ്ട് പൂനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ദാറ്റ്സ്. വേറെ എന്തെങ്കിലും ഉണ്ടാവും? അതിലൊരു കാര്യം കൂടി ആഡ് ചെയ്യാണെങ്കിൽ ഇപ്പോൾ ഐസർ ഭോപ്പാലിന്റെ കാര്യം പറയുമ്പോൾ അതിൽ എഞ്ചിനീയറിങ്ങും അതുപോലെ തന്നെ എക്കണോമിക്സ് സയൻസ് കോഴ്സസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് പ്രിഫറൻസ് എഞ്ചിനീയറിംഗ് വേണം അല്ലെങ്കിൽ എക്കണോമിക്സ് സയൻസ് പഠിക്കണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ഭോപ്പാൽ വയ്ക്കുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ. വേറെ ഇപ്പോൾ തിരുപ്പതിയിൽ പുതിയതായിട്ട് കോഴ്സ് വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് താല്പര്യമുള്ള കോഴ്സസ് ഏതാണ്? ഇപ്പോൾ ലൈഫ് സയൻസ് ആണെങ്കിൽ അതനുസരിച്ച് റാങ്ക് മീൻസ് പ്രിഫറൻസ് ലിസ്റ്റ് ഉണ്ടാക്കുക. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതനുസരിച്ച് ലിസ്റ്റ് ഉണ്ടാക്കുക. അങ്ങനെ ഇറ്റ് വിൽ ബി ബെറ്റർ. മീൻസ് അല്ലാണ്ട് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും മീൻസ് എല്ലാം ഉണ്ട്. ബട്ട് നമുക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സസ് അനുസരിച്ച് ലിസ്റ്റ് ഓൺ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി പ്രിഫറബിൾ. ഓക്കെ. താങ്ക്സ് അശ്വിൻ. അപ്പം അശ്വിൻ എന്താ ആഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ ചില ഐസറുകളിൽ മാത്രമേ ചില കോഴ്സുകളുള്ളൂ. ഞാൻ എല്ലാം BSMS ആണ് എന്നുള്ള ഒരു കമ്പാരിസണാണ് നടത്തിയിരുന്നത്. അശ്വിൻ ഒരു പോയിന്റ് കൂടി ആഡ് ചെയ്തത് ചില കോഴ്സുകൾ ചില ഐസറിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ കോഴ്സ് എടുക്കാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഓവർ എനിത്തിങ് ആ കോഴ്സ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. വേറൊരു ഓപ്ഷൻ നമുക്കില്ലല്ലോ. അപ്പൊ അതും കൂടി അശ്വിൻ ഒന്ന് ആഡ് ചെയ്തതാണ്. ഇനി എന്തെങ്കിലും അതിന്റെ ഭാഗമായിട്ട് ചോദിക്കാനുണ്ടോ? അബ്ദുൾ സത്താർ എന്ന് പറഞ്ഞ ഐ തിങ്ക് പാരന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഹാൻഡ് റൈസ് ചെയ്തിട്ട് അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അപ്പൊ സാർ ഇത് ഇപ്പൊ ഞങ്ങളുടെ കുട്ടിയൊക്കെ ചെറിയ വെച്ചാൽ ഈ പ്ലസ് ടുവിന് ഫുൾ മാർക്കാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാ സബ്ജക്റ്റിനും ഉള്ളിലേക്ക് ഓക്കെയാണ്. അങ്ങനെ വരുമ്പോൾ ഏതാണ് ഒരു പ്രിഫറൻസ് ഓർഡർ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ എന്നെ റാങ്കിങ്ങിൽ ഫസ്റ്റ് വെച്ച് നമ്മൾ ഫോളോ ചെയ്യാനായിരിക്കും നല്ലത് തോന്നുന്നു അല്ലേ? വാട്ട് ഇസ് യുവർ സജഷൻ ഓൺ ദാറ്റ് പ്ലീസ്? അതായത് ഒരു ഐസറിൽ കൊടുക്കാനുള്ള കാരണം നമ്മൾക്ക് കിട്ടിയ മാർക്കല്ല. ഒരു ഐസർ പൂനെ ഇപ്പം എനിക്ക് ഓൾ ഇന്ത്യ റാങ്ക് 1 കിട്ടി. അതുകൊണ്ട് ഞാൻ പൂനെ കൊടുക്കണം എന്ന്
അർത്ഥമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. കാര്യം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഏതാണോ ഐസർ ഇഷ്ടം. ഐസർ പൂനെയാണെന്നുണ്ടെങ്കിൽ പൂനെ കൊടുക്കാം. ഭോപ്പാലിനെ കുറിച്ച് ഇപ്പൊ ആൾക്കാർ പറഞ്ഞു. അപ്പൊ ഭോപ്പാല് കൊടുക്കാം. മൊഹാലിനെ കുറിച്ച് ആളുകൾ പറഞ്ഞു. കൊൽക്കത്തയെ കുറിച്ച് സംസാരിച്ചു. അപ്പം അതിനുശേഷം നമ്മൾ കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ. അപ്പൊ ഇനി ഇതെല്ലാം ഈക്വലി ഗുഡ് ആയിട്ടാണ് താങ്കൾക്ക് തോന്നുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോപ്പുലാരിറ്റി അനുസരിച്ച് കൊടുക്കാം. അപ്പം യു ആർ ഫോളോയിങ് എ പോപ്പുലർ ഒപ്പീനിയൻ. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഇപ്പം ഒരു ഓൾ ഇന്ത്യ റാങ്ക് 10 വന്നതുകൊണ്ട് ഞാൻ പൂനെ പോവാന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലർ ചോയ്സ് ആണ്. അല്ലാതെ പൂനെ പോയാൽ എന്താണ് ബെനിഫിറ്റ് എന്നുള്ളത് ആൻസർ ഫിഗർ ഔട്ട് ചെയ്യേണ്ടത് നമ്മളാണ്. നമ്മൾ ഈ പറഞ്ഞ 7 ആളുകൾക്കും പറയാൻ റീസൺസ് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഐസറിൽ പോയത് എന്നുള്ളത്. അതുപോലത്തെ ഒരു വാലിഡ് റീസൺ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. അല്ല എങ്കിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഫില്ല് ചെയ്യുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ പറഞ്ഞു തരാൻ പറ്റും. ആദ്യം ഫില്ല് ചെയ്യാറുണ്ടായിരുന്നത് ഐസർ പൂനെയാണ്. ആൻഡ് രണ്ടാമത് ഫില്ല് ചെയ്യാറുള്ളത് പൊതുവെ കൊൽക്കത്ത, ഭോപ്പാല്, അതുപോലെ മൊഹാലി. ഇത് 3ഉം അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. ഇതിന് ഏകദേശം ഒരേപോലെയാണ് കിട്ടാനുള്ള സാധ്യത. അത് പല വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. ആൻഡ് ഈ 3ഉം കഴിഞ്ഞാൽ പിന്നെ ഫില്ല് ചെയ്യുന്ന ഐസർ എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. പിന്നെ ഫില്ല് ചെയ്യുന്നത് തിരുപ്പതിയാണ്. ആൻഡ് അവസാനം ഫില്ല് ചെയ്യുന്നത് ബെർഹംപൂരാണ്. ഒരു പോപ്പുലർ ഓർഡർ ആണ് എന്നോട് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഓർഡറാണ് പറയുക. പക്ഷെ അതല്ല ശരിക്കുമുള്ള കാര്യം. നമ്മളുടെ പ്രിഫറൻസ് ആണ് ചോദിക്കുന്നത്. യെസ്. അപ്പൊ ആ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഓക്കെ, ഡൺ ഡൺ. ഓക്കെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സോ അബ്ദുൾ സത്താർ എന്ന് പറഞ്ഞ പാരന്റ് ആണോ എന്നുള്ളത് എനിക്കറിയില്ല. പ്ലീസ് ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുമോ? യെസ്, പൊടി. ഗുഡ് മോർണിംഗ്. പാരന്റ് ആണോ? യെസ് യെസ്. ഓക്കെ. ഓക്കെ സാർ, പറഞ്ഞോളൂ. എനിക്ക് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ഐസർ റിലേറ്റഡ് അല്ല, ഒരു കോമൺ ആയിട്ടുള്ള നമ്പർ 1 OBCLCLന്റെ സർട്ടിഫിക്കറ്റിന്റെ അഡ്മിഷന്റെ നിങ്ങളുടെ യൂട്യൂബിൽ പറയുന്നുണ്ട് ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ കൊണ്ടുപോയിട്ട് വില്ലേജ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്ത് അവിടുന്ന് താലൂക്കിലേക്ക് പോയി അവിടുന്ന് സൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോർമാറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അതെ. ബട്ട് ഇൻ കേസ് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ടുള്ള ഒരു ബൈ ഡീഫോൾട്ട് ഒരു സിസ്റ്റം ജനറേറ്റഡ് സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പം അതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. വേറെ മറ്റേ ഈ ഹാർഡ് കോപ്പി അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പം ഇത് വാലിഡ് ആണോ? കാരണം അത് വാലിഡ് ആണെന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യത്തിന് ഉള്ള ഉത്തരം പറയാം. അതായത് നമ്മളുടെ പ്രോസ്പെക്ടസിൽ പറയുന്ന ഗൈഡ് ലൈൻ ആണ് ഞാൻ വീഡിയോയിൽ പലപ്പോഴും പറയാറുള്ളത്. ഓക്കെ. അപ്പോൾ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഇത് തന്നെ വേണമെന്നാണ് നമ്മുടെ വെബ്സൈറ്റിലും പ്രോസ്പെക്ടസിലും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയിൽ ഒരു പബ്ലിക് ആയി പറയുന്ന സമയത്ത് കൃത്യകാര്യം തന്നെ പറയണല്ലോ. അല്ലാതെ അതിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പോസിബിൾ ആണെന്നുണ്ടെങ്കിലും നമ്മൾ അത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല, പറയില്ല. കാരണം അത് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ആണ്. ഇനി ഇത് മതിയോ എന്ന് ചോദിച്ചാൽ ഇപ്പം കഴിഞ്ഞ വർഷം ഈ ഇതേപോലെ പേപ്പറിൽ തന്നെ സാറ് പറഞ്ഞ പോലെ ഫോർമാറ്റിൽ അപ്ലൈ ചെയ്ത് അഡ്മിഷൻ എടുത്ത കുട്ടികളും ഇപ്പം നമ്മളുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഡിസ്കഷൻ പാനലിൽ വന്ന പല ആളുകളും സാറിന്റെ കയ്യിൽ കിട്ടിയ ഫോർമാറ്റിലാണ് ഈ OBCNCL സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തിരുന്നത്. അതും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ പ്രോബ്ലം ഒന്നും വരാൻ സാധ്യതയില്ല. ഐസർ അഡ്മിഷൻ പ്രോസ്പെക്ടസിൽ പറയുന്ന ഫോർമാറ്റ് ആണ് ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തത്. കഴിഞ്ഞ വർഷം വരെ സാർ ഈ പറഞ്ഞ സെൻട്രൽ പർപ്പസ് OBCNCL സർട്ടിഫിക്കറ്റ് ആണ് ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത് എങ്കിൽ പ്രശ്നമൊന്നും ആർക്കും വന്നിട്ടില്ല. രണ്ടാമത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇൻ കേസ് ഇപ്പം നമ്മൾ ഇന്ന് പ്രിഫറൻസ് ഓർഡർ ഹലോ വൺ സെക്കൻഡ്. അഫ്നാസ് ഹാൻഡ് റൈസ് ചെയ്തത് ഇതിനോട് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, ഈ ക്വസ്റ്റ്യനോട്. കഴിഞ്ഞ വട്ടം എൻ്റെ കൂടെ അഡ്മിഷൻ എടുത്ത കുറച്ച് ആൾക്കാർക്ക് ഐസർ ബെർഹംപൂരിൽ ഈ OBCNCL സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നം കാരണം അഡ്മിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ. ഇത് സർട്ടിഫിക്കറ്റിന്റെ കാരണം അവിടെ നിന്ന് മടക്കിയിട്ടുണ്ടായിരുന്നു അവരെ. എന്തായിരുന്നു ആ പ്രശ്നം എന്ന് സ്പെസിഫൈ ചെയ്യാം? അതായത് OBCNCL ഇവർ സ്പെസിഫൈ ചെയ്ത ഫോമാറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കുട്ടികളെ അവർ പറഞ്ഞു വിട്ടായിരുന്നു.
ഒരു വഴിയില്ല. നമ്മുടെ സീനിയേഴ്സൊക്കെ പ്രൊഫസേഴ്സിന് മെയിൽ അയച്ചായിരുന്നു ഇതിൻ്റെ പേരിൽ. അപ്പോൾ പ്രൊഫസേഴ്സ് പറഞ്ഞത് ആ ഒരു ഫോമാറ്റ് തന്നെ വേണമെന്നാണ്. ഓക്കെ. അപ്പൊ ഈ നമ്മള് ഓൺലൈനിൽ കിട്ടുന്ന ഈ ഫോർമാറ്റ് ശരിയല്ല. ഇത് അക്സെപ്റ്റ് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ സാധനം പ്രിൻ്റ് എടുത്തിട്ട് നേരെ കൊയിലാണ്ടി തഹസിൽദാരുടെ അടുത്ത് പോയിട്ട് അതിൽ സൈൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റുമോ? ഇത് പ്രിന്റ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് പോകും. ഡയറക്റ്റ് പോവാം. ഓക്കെ. അപ്പം താങ്ക് യു അഫ്നാസ്. ഞാൻ ഈ ഒരു പ്രശ്നം മുന്നേ ഗൗതവുമായിട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ഐ തിങ്ക് ഐസർ മൊഹാലിയിൽ ഇതുപോലത്തെ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ അല്ലാതെയും വലിയ പ്രശ്നമൊന്നും വന്നിട്ടില്ലായിരുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? ഗൗതം നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. അപ്പൊ നമ്മൾ ഞാൻ ആക്ച്വലി ലാസ്റ്റ് ടൈം ഇപ്പോൾ കേൾക്കാം. ഓക്കെ. ലാസ്റ്റ് ടൈം ഞാൻ കൊടുത്തപ്പോൾ ഞാൻ എൻ സി എല്ലിൻ്റെ ഇതായിരുന്നു, സെൻട്രൽ ഗവൺമെൻറ് എൻ സി എല്ലായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ പറഞ്ഞത് ഞാൻ എടുത്ത് വില്ലേജ് ഓഫീസിൽ പോയി സൈൻ ചെയ്തിട്ട് അവിടുന്ന് തഹസിൽദാരുടെ അടുത്ത് പോയി സൈൻ ചെയ്തിട്ടായിരുന്നു ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് വലിയ രീതിയിൽ യൂസ് ആയിട്ടില്ല എന്നതാണ് എൻ്റെ ഓർമ്മ. പക്ഷേ OBC NCL ആണ് നമുക്ക് നല്ല സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന നമുക്ക് കിട്ടുന്ന OBC NCL ആണ് നമുക്ക് എന്താ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അത് തന്നെ നമുക്ക് അതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കീഴിലുള്ളതായതുകൊണ്ട് തന്നെ അത് തന്നെ ആയിരിക്കും നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൂടുതൽ. ഓക്കെ. റുക്സാന ആഡ് ചെയ്യാൻ എന്താണ്? പക്ഷേ മറ്റേത് കൂടി എടുത്തിട്ട് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്തായിരിക്കും, കാരണം അവർ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ വരുന്നത്. അതെ. എനിക്ക് സെയിം പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാൻ ഈ ഓൺലൈൻ സബ്മിഷൻ ചെയ്യുമ്പോൾ ചെയ്തത് നോർമൽ സ്റ്റേറ്റ് ലെവലാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. എൻ്റെ ഒപ്പം നിന്ന ആൾ അത്യാവശ്യം റൂഡായിരുന്നു, എൻ്റെ പേപ്പേഴ്സ് നോക്കിയ ഒരാൾ. സോ അയാൾ പറഞ്ഞു ഇത് ഏതോ ഐസറിലെ ഫോർമാറ്റിൽ അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ ഇതാക്കി. ഞാൻ പറഞ്ഞു ഓ സോറി ഇതായിപ്പോയി, എന്താ ചെയ്യേണ്ടത്? അയാൾ പറഞ്ഞു ഒരു മാസം തരാം, 1 മാസത്തിനുള്ളിൽ നീ ചെയ്തില്ലെങ്കിൽ അഡ്മിഷൻ പ്രശ്നമാവും, 1 മന്ത് ടൈം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ചെയ്താൽ മതി പറഞ്ഞിട്ട് അയാൾ തന്നെ വിട്ടെ. അപ്പം ഞാൻ ഭയങ്കര പേടിച്ചു. അയ്യോ പക്ഷേ 1 മന്ത് ഒന്നും എടുക്കില്ല, അത് അവിടെ പോയി പറഞ്ഞാൽ ചെയ്തായിരിക്കും. അപ്പം ഞാൻ പക്ഷേ എനിക്കൊരു 1 മന്ത് ടൈം തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ പ്രോബ്ലം ഉണ്ടായപ്പോൾ. പിന്നെ ഞാൻ എൻ്റെ സീനിയേഴ്സിനെ കണ്ടപ്പോൾ ചോദിച്ചു ഇങ്ങനെ ഉണ്ടായി, അയാൾ ഭയങ്കര റൂഡായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള സീനിയർ പറഞ്ഞു, ആ സമയത്തുള്ള എൻ്റെ സീനിയർ പറഞ്ഞു ഇതേ പ്രോബ്ലം മൂപ്പർക്കും ഉണ്ടായി. ലൈക്ക് എവറിബഡി ഈസ് മേക്കിംഗ് സെയിം മിസ്റ്റേക്ക്. അപ്പോൾ ബട്ട് ഐസർ അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നീട് അത് സീരിയസ് ആക്കി എടുത്തില്ല. ലൈക്ക് മൂപ്പര് പിന്നെ സബ്മിറ്റ് ചെയ്തു, പിന്നെ ഞാനും സബ്മിറ്റ് ചെയ്തപ്പോൾ ഇവർക്ക് ഓർമ്മയില്ല ഞാനിങ്ങനെ സബ്മിറ്റ് ചെയ്യാത്തൊരു കാര്യം. അപ്പോൾ അതുണ്ട്, പക്ഷെ ചിലവർ അത് സീരിയസ് ആക്കി എടുക്കുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഒരു മാസം ടൈം ചോദിച്ചാൽ സബ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ടൈം വരെ ആയിരിക്കും. ഈ കുട്ടി പറഞ്ഞ സ്റ്റേറ്റ് ഫോർമാറ്റ് ആണ് സബ്മിറ്റ് ചെയ്തത്. സ്റ്റേറ്റ് ഫോർമാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. There are 2 types of OBC NCL. What is state purpose? What is for central purpose? For state purpose ഒരിക്കലും ഇവിടെ applicable അല്ല. That is only for within the state. അല്ല, അഫ്നാസ് പറഞ്ഞതും സെൻട്രൽ പർപ്പസിലുള്ള കാര്യമാണ്. പക്ഷേ റിജക്ട് ലാസ്റ്റ് ഇതല്ലേ ആരുടെ സ്റ്റേറ്റ് വെച്ചു, പക്ഷേ ഞാൻ സെൻട്രലല്ല വിഷയം. Central, there are 2 types. One is the prescribed format. Another one is all can get through the system. Whatever the Kerala government is. ഞാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഹീറ്റ് പർപ്പസിന്റെ നമ്മളിവിടെ ഇത് അപ്ലിക്കബിൾ അല്ല. സാറേ അത് വന്ന മിസ്റ്റേക്ക് ആയിരുന്നു. അത് വന്ന മിസ്റ്റേക്കാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സെൻട്രലിൽ തന്നെ 2 എണ്ണം ഉണ്ട്. അതിൽ ഏത് വേണമെന്നല്ലേ സാറ് ചോദിക്കുന്നത്? അത് തീർച്ചയായിട്ടും പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല, ഇത് നമ്മളെ കാറ്റഗറി റാങ്ക് തന്നെ അവര് നമ്മൾക്ക് അലോട്ട് ചെയ്ത് തന്നത് ഓൺ ദ ബേസ് ഓഫ് നമ്മളെ OBC LCയിലാണ്. നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് സബ്മിറ്റ് ചെയ്തതും ഈ പറഞ്ഞ സിസ്റ്റം ക്രിയേറ്റഡ് OBC LCയിലാണ്. സെൻട്രൽ ഗവൺമെന്റ് that does not need any kind of term or C.
that itself is a value. അല്ല സാർ, അത് ഡെഫിനറ്റ്ലി കൃത്യമായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. ആ, അതാ ഞാൻ പറയുന്നത്. ഈ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്നതിന്റെ മുന്നേ ഇട്ട വീഡിയോയിലാണ് ഞാൻ പറയുന്നത്. അതായത് എനിക്ക് എവിടുന്ന ഇൻഫർമേഷൻ കിട്ടുന്നത്, ഞാൻ പ്രോസ്പെക്ടസ് എന്ന് വായിച്ച കാര്യമാണ് ഞാൻ വീഡിയോ ആയിട്ട് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞ കാര്യം ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നടക്കാറുണ്ട്. ഇപ്പൊ റുക്സാനിയും പറഞ്ഞു, ഈവൻ സ്റ്റേറ്റിൽ ഇത് സബ്മിറ്റ് ചെയ്തിട്ട് പോലും ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് പോസിബിൾ ആക്കി തരാറുണ്ട് മനുഷ്യന്മാര്. അത് അവിടെ ഹാൻഡിൽ ചെയ്യുന്ന പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ നമ്മൾ നമ്മളുടെ പാർട്ട് പെർഫെക്റ്റ് ആവാൻ വേണ്ടി എന്താ ചെയ്യുക, അവരെന്താണോ ഗൈഡ് ലൈൻ ഇറക്കിയത് അത് ഫോളോ ചെയ്യുക. അപ്പൊ നമ്മളുടെ അടുത്ത് പ്രിസ്ക്രൈബ്ഡ് ഫോം ഉണ്ടെങ്കിൽ പിന്നെ ടെൻഷന്റെ കാര്യമില്ലല്ലോ. ഇനി നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് കുറച്ചുകൂടി എന്താ പറയാ, കുറച്ച് പ്രിക്കോഷൻ ആയിട്ട് രണ്ടും കൂടി എടുത്തു വെക്കാന്ന് പറഞ്ഞു അല്ലേ? അതെ. ഇപ്പം ഐസർ ബർഹാംപൂരി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ മാത്രം അഡ്മിഷൻ കിട്ടാതെ വന്നിട്ടുണ്ട്. മൊഹാലി ഇപ്പം റുക്സാന കൊൽക്കത്തയാണ്. അവിടെയുള്ള പേഴ്സൺസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അവർ നമുക്കൊരു ഇളവ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സ്റ്റേറ്റാ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അഡ്മിഷനെ ക്യാൻസൽ ചെയ്യാം. അതിൽ നമുക്ക് ഒരു വോയിസും പിന്നെ ഉണ്ടായിരിക്കില്ല. മനസ്സിലായേ? അപ്പൊ ബർഹാംപൂരിലെ കാര്യമാണെന്നുണ്ടെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലല്ല കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മള് മാക്സിമം സിസ്റ്റം ഫോളോ ചെയ്യാന്നുള്ളതല്ലേ നല്ലത്. അത് ആ സിസ്റ്റം ഇനിയിപ്പോ ഒരു തക്കിയാൻ വേണ്ടി പറയുന്നില്ല കേട്ടാ. ഇത് നമ്മളിപ്പോൾ രണ്ട് ചെയ്യാം സാറേ. ഈ പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയിരിക്കാൻ ഓൺലൈൻ സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസിന് സാധനം കൊണ്ടുപോയിട്ട് തഹസിൽദാരുടെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് നമ്മളത് ഈ പറഞ്ഞ പ്രിസ്ക്രൈബ് ഫോർമാറ്റിൽ ഒരെണ്ണം ടൈപ്പ് ചെയ്ത് സീൽ ചെയ്ത് മേടിക്കുക. അത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നും. ഐസറിന് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് സാറിന്റെ അടുത്ത് പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലുള്ള സാധനം എന്തായാലും കൊണ്ടുപോയാൽ മതി. അപ്പൊ പിന്നെ വേറെ ഒരു ടെൻഷനും ഇല്ല. അടുത്തത് വെച്ചാലേ നമ്മള് ഈ സപ്പോസ് നമ്മളിപ്പോ പ്രിഫറൻസ് ഓർഡർ ഇന്നിപ്പോ നമ്മൾ എൻട്രി ചെയ്ത് നോക്കാം, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് അത് 3-ാം തീയതി മറ്റല്ല. അത് ജൂലൈ. ഇതിന്റെ ഇടയിൽ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇടയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ക്ലാരിറ്റി ഇല്ല. പറ്റാൻ സാധ്യതയുണ്ട്. ഇനി പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വാണിംഗ് വരും കേട്ടോ. സബ്മിറ്റ് കൊടുക്കുന്നതിന്റെ മുന്നേ വൺസ് സബ്മിറ്റ് ചെയ്താൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പല്ല. ഇല്ലെങ്കിൽ പറയും. സാർ ക്വസ്റ്റ്യൻ ബാക്കി ചോദിച്ചോളൂ. അത് എനിക്ക് ആരെങ്കിലും ഒന്ന് ക്ലാരിഫൈ ചെയ്തെന്ന് ഓർഡർ പറയുന്ന അതൊരു ഡൗട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രിഫറൻസ് കൊടുത്തിട്ടില്ല. ഒന്നുകൂടി ഒന്നൊരു ക്ലാരിറ്റി വന്നതിന് ശേഷം കാരണം ഇൻ കേസ് അത് ഓൺലി അറ്റൻഡ് വൺസ് മാത്രമേ മാർക്കുള്ളൂ എങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആവും. ഓക്കെ, അത് ആർക്കെങ്കിലും പാനലിലുള്ള ആർക്കെങ്കിലും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഓർമ്മ ഉണ്ടോ പ്രിഫറൻസ് മാറ്റാൻ പറ്റുമോ എന്നുള്ളത്? നമുക്ക് 7 ദിവസം സമയമുണ്ട്. പക്ഷെ വൺസ് സബ്മിറ്റഡ് തന്നെയാണോ എന്നുള്ളതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് നമുക്ക് വെബ്സൈറ്റിൽ ചെയ്ത് നോക്കും. യെസ്, എനിക്ക് കൃത്യമായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇപ്പം അമിത് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മളത് പ്രിഫറൻസ് ഓർഡർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നോട്ടിഫിക്കേഷൻ വരും. ഇത് ഒറ്റ പ്രാവശ്യമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ എന്ന് നമ്മൾ പ്രിഫറൻസ് ഓർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് അവിടെ പറയും. അപ്പോൾ അതൊന്ന് കയറി നോക്കൂ കേട്ടോ. ഇല്ല, ജോസയിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഈ പറഞ്ഞ പോലെ വെച്ച് കഴിഞ്ഞാൽ ലോക്ക് ചെയ്താൽ പിന്നെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇതും സെയിം ആയിരിക്കും. അതെ, ഫൈനൽ. ഓക്കെ. എനിക്ക് വേറെ ക്വസ്റ്റ്യൻ ഉള്ളത്, ഇപ്പം സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ അവിടെ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആഫ്റ്റർ ഐസർ എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മൊത്തത്തിൽ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ഈ 5 ഇയർ കഴിയാതെ ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല, നെക്സ്റ്റ് പേജിലേക്ക് പോകണോ, പിന്നെ അല്ലെങ്കിൽ ഇത് പോകണോ, നെക്സ്റ്റ് എന്ത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ഇവരുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസിന് കിട്ടിയ ഒരു ഉപകാരമായിരുന്നു. ഐസർ എന്ന് പറഞ്ഞ ഒരു ഡിസ്കഷൻ സെഷൻ നമ്മൾ ഇതുപോലെ നമ്മുടെ ക്രിസ്പറിന്റെ ക്രാഷ് കോഴ്സിന്റെ സമയത്ത് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കരിയർ ഓപ്പർച്യൂണിറ്റി ആഫ്റ്റർ ഐസർ എന്ന് പറഞ്ഞ ഒരു സെഷൻ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വെച്ചതാണ്. ഞാൻ സാറിന് പേഴ്സണലി ഞാൻ അതിന്റെ ലിങ്ക് അയച്ചിടാം. അതിലൊരു 1.5 മണിക്കൂർ ടോക്ക് ഉണ്ട്. അതായത് ഐസറിന് ശേഷം ചെയ്യാൻ പറ്റിയ കംപ്ലീറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റി, അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഡിസ്കഷൻ ഇതേപോലെ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ട്. ഒരു 1.5 മണിക്കൂറിലാണ്. സോ നമ്മളുടെ ഈ ഒരു ഡിസ്കഷന്റെ മെറിറ്റ് അതല്ലാത്തത് കൊണ്ട് ഞാൻ സാറിന് അത് പേഴ്സണലി അയച്ചു തന്നാൽ പോരെ? മതി, താങ്ക്സ്, മതി.
ഓക്കെ. അശ്വിൻ പ്ലീസ്. അല്ല ഞാനിപ്പോ സാറ് ചോദിച്ച പോലെ അതിന് ഉത്തരം പറയാനാ. അത് നമ്മള് എടുക്കുന്ന കോഴ്സും നമ്മളിപ്പോ 5 ഇയർ കോഴ്സസ് ആണെങ്കിൽ അതിന്റെ തീസിസ് എങ്ങനെയാ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റി മാറുന്നത്. ഇപ്പോൾ കോർപ്പറേറ്റ് അല്ലെങ്കിൽ എങ്ങനെ ഇപ്പൊ ഫിസിക്സ് ഡാറ്റ സയൻസ് ഒക്കെ പഠിച്ച ആൾക്കാർ കോർപ്പറേറ്റീവ് പോകുന്നുണ്ട്, അല്ലാത്തവരും പോകുന്നുണ്ട്. അപ്പോൾ PhD ആണെങ്കിൽ തന്നെ നമ്മള് നമ്മൾ ചെയ്യുന്ന തീസിസ് അനുസരിച്ചായിരിക്കും നമ്മുടെ PhD ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് പാത്ത് വി ചൂസ്. അത് ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ വി ഹാവ് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ്. അത് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ബൈ 4th ഇയർ ഓർ 5th ഇയർ അത് നമുക്കൊരു ക്ലാരിറ്റി വരും, എന്തൊക്കെ നമുക്ക് ചൂസ് ചെയ്യാന്നുള്ളത്. അതെ. ഞാൻ- ഹലോ. ആ. അത് സാർ എനിക്കൊരു ചോദിക്കാനുള്ളത്, നമ്മൾ ഈ IIT-യിലൊക്കെ ഉള്ള പോലെ ഫീ കൺസെഷനോ അല്ലെങ്കിൽ ഈ അലൂമിനി സ്കോളർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഐസറിലുണ്ടോ? അതൊന്ന് ഇത് ക്ലിയർ. അവിടെ നമുക്ക് ഈ എഡ്യൂക്കേഷൻ ലോണിന്റെ ഫെസിലിറ്റി ഈ IIT-യിലൊക്കെ ഉള്ള പോലെ അവിടെ തന്നെ അവൈലബിൾ ആണോ? അത് നമ്മൾ അവിടെ നിന്ന് പേപ്പറൊക്കെ മേടിച്ചിട്ട് പിന്നെ ബാങ്കിലേക്ക് പോകണം, അങ്ങനെയാണോ? സ്കോളർഷിപ്പ് അതായത് നമ്മളുടെ സമുദായം അനുസരിച്ച് അല്ലെങ്കിൽ വാർഷിക വരുമാനം അനുസരിച്ച് ഒരുപാട് സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. ഐസറിന് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന രീതിയിലും ചില സ്കോളർഷിപ്പുകൾ ഐസറിൽ തന്നെ ഉണ്ട്. ഇപ്പം എന്താ പറയാ, ഐ തിങ്ക് അത് അവൈൽ ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഹിസാനയ്ക്ക് തിരുവനന്തപുരത്തെ ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് പറയാൻ സാധിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് അത് വേണമെങ്കിലും ചോദിച്ചു നോക്കാം. സ്കോളർഷിപ്പുകൾ ഉണ്ട് ബേസ്ഡ് ഓൺ അവർ കമ്മ്യൂണിറ്റി, ബേസ്ഡ് ഓൺ അവർ ആനുവൽ ഇൻകം, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട്. പിന്നെ എഡ്യൂക്കേഷൻ ലോണ് നമുക്ക് എടുക്കാവുന്നതാണ്. അതിന് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അതിനൊരു സെല്ല് അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അത് ഐ തിങ്ക് സ്റ്റുഡൻസിന് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇസാനയ്ക്ക് ഒരു തിരുവനന്തപുരത്ത് ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ഇല്ലായിരുന്നോ? അതൊന്ന് ഷെയർ ചെയ്യോ? ആ കേൾക്കാവോ? യെസ്. ഇവിടെ ഒരുപാട് സ്കോളർഷിപ്പ് സ്കീം ഉണ്ട് ട്രിവാൻഡ്രത്തിന്, എസ്പെഷ്യലി ആയിട്ട് മാത്രമായിട്ടോ. അതിൽ ഒരെണ്ണമാണ് നമ്മുടെ BVC സ്കോളർഷിപ്പ് ലോൺ. അത് ഒരു എനിക്ക് തോന്നുന്നു EWS കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനാണ്. ഇൻകം കുറവാണേൽ കിട്ടും. അത് നമ്മൾ കംപ്ലീറ്റ്ലി ചെലവെടുക്കും. ലൈക്ക് 5 ഇയർ ഒരു വർഷത്തിന് ഓരോ വർഷമായിട്ടാണ് വരിക. ഓരോ വർഷത്തിന് കംപ്ലീറ്റ് ചെലവെടുക്കും. പിന്നെ അതിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പിള്ളേർക്ക് പകുതി ചെലവെടുക്കും. അങ്ങനെ അങ്ങനെ അത് പക്ഷേ EWS കാറ്റഗറിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അത് ഇവിടെ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിവിടെ NSP പോർട്ടലിൽ കുറെ സ്കോളർഷിപ്പ് ഉണ്ട്. SC-കാർക്കുണ്ട്, OBC-കാർക്കുണ്ട്, എനിക്ക് തോന്നുന്നു PMHSD അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ സ്കോളർഷിപ്സ് ഉണ്ട്. പിന്നെ ഒരു ലാപ്ടോപ്പ് സ്കീം ഉണ്ടായിരുന്നു ഐസറിലെ, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പറയുമ്പോഴത്തേക്കും ഇതുപോലെ നമ്മൾ ഇൻകം കുറച്ച് കുറവായിരിക്കണം. എനിക്ക് അതന്ന് 6 lakh ബിലോ ഇൻകായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയും പിന്നെ അത്യാവശ്യം ഗ്രേഡിങ്ങിൽ നമ്മൾ അത്യാവശ്യം ടോപ്പ് ആണെങ്കിൽ നമുക്ക് കിട്ടും. അങ്ങനെ 20 പേർക്ക് അങ്ങനെ കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു സ്കോളർഷിപ്പ്. പിന്നെ ഇൻസ്പയർ പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ അതുണ്ട്. ഈ PM പിന്നെ ഈ PVC ആണ് സ്പെഷ്യലി ഇവിടെ ഉള്ളത്. എനിക്ക് പിന്നെ ഉള്ളത് തിരുപ്പതിയിലും ബർഹംപൂരിലും മാത്രമേ ഉള്ളൂ തോന്നുന്നു. പിന്നെ PM ഉള്ളത് എല്ലാ ഐസസിലും അത് ഇല്ല. ഈ NSP പോർട്ടലൊരു സ്കോളർഷിപ്പ്. അപ്പം ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ 7 ഐസറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളുകളും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ലോണ് അവൈലബിൾ ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഒരു സെല്ല് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? യെസ്, അഫ്നാസ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അഫ്നാസ് പ്ലീസ്. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ അവിടെ SBIയുടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. ലോൺ അവർ തന്നെ തരും. ആ ടൈമിൽ തന്നെ എടുക്കാൻ SBIയുടെ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ SBIയുടെ ഒരു ബ്രാഞ്ചും ഉണ്ട്. അപ്പോൾ അവർ തരുന്നതാണ്. പിന്നെ സ്കോളർഷിപ്പിൻ്റെ പറയുമ്പോൾ ഞാൻ NSPയുടെ PMHC വാങ്ങുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഫുൾ ഫീ കവറാവും. പ്ലസ് നമ്മൾ മെസ് ഫീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു എമൗണ്ട് ഉണ്ടാവും. പിന്നെ ഗവൺമെൻറ്റിൻ്റെ അല്ലാതെ തന്നെ പുറത്ത് ഒരുപാട് സ്കോളർഷിപ്പ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ റിലയൻസിൻ്റെ സ്കോളർഷിപ്പ് വാങ്ങുന്നുണ്ട്. പിന്നെ ICICIയുടെ സ്കോളർഷിപ്പ് ഉണ്ട്. അതൊക്കെ അന്വേഷിച്ചാൽ കിട്ടാവുന്നതാണ്. നമ്മൾ സീനിയേഴ്സിനെ അതിന് സഹായിക്കും. വാങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞു തരും എന്തൊക്കെ സ്കോളർഷിപ്പ് ഉണ്ട്, നിങ്ങൾ ഇതിന് കൊടുക്ക് എന്നൊക്കെ പറയും. ഈ സ്കോളർഷിപ്പ് ഫസ്റ്റ് ഇയർ തൊട്ടല്ല സെക്കൻഡ് ഇയർ ഒക്കെ തൊട്ട് ഈ ഫസ്റ്റ് ഇയറിലെ പെർഫോമൻസ് വെച്ചിട്ടാണോ അത് ഇവാലുവേറ്റ് ചെയ്യണം? എങ്ങനെയാണ് അതിൻ്റെ?
സ്കോളർഷിപ്പൊക്കെ ഫസ്റ്റ് ഇയറിലാണ് മെയിനായിട്ട് എല്ലാ സ്കോളർഷിപ്പും വരുന്നത്. അതിന് ഈ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഇതാണ്. അല്ലാതെ പിന്നെ ചിലതിന് എൻട്രൻസ് എക്സാം ഉണ്ട്. അല്ലാണ്ട് ഈ സ്കോറ് നോക്കിയിട്ടല്ല എന്നാണ് എൻ്റെ അറിവ്. സ്കോർ നോക്കുന്നത്. എല്ലാ സെമിസ്റ്ററിലും എല്ലാതും പാസ്സാവണം. എന്നാലാണ് ഇൻസ്പയർ എല്ലാ വർഷവും കിട്ടുന്ന ആൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുള്ളൂ. പിന്നെ പക്ഷെ അതിൽ മറ്റേ ഇൻകം ഒന്നും നോക്കൂല. ജസ്റ്റ് കുട്ടിയുടെ പെർഫോമൻസ് മാത്രം. ഒരാൾക്ക് ശരിക്കും ഒരു സ്കോളർഷിപ്പ് മാത്രമേ അവൈൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണല്ലോ അല്ലേ? അല്ലെ ഒത്തിരി സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ട് തോന്നുന്നു. അതിലെന്തൊരു ലിമിറ്റ്. ഫ്രണ്ടിനെ വാങ്ങാൻ കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിനെ വാങ്ങാൻ പറ്റുള്ളൂ. പറഞ്ഞൊരു സ്കോളർഷിപ്പ് ഉണ്ട്. പക്ഷെ അതിൽ മുമ്പ് ഫുൾ ഫീ കവറപ്പ് ചെയ്യായിരുന്നു. കോവിഡിന് ശേഷം ഇപ്പൊ അവര് ഫുൾ ഫീ കവറപ്പ് ചെയ്യണില്ല. അത് വർഷത്തിൽ 2.5 lakhsന്റെ ഉള്ളിലാണെങ്കിൽ ഒരു 13K കിട്ടും. മുമ്പ് ഫുൾ ഫീ അടച്ചിട്ടുണ്ടായിരുന്നു. എത്ര ഫീ എന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്താൽ അത് തരുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ജസ്റ്റ് 13K തരും. ഒരു 2.5K ലാക്കിന്റെ ഉള്ളിലാണ് ഇൻകം വരുന്നെങ്കിൽ. ഓക്കെ. സോ സാറ് ചോദിച്ച ചോദ്യത്തിൽ ഒന്ന് ലോൺ ഫെസിലിറ്റീസ് ഉണ്ടാവുമെന്ന് ചോദിച്ചു. ചില ഐസറുകളിലെങ്കിലും ഇതേപോലെ അവിടെ തന്നെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവാറുണ്ട്. ആൻഡ് അതുപോലെ സ്കോളർഷിപ്പിനെ കുറിച്ച് ചോദിച്ചു. അപ്പം ഐസർ സ്പെസിഫിക് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. ഇനി ജനറൽ ആയിട്ടുള്ള സ്കോളർഷിപ്പ് തന്നെ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് നമ്മുടെ മാർക്കിനെയും പെർഫോമൻസിനെയും ബേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മെയിൻലി ഇൻകം ബേസ്ഡും കമ്മ്യൂണിറ്റി ബേസ്ഡും ആയിട്ടുള്ള സ്കോളർഷിപ്പാണ് ജനറലി കുട്ടികൾ അവൈൽ ചെയ്യാറുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ഞാനൊരു ഓർമ്മയിൽ പറയുകയാണ്, മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകളും ഉണ്ട്. അതായത് പ്യുവർലി മെറിറ്റിനെ വെച്ച് മാത്രം നോക്കുന്നത്. പക്ഷെ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചാണക്യ സ്കോളർഷിപ്പ്, റിലയൻസ് ഫൗണ്ടേഷൻ അങ്ങനത്തെയൊക്കെ സ്കോളർഷിപ്പുകൾ വളരെ കുറച്ച് കുട്ടികൾക്ക് അവൈൽ ചെയ്യാൻ സാധിക്കാറുള്ളൂ. ആൻഡ് വൺസ് വി ഗെറ്റ് ഇൻ ടു ഐസർ നമുക്ക് ഒരുപാട് സാധ്യതകൾ അവിടെ എത്തിയതിന് ശേഷം മനസ്സിലാവും ചെയ്യും. കാരണം ഒരുപാട് ഐസർ സ്പെസിഫിക് ആയിട്ടുള്ള അവസരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. പിന്നെ സാർ എനിക്ക് ഒരു സംശയം കൂടെ ഉള്ളത്, ഈ അമ്യൂണിറ്റീസ് ഒക്കെ പറഞ്ഞല്ലോ, ഈ ജിമ്മ് അതുപോലെ തന്നെ ഈ ഫുട്ബോൾ, വോളിബോൾ അതെല്ലാം അഡീഷണൽ പേ ആണോ? അല്ല അത് നമ്മളുടെ അതിന്റെ കൂടെ തന്നെ അഡ്മിഷൻ എടുക്കുന്നതിന്റെ കൂടെയും അതേപോലെ സെമസ്റ്റർ കഴിയുമ്പോൾ നമ്മൾ സെമസ്റ്റർ ഫീസ് അടയ്ക്കുമല്ലോ നെക്സ്റ്റ് സെമസ്റ്ററിന്. അതിൽ തന്നെ ബേസിക് കമ്മ്യൂണിറ്റീസിനുള്ള എല്ലാ ഫീയും അതിന്റെ കൂടെ കളക്ട് ചെയ്യുന്നതാണ്. ഒരു മെയിൻ്റെനൻസ് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 500 രൂപയോ 300 രൂപയോ അങ്ങനെയൊക്കെ വരും. നമ്മൾ സെപ്പറേറ്റ് ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് എല്ലാ ഐസറിമാരും അല്ലേ ഞാൻ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. പൂനെയിൽ ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മെയിൻ്റെനൻസ് ആയിട്ട് ഇപ്പം സ്പോർട്സിൻ്റെ സംഭവങ്ങൾക്കൊക്കെ മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞിട്ട് ടോട്ടൽ ഫീൻ്റെ കൂടെ ഒരു ചെറിയ എമൗണ്ട് കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ജിമ്മിൽ ഇപ്പം പോകുന്നുണ്ട് എങ്കിൽ മന്ത്ലി 400 rupees അവിടുന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, സീനിയേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പം തിരുവനന്തപുരത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബേസിക് സെമസ്റ്റർ ഫീൻ്റെ കൂടെ എല്ലാം ആഡ് ആണ്. പിന്നെ നമ്മൾ സെപ്പറേറ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പം ഹാൻ പറഞ്ഞത് പൂനെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകുന്ന ആൾക്കാർക്ക് മെമ്പർഷിപ്പ് ഫീ പോലെയാണ് കളക്ട് ചെയ്യുന്നതാണ്. നമ്മുടെ അടുത്ത് വരുമ്പോഴേ നോർമലി കൂടെ ഒക്കെ നമുക്ക് പ്രൊഫൈൽ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കും. ഇതിനെ അങ്ങനെയൊക്കെ വരും എന്തെങ്കിലും മെയിലിൽ മാത്രം ഇൻഡിപെൻഡൻ്റ് ആണോ, അല്ല നമ്മുടെ പ്രൊഫൈലിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഉണ്ടാവോ? നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷം വരെ വന്നിരുന്ന കംപ്ലീറ്റ്ലി ഇമെയിലിലാണ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വൺസ് കൗൺസിലിംഗ് റൗണ്ടിൽ എൻ്റർ ചെയ്താൽ പിന്നെ സെലക്ഷൻ ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇമെയിലിലൂടെയാണ്. സോ ഇമെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ഓരോ അലോട്ട്മെന്റിന് വരുന്ന റാങ്ക്, കട്ട് റാങ്ക്, ആ ഡീറ്റെയിൽസ് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും? അത് isar.admission.in പോയിട്ട് നോട്ടീസസ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ടാവും. ആ ടാബിൽ പോയാൽ അവിടെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഏത് റാങ്ക് വരെയാണ് എടുത്തത് എന്നുള്ളതിൻ്റെ ഒരു ടേബിൾ അവർ പബ്ലിഷ് ചെയ്യും. അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലും എല്ലാം ഇടാറുണ്ട്. സോ നമ്മളെന്തായാലും ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ അത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ജസ്റ്റ് നോട്ടീസസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്താൽ മതി. അമിത് സാർ, 2 ചോദിച്ചു കൂടി. ഐസേഴ്സിൽ യൂണിഫോം ഉണ്ടോ? ചില ഐസേഴ്സ് യൂണിഫോം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കാര്യം വെച്ചാൽ IIT ഒക്കെ ഉള്ള 8 months
ക്ലാസ്സും ബാക്കി അങ്ങനെയുള്ള ഒരു ഇതാണോ? അതൊന്ന് സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ട് പറയാം. ഐസറിൽ ഒരു ഐസറിലും യൂണിഫോം ഇല്ല. ആൻഡ് 8 മന്ത് കോഴ്സ് തന്നെയാണ്. അതായത് ഒരു 4 മാസമായിരിക്കും സെമസ്റ്റർ. ആൻഡ് ആദ്യത്തെ സെമസ്റ്റർ കഴിഞ്ഞിട്ട്, അതായത് ഒരു വർഷത്തിൽ 2 സെമസ്റ്ററാണ്. ആദ്യത്തെ സെമസ്റ്റർ എടുക്കുകയാണെങ്കിൽ ഒരു വെക്കേഷൻ 1 മാസമായിരിക്കും. പിന്നെ 4 മാസം നീണ്ടു നിൽക്കുന്ന അടുത്ത സെമസ്റ്റർ തുടങ്ങും. പിന്നെ അടുത്ത വർഷത്തെ സെമസ്റ്റർ തുടങ്ങുന്നതിന് മുന്നേ ഒരു 3 മാസം ബ്രേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ 12 മാസത്തിൽ 4 മാസം ഒരു സെമസ്റ്റർ, പിന്നെ 1 മാസം ബ്രേക്ക്, 4 മാസം അടുത്ത സെമസ്റ്റർ. ഇപ്പോൾ 9 മാസമായി. ഇനി അടുത്ത വർഷം വരെ 3 മാസം ബ്രേക്ക്. ഇങ്ങനെയാണ് ജനറലി ഐസറിൽ ഉണ്ടാവാറുള്ളത്. ഒരു ഐസറിൽ ഇതുവരെ യൂണിഫോം ഒന്നും വന്നിട്ടില്ലല്ലോ. ഞാൻ തിരുവനന്തപുരത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇല്ലല്ലോ അല്ലേ? ആർക്കും ആഡ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഇല്ല യൂണിഫോം ഇല്ല. ഇല്ല. ആൻഡ് ഇതേപോലെ തന്നെയല്ലേ 8 മാസം അപ്രോക്സിമേറ്റ്ലി 8 മാസമല്ലേ ക്ലാസ്സസ് ഉണ്ടായിരിക്കുള്ളൂ ഇയർലി? അതെ അതെ, എല്ലാവർക്കും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയായിരിക്കും. യെസ്. ഓക്കെ സാർ, അപ്പം അതാണ് ഐസറിന്റെ സ്ട്രക്ചർ. സോ ഇനി എന്തെങ്കിലും പ്രിഫറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ജസ്റ്റ് ആസ്ക്, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇറ്റ് ഹാസ് ബീൻ 2 hours. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഈ പ്രിഫറൻസ് അല്ലെങ്കിൽ ഐസർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഫൈനലി ഞാനൊരു മറുപടി ചോദിക്കും. നമ്മുടെ ഈ ക്ലോസിംഗ് റാങ്കിന്റെ ഒന്നുകൂടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാൻ പറ്റും? എക്സ്പെക്ടഡ് ക്ലോസിംഗ് ഈ ഇൻഫ്ലേഷന് ശേഷം. ഇൻഫ്ലേഷന് ശേഷമുള്ള ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്, അത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ പ്രഡിക്ഷൻ ആയിരിക്കും. യൂഷ്വലി ഐ ഡോണ്ട് ഡു പ്രഡിക്ഷൻസ്. ഞാൻ ബേസ്ഡ് ഓൺ ഡാറ്റയാണ് സംസാരിക്കാറുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് റാങ്ക് എനിക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് എക്സ്ട്രാപ്പൊളൈറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഐസർ പൂനെയിൽ 2013 ഏത് കാറ്റഗറീൻ്റെയാണ് ഞാൻ പറയേണ്ടത്? OBCNC. OBCNC അല്ലേ? അത് ആ ക്ലോസിംഗ് ഡാറ്റ ലാസ്റ്റ് ഇയറിൽ എൻ്റെ അടുത്തുണ്ട്. എക്സ്പെക്ടഡ് ക്ലോസിംഗ് റാങ്ക് അറിയും. ഇല്ല ഇല്ല, അങ്ങനെ നമ്മൾ പ്രഡിക്ഷൻസ് എന്തായാലും പറയാറില്ല. അത് അറ്റ്ലീസ്റ്റ് ഒരു റൗണ്ടെങ്കിലും കഴിഞ്ഞാൽ ഞാൻ പറയും. കഴിഞ്ഞ വർഷത്തിന്റെ മുന്നത്തെ, അതായത് 2023 ഫസ്റ്റ് റൗണ്ടിന്റെ ക്ലോസിംഗ് റാങ്ക് നമ്മൾ നോക്കും. കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് റൗണ്ടിന്റെ ക്ലോസിംഗ് റാങ്ക് നമ്മൾ നോക്കും. ആൻഡ് ഈ വർഷത്തെ ഫസ്റ്റ് റൗണ്ടിലെ ക്ലോസിംഗ് റാങ്കും കൂടെ വന്നാൽ നമുക്ക് എക്സ്ട്രാപ്പൊളൈറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ അതെന്ത് പറഞ്ഞാലും അത് പ്രഡിക്ഷൻസ് മാത്രമാണ്. ഞാൻ എന്തായാലും പ്രഡിക്റ്റ് ചെയ്യാറില്ല. സോ ഇനി ഡൗട്ട്സ് അമിത് ഞങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താങ്കളെ വിളിച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? വാട്സപ്പിലോ? തീർച്ചയായിട്ടും നമുക്കൊരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. ആ ടെലിഗ്രാമിൽ പ്ലീസ് ജോയിൻ. അത് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ജോയിൻ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഐസറിന്റെ റിസൾട്ട് വരുന്നത് ഞാൻ അറിയുന്നത് പോലും നോട്ടിഫിക്കേഷൻ, ടെലിഗ്രാം ഗ്രൂപ്പിന്റെ നോട്ടിഫിക്കേഷൻ കണ്ടിട്ടാണ്. സോ അപ്പോൾ അത് നമുക്കിപ്പോൾ ഒരു 840+ മെമ്പേഴ്സ് ഉള്ള കേരളത്തിലുള്ള എല്ലാ ഐസർ ആസ്പിരൻസും ഐസറിൽ ഇപ്പോൾ ജോയിൻ ചെയ്ത സ്റ്റുഡൻസും ഒക്കെ അടങ്ങുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യുക. അതിൽ പിയർ ആയിട്ട്, അതായത് നമ്മുടെ ഫ്രണ്ട്സിനോട് എന്നുള്ള പോലെ തന്നെ ചോദിച്ചിട്ട് തമ്മിൽ ഡിസ്കസ് ചെയ്ത് ആൾക്കാർ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോഴുള്ള ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളൊരു കൂടി ഇരിക്കുന്നതുകൊണ്ടാണ് പല ഡിഫറെന്റ് ഐസറിനെ കുറിച്ച് നമ്മൾ കേട്ടത്, ശരിയല്ലേ? ഇപ്പൊ എനിക്ക് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മളുടെ ബാക്കി ആളുകൾ, ഗസ്റ്റ് ആയിട്ട് വന്ന ആളുകൾ സോൾവ് ചെയ്ത് തന്നു, അല്ലെങ്കിൽ ആഡ് ചെയ്തു, എന്നെ കൂടുതൽ ബെറ്റർ ഡെലിവറിക്ക് വേണ്ടി സഹായിച്ചു. അതേപോലെ തന്നെ കുറേ പേരുണ്ടാകുന്ന സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ പ്ലീസ് ഡു ജോയിൻ ഇൻ അവർ ടെലിഗ്രാം ഗ്രൂപ്പ് ടു. ഒരു സംശയം, ഈ ടെലിഗ്രാം ഗ്രൂപ്പ് ഒരു ഇൻഡിവിജ്വലായി പറഞ്ഞിട്ട് എനിക്കിത് ആക്സസിബിൾ അല്ല. ഇവിടെ ഈ കൺട്രിയിൽ അത് ആക്സസിബിൾ അല്ല. ഈ വാട്സപ്പ് പോസിബിൾ ആവോ എന്നാണ് ചോദിക്കുന്നത്.
വാട്സപ്പിൽ ഇനിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് വന്നിട്ട് വേണം നമ്മൾ ഡെഫിനറ്റ്ലി പ്ലാൻ ചെയ്യാം. പക്ഷെ ഇപ്പം ടെലിഗ്രാം ഗ്രൂപ്പ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം അത് ജോയിൻ ചെയ്യാന്നുള്ളതാണ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന കാര്യം. ഇവിടെ accessible അല്ല. ഇന്ത്യയിലത് വളരെ അതാണ്. അത് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പൊ ചില രാജ്യത്തുനിന്ന് ആളുകൾ വിളിക്കുമ്പോൾ വാട്സപ്പ് കോൾ ഇല്ലാന്ന് പറയും. അപ്പൊ നമുക്കിപ്പം അതില് പ്രത്യേകിച്ച് ലിമിറ്റേഷൻ അല്ലേ അത് വരുന്നത്. അപ്പം ഏതെങ്കിലും ഇന്ത്യൻ നമ്പറോ ഇന്ത്യൻ ആയിട്ടുള്ള ആളുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മോനാണോ അതോ മോളാണോ മോൻ. സെറ്റിൽ ചെയ്തത് പുറത്ത് തന്നെയാണോ? അല്ല, ഇപ്പാണ് നാട്ടിലുണ്ട്. ഞാനീ പുറത്താണ് മൊത്തം. ഓക്കെ ഓക്കെ. അപ്പം അറ്റ്ലീസ്റ്റ് മോനോട് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാലോ. ഈ ക്രിസ്പർ ശരിക്കും ശരിക്കും അവിടെ ലൊക്കെ ബേസ്ഡ് ആണ്. ഓഫ്ലൈൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ടോ ശരിക്കും? ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് നമ്മള് നമ്മള് ഓൺലൈൻ ക്ലാസ്സസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ വർഷമാണ് ആദ്യമായിട്ട് ഒരു ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തത്, ഇനീഷ്യേറ്റ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഓഫീസ് സ്പേസ് വരുന്നത് കോഴിക്കോടാണ്. ഇനി നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സസും ഉണ്ടായിരിക്കും. ഇപ്പം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. യെസ്. സോ ദാറ്റ്സ് ഇറ്റ്. ഐ തിങ്ക് നമ്മളുടെ എല്ലാവരുടെയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യം ഗസ്റ്റ് ആയിട്ട് വന്ന എല്ലാ ഐസറിനെയും റെപ്രസെന്റ് ചെയ്തു വന്ന നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും നന്ദി. ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. താങ്ക് യു സോ മച്ച്. 2 മണിക്കൂർ എന്ന് പറയുന്ന വലിയ ഡ്യൂറേഷൻ ആണ്. സോ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിന് വളരെയധികം നന്ദി. ആൻഡ് നമ്മുടെ ഈ ഒരു വെബിനാറിൽ പങ്കെടുത്ത് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ ഡെലിവർ ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. സോ ഇനിയും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കീപ്പ് ഇൻ ടച്ച്. നമ്മളുടെ ഈ ഒരു ഐസറിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നും കൂടുതൽ സയന്റിസ്റ്റുകളെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു മിഷന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ക്രിസ്പർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. അപ്പൊ അതിന്റെ ഭാഗമായി നിങ്ങൾ നിന്നതിലും വളരെയധികം നന്ദി. സോ പ്ലീസ് കീപ്പ് ഇൻ ടച്ച്. ഇനി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്സ് ഫോർ ജോയിനിങ്. അപ്പം എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.